ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന യൂണിറ്റ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇന്ന് നടന്ന എക്സാമിൻ്റെ നമ്മുടെ കെമിസ്ട്രി പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കെമിസ്ട്രി പാർട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റ് 2 ഉണ്ടായിരുന്ന ചാപ്റ്ററുകൾ എല്ലാം ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ടായിട്ട് വരുന്ന ചാപ്റ്ററുകളൊക്കെ തന്നെയാണ്. ഒരു ചാപ്റ്റർ നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, മറ്റൊന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു, നമ്മുടെ പി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ ഉൾപ്പെടുന്ന നമ്മുടെ യൂണിറ്റ് 2 ഇന്ന് നമ്മളൊരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ഇപ്പോൾ ക്വസ്റ്റ്യനെ പറ്റി ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത എക്സാം. എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് കെമിസ്ട്രി നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തേത് സെക്ഷൻ 1 ആണ്, സ്ട്രൈറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻ ബോർ മാഗ്നറ്റോൺ ഓഫ് ഫ്രീ ടൈറ്റാനിയം 3+, വനേഡിയം 2+ ആൻഡ് സ്കാൻഡിയം 3+ അയോൺ റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദ്യം. ഇപ്പോൾ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് mu that is equal to square root of n into n+2 Bohr magneton, where n is a total number of unpaired electron. ഇവിടെ ആദ്യം നമുക്ക് ടൈറ്റാനിയം 3+ൻ്റെ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ടൈറ്റാനിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ എല്ലാ എലമെൻറ്റിൻ്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ടൈറ്റാനിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്കാൻഡിയം ടൈറ്റാനിയത്തിൻ്റേത് 3d2 ആണ്. 3d2. അങ്ങനെയെങ്കിൽ ടൈറ്റാനിയം 3+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 പോസിറ്റീവ് ചാർജ് കിട്ടാൻ 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം. ഇവിടുന്ന് 2ഉം ഇവിടുന്ന് ഒരു ഇലക്ട്രോണും കൂടെ പോയി കഴിഞ്ഞാൽ ദ റിമൈനിങ് ഇലക്ട്രോൺ 3d1 എന്ന് വരും. സോ ഡി ഓർബിറ്റലിനകത്ത് ആകെ കൂടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു ഇലക്ട്രോൺ അൺപെയ്ഡ് ആയിരിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഡി ഓർബിറ്റലുണ്ട്, ഡി ഓർബിറ്റലിനകത്ത് ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ ഇലക്ട്രോൺ അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ n = 1 എന്ന് കിട്ടും. അപ്പോൾ n = 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. mu that is equal to square root of 1 into 1+2 വരും. ദാറ്റ്സ് ഈക്വൽ ടു √3. √3യുടെ വാല്യൂ 1.732. യെസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൾ നമ്മുടെ ടൈറ്റാനിയം 3+ൻ്റെ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് 1.732 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് തന്നിരിക്കുന്നത് വനേഡിയം 2+ ആണ്. ഓക്കെ, വനേഡിയം 2+. വനേഡിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ആണല്ലോ ഡി ബ്ലോക്കിൽ. സോ 3d3 ആണ് വനേഡിയം. ഇവിടെ തന്നിരിക്കുന്നത് വനേഡിയം 2+ ആണ്. വനേഡിയം 2+ ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d3 ആണ്. 3d3. സോ ഡി ഓർബിറ്റൽ നമ്മൾ ഇലക്ട്രോണെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അത് ടോട്ടൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. ഇലക്ട്രോണെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3. ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 3 ആണ്. സോ mu that is equal to square root of 3 into 3+2 that is equal to √15. √15ൻ്റെ വാല്യൂ വരുന്നത് 3.87 വരും. 3.87. ഓക്കെ, അപ്പോൾ നമ്മൾ വനേഡിയം 2+ൻ്റെ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിച്ചു, 3.87. ഇനിയും ഒരാളുടെ സ്കാൻഡിയം 3+ൻ്റെ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്കാൻഡിയം 3+നെ സംബന്ധിച്ച് സ്കാൻഡിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d1 ആണ്. 3d1. അങ്ങനെയാണെങ്കിൽ സ്കാൻഡിയം 3+നെ സംബന്ധിച്ച് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d0 വരും. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 0. ദ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന 3 പേരുടെയും സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യത്തെ ആളുടേത് 1.732, ആരുടേത് ടൈറ്റാനിയം 3+, വനേഡിയം 2+ൻ്റെ 3.87, അത് കഴിഞ്ഞാൽ സ്കാൻഡിയം 3+ൻ്റെ 0. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. കിട്ടിയില്ലോ അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനകത്ത് എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതിൻ്റെ ഹിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ 1.something വാല്യൂ കിട്ടും. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 2 ആണെങ്കിൽ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് 2.something വാല്യൂ കിട്ടും. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 3 ആണെങ്കിൽ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് 3.something വാല്യൂ കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇക്വേഷനകത്ത് വാല്യൂ കൊടുക്കേണ്ട അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓപ്ഷൻ്റെ അത് നോക്കിക്കൊണ്ട് ആൻസർ പറയാൻ സാധിക്കുന്ന വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ക്വസ്റ്റൻ നമ്പർ 1. എല്ലാവർക്കും തന്നെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. One is labeled as assertion A and the other is labeled as reason R. Assertion A: 5f electrons can participate in bonding to a far greater extent than the 4f electron. ശരിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. നമുക്കറിയാം 4f കഴിഞ്ഞിട്ടാണ് 5f ഓർബിറ്റൽസ് വരിക. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് 4fലേക്കാളും കൂടുതൽ അകലെയാണ് 5f ഓർബിറ്റൽ വരിക. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് കൂടുതൽ അകലെ കിടക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പുറമേ ആയിരിക്കുന്ന ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിനെ കൂടുതൽ ഈസി ആയിട്ട് റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ബോണ്ടിങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 5f electrons can participate in bonding to a far greater extent than the 4f electron. അതിൻ്റെ റീസൺ ആയിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട് 5f orbitals are not as buried as 4f orbitals. കാരണം ന്യൂക്ലിയസിൽ നിന്ന് 4f കഴിഞ്ഞിട്ടാണ് 5f വരിക, കൂടുതൽ അകലെയാണ്, അപ്പോൾ ബെറീഡ് അല്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 5f orbitals are not as buried as 4f orbital. Reason is a correct explanation of assertion. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്ത് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മുടെ എൻസൈഡി ടെക്സ്റ്റ് ബുക്കിലെ ഡി ആൻഡ് ഫ്ലോക്ക് എലമെൻസിൻ്റെ ലാസ്റ്റ് പോർഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് അവിടെ നമുക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചിട്ടുള്ളതുമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for the hydrates of group 15 elements, which property follow the order increasing or decreasing? NS3, PS3, ASH3 and SBH3. ആദ്യം എന്തായിരിക്കുന്നത് ബോണ്ട് ആംഗിൾ ആണ്. നമുക്കറിയാം NS3, PS3, ASH3, SBH3 അവർ താഴേക്ക് കിടക്കുന്ന ആൾക്കാരാണല്ലോ. പീരിയോഡിക് ടേബിളിൽ വരുമ്പോൾ നൈട്രജൻ, അത് കഴിഞ്ഞ് ഫോസ്ഫറസ്, ആഴ്സനിക്ക്, പിന്നെ ഒരാളെ SB. ഓക്കെ, നമുക്ക് ഇവിടെ വരെ ഉള്ളൂ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്ക്, ബിസ്മത്ത് വരെ, ആൻറ്റിമണി വരെയുള്ളതോ ബിസ്മത്ത് നമുക്ക് ഇതിനകത്ത് കമ്പാരിസന് വേണ്ടിയിട്ട് തന്നിട്ടില്ല. ഓക്കെ, സോ NH3 ഉണ്ട്, PH3 ഉണ്ട്, ASH3 ഉണ്ട്, അതുപോലെ തന്നെ SBH3 ഉണ്ട്. ഇത്രയും ആൾക്കാരെ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. ആദ്യം തന്നിരിക്കുന്ന ബോണ്ട് ആംഗിളാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ടോപ്പ് ടു ബോട്ടത്തിൽ ഹൈഡ്രൈഡിൻ്റെ ബോണ്ട് ആംഗിൾ ബോണ്ട് ആംഗിൾ ഡിക്രീസിങ്. NH3 ആണ് ബോണ്ട് ആംഗിൾ ഏറ്റവും കൂടുതലുള്ളത്, ദെൻ PS3, ദെൻ ASH3, ദെൻ SBH3. ഇപ്പോൾ ബോണ്ട് ആംഗിൾ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ഇതേ ഓർഡറിൽ തന്നെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ കറക്റ്റ് വൺ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. ഇനി അടുത്തത് ബേസിക് സ്ട്രെങ്ത്. നമുക്കറിയാം താഴേക്ക് വരുന്നതിനനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. NS3 ഈസ് ഗ്രേറ്റർ ബേസിക് സ്ട്രെങ്ത് ഉള്ള ആൾ NS3 ആണ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഹൈഡ്രൈഡിൻ്റെ ബേസിക് സ്ട്രെങ്ത് ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ തന്നെയാണ്. ഇനി ബോയിലിംഗ് പോയിന്റ് നിങ്ങൾ ആ വാല്യൂ പഠിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. നമ്മുടെ എൻസൈഡ് ടെക്സ്റ്റ് ബുക്കിലെ പി ബ്ലോക്ക് എലമെൻസിലെ ആ ചാർട്ടിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അവർ ടേബിളായിട്ട് തന്നിട്ടുണ്ട് ബോയിലിംഗ് പോയിന്റ് ഓർഡർ വരുമ്പോൾ NS3 ഈസ് ഗ്രേറ്റർ ദാൻ PS3 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് വരുന്നത് NH3, ദെൻ PH3, അത് കഴിഞ്ഞാൽ പിന്നീട് നേരെ തിരിച്ചാണ് വരിക അല്ലേ, ASH3, ദെൻ SBH3. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരിക, ബോയിലിംഗ് പോയിന്റ് ഓർഡർ വരിക. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓർഡർ കണ്ടിന്യൂസ് ഇൻക്രീസിങ്ങോ കണ്ടിന്യൂസ് ഡിക്രീസിങ്ങോ അല്ല, അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത റെഡ്യൂസിങ് ക്യാരക്ടറാണ്. റെഡ്യൂസിങ് ക്യാരക്ടർ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊരു ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നു, അതും കറക്റ്റ് ഓർഡർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ കിടക്കുന്നത് ഫസ്റ്റ് വൺ ഉണ്ട്, സെക്കൻഡ് വൺ ഉണ്ട്, ഫോർത്ത് വൺ ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് 4 ഓൺലി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ഇത് നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഈ ഓർഡറുകളെല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ആ കൂടെ തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഈ ബോയിലിംഗ് പോയിന്റ് ഓർഡർ മാത്രമാണ്. ആ ഓർഡർ മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് മാത്രം ഇങ്ങോട്ട്, ബാക്കിയുള്ളതെല്ലാം തിരിച്ചാണ് വരിക. ഓക്കെ, അതൊരു കണ്ടിന്യൂസ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിലല്ല അതിൻ്റെ അകത്തെ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഓർഡർ പോവുക. അത് മാത്രമേ അതിൻ്റെ അകത്ത് ഉൾപ്പെടാത്തതായിട്ടുള്ളൂ. സോ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, atomic number of manganese, iron and cobalt are 25, 26 and 27 respectively. From the following octahedral complexes, select the complex which is diamagnetic in nature. Okay, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ ഡയമാഗ്നറ്റിക് നേച്ചർ വരുന്ന ആളെ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. FeCN6 3- പാരാമാഗ്നറ്റിക് ആണ്. COF6 3- പാരാമാഗ്നറ്റിക് ആണ്. MnCN6 3- പാരാമാഗ്നറ്റിക് ആണ്. CONS3 6 × 3+ ഡയാമാഗ്നറ്റിക് ആണ്. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് അത് മാത്രം ഒന്ന് ചെയ്ത് കാണാം. ഓക്കെ, ആൻസർ മാത്രം ഞാൻ ചെയ്ത് കാണിക്കാം. CONS3 6 × 3+. ഇവിടെ സെൻട്രൽ മെറ്റലാറ്റം വരുന്നത് കൊബാൾട്ട് 3+ ആണ്. കൊബാൾട്ട് 3+ ആണ് സെൻട്രൽ മെറ്റലാറ്റം. കൊബാൾട്ട് 3+ന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 4s0 ആണ്. കൊബാൾട്ട് 3d7 4s2 ആണല്ലോ. സോ കൊബാൾട്ട് 3+ 3d6 4s0 ആണ്. സോ ഡി ഓർബിറ്റലിനകത്ത് ടോട്ടൽ 5 ഓർബിറ്റൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, 3d ദെൻ 4s, മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് എല്ലാം തന്നെ വേക്കൻ്റ് ആണ്. 3d6 ആണ് വരിക. 1 2 3 4 5 6 3d6 4s0. ഓക്കെ, ഇനി നമുക്ക് ഫോം ചെയ്യേണ്ട കോംപ്ലക്സ് എന്ന് പറയുന്നത് CONH3 6 × 3+ ആണ്. കൊബാൾട്ട് 3+നോടൊപ്പം NH3 എന്ന് പറയുന്ന ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ NH3 സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അൺപെയർഡ് ഇലക്ട്രോണുകളെ അത് പെയർ ചെയ്യും. അങ്ങനെ അൺപെയർഡ് ഇലക്ട്രോണിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള അൺപെയർഡ് ഇലക്ട്രോൺസ് അകത്തേക്ക് പെയർ ചെയ്യും. ഇവിടെ കിടക്കുന്ന അൺപെയർഡ് ഇലക്ട്രോൺസ് അകത്തേക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 2 3 4 5 6 ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അകത്തേക്ക് പെയർ ചെയ്തു. സോ ദിസ് ഇസ് എ 3D ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 3D
ദെൻ 4s ഫുള്ള് വേക്കൻ്റ് ഉണ്ട്. മുമ്പിലേക്കുള്ള 4p വേക്കൻ്റ് ഉണ്ട്. മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് ഒക്കെ ഓൾമോസ്റ്റ് വേക്കൻ്റ് തന്നെയാണ്, എല്ലാം തന്നെ വേക്കൻ്റ് ആണ്. ഇനി നമുക്ക് ലിഗാൻഡിൽ നിന്ന് മെറ്റൽ ആറ്റത്തിലേക്ക് കോർഡിനേറ്റ് ബോണ്ടാണ് ഫോം ചെയ്യേണ്ടത്. ലിഗാൻഡ് മോണോഡെൻഡൈറ്റ് ലിഗാൻഡ് ആണ്. ഒരു NH3 ഒരു പെയർ ഓഫ് ഇലക്ട്രോണെയാണ് മെറ്റൽ ആറ്റത്തിലെ വേക്കൻ്റ് ഓർബിറ്റൽസിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ടോട്ടൽ 6 NH3 ഉണ്ട്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ, ഇത് ഫോർത്ത് വൺ, ഇത് ഫിഫ്ത്ത് വൺ, ഇത് സിക്സ് വൺ. സോ ദ ഹൈബ്രിഡൈസേഷൻ ബിക്കം D2sp3 ആൻഡ് ജോമെട്രി ഒക്ടാഹെഡ്ര. ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ഇതൊരു ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് എവിടെയും നമുക്ക് അൺപെയർഡ് ഇലക്ട്രോണെ കാണാൻ സാധിക്കുന്നില്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഡയാമാഗ്നറ്റിക് ആണ്. സോ നമ്മളൊരു ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, ഫസ്റ്റ് വണ്ണിൽ FeCN6 3- അകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. COF6 3- അകത്ത് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അതും പാരാമാഗ്നറ്റിക് ആണ്. MnCN6 3- അകത്ത് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ദാറ്റ്സ് ഓൾസോ പാരാമാഗ്നറ്റിക്. അപ്പോൾ നമുക്ക് ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ആളെയാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ആൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ 4 ആണ്. CONS3 6 × 3+. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ M2+M വാല്യൂ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി ഫോർ ദ 4 സക്സസീവ് എലമെന്റ്സ് ഓഫ് ക്രോമിയം, മാംഗനീസ്, അയൺ ആൻഡ് കൊബാൾട്ട് ഈസ്. നമ്മുടെ ഡി ആൻഡ് എഫ് എലമെന്റ്സിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ് ഒരു ടേബിളായിട്ട് അടിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ടേബിളിൻ്റെ അകത്തുള്ള വാല്യൂസ് ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റൂ. വേറെ യാതൊരു മാർഗ്ഗമില്ല. ഡി ആൻഡ് എഫ് എലമെന്റ്സ് ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ പറയുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ M2+M-ൻ്റെയും M3+M2+ൻ്റെയും വാല്യൂസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റൻ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പരിഗണിച്ചാൽ മതി. അതിൻ്റെ സൈൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് വരുന്നത് മാംഗനീസിനാണ്. അത് കഴിഞ്ഞാൽ ക്രോമിയാണ്, അത് കഴിഞ്ഞാൽ അയൺ, അത് കഴിഞ്ഞാൽ കൊബാൾട്ട് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമ്മൾ പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. NCERT ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഡി ആൻഡ് എഫ് എലമെന്റ്സിലെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ വാല്യൂ എടുത്ത് വെരിഫൈ നോക്കുക. അതിൻ്റെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ പരിഗണിച്ചാൽ മാത്രം മതി. സൈൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് വരുന്നത് മാംഗനീസിനാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ക്രോമിയം, ദെൻ അയൺ, ദെൻ കൊബാൾട്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, യെസ്, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pair of a salt of cation give a green color to the flame test? അപ്പോൾ ഫ്ലെയിം ടെസ്റ്റിൽ ഗ്രീൻ കളർ തരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എങ്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. കോപ്പർ 2+ഉം ബേരിയം 2+ഉം ഫ്ലെയിം ടെസ്റ്റിൽ ഗ്രീൻ കളർ തരുന്നവരാണ്. ഓക്കെ, ഇപ്പോൾ കോപ്പർ 2+ഉം ബേരിയം 2+ഉം ഫ്ലെയിം ടെസ്റ്റിൽ ഗ്രീൻ കളർ തരുന്നവരാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റനാണിത്. തീർച്ചയായിട്ടും ഇത്തരം പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ നിങ്ങളുടെ ഒബ്സർവേഷൻസും അതുപോലെ തന്നെ ഇൻഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോൾ ഫ്ലെയിം ടെസ്റ്റിൻ്റെ അകത്ത് ഗ്രീൻ കളർ തരുന്ന ആൾക്കാർ കോപ്പർ 2+ഉം ബേരിയം 2+ഉം ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1. സെക്കൻഡറി വാലൻസീസ് ആർ നോൺ അയണൈസബിൾ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. തീർച്ചയായിട്ടും, കാരണം സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ ആണല്ലോ. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്പിയറിനുള്ളിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന മെറ്റൽ ആറ്റവും ലിഗാൻഡും തമ്മിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ടിനെയാണല്ലോ നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. കോർഡിനേഷൻ നമ്പർ ഈസ് ആക്ച്വലി ദ ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ലിഗാൻഡ് കോർഡിനേറ്റ് ബോണ്ടാണ്. അവരെ ഒരിക്കലും നമുക്ക് അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡറി വാലൻസീസ് ആർ നോൺ അയണൈസബിൾ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേറ്റ് ബോണ്ടിന്റെ നമ്പറാണ്. അത് നമുക്ക് അയണൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെക്കൻഡറി വാലൻസി ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദ കോംപ്ലക്സ്. ആക്ച്വലി ദാറ്റ്സ് എ കോർഡിനേറ്റ് ബോണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2. ദ അയോൺ ഓർ ഗ്രൂപ്പ് bound by the secondary linkage to the metal have a characteristic spatial arrangement. തീർച്ചയായിട്ടും, കാരണം സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പറാണ്. ഈ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അത് ടെട്രാഹെഡ്രലോ സ്ക്വയർ പ്ലേനാറോ ആയേക്കാം. ഇതേ സ്ഥാനത്ത് കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രലാണ്. അപ്പോൾ ഈ കോർഡിനേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലും ചേഞ്ചുകൾ വരുന്നുണ്ട്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്, കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ മറ്റൊരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ കോർഡിനേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ചേഞ്ച് വരുന്നു. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്ന കോർഡിനേഷൻ നമ്പർ തന്നെയാണ്. സോ സെക്കൻഡറി വാലൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നു. കോർഡിനേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലും ചേഞ്ച് വരും. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 3. The primary valencies are always non-ionizable in coordination compound. അല്ല, primary valencies are the ionizable valency. Primary valency വിളിക്കുന്ന മറ്റൊരു പേരും കൂടിയാണല്ലോ ionizable valency.
Okay, primary valency, it is the total number of ionic bond or the ionizable valency. But the primary valencies are always non-ionizable. That's wrong statement. Primary valency sometimes are ionizable. Ionizable valency and actually in the primary valency and the last statement is which of the above statement or statements is or are correct according to the Verneuil's theory. പിന്നെ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആണ്. 1 and 2 ആണ് ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരിക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 1 and 2. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 3 ഇൻകറക്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഓഫ് COCl NS3 5 times 2 plus, CO NS3 6 times 3 plus, CO CN 6 times 3 minus, then the correct sequence of wavelength of light absorbed respectively. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സുകൾ ജസ്റ്റ് നമുക്കൊന്ന് എഴുതി വെക്കാം. ഇവിടെ ജസ്റ്റ് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന കോംപ്ലക്സ് COCl NS3 5 times 2 plus ആണ്. നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് CO കൊബാൾട്ട് Cl NH3 5 times 2 plus ആണ്. 5 times 2 plus. ഇനി അടുത്ത രണ്ടാമത് തന്നിരിക്കുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് CO NH3 6 times, CO NH3 6 times 3 plus ആണ്. തേർഡ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് CO CN 6 times 3 minus ആണ്. CO CN 6 times 3 minus ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോംപ്ലക്സിൻ്റെ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത് കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്സിഡേഷൻ നമ്പർ എക്സ് -1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു +2, എക്സ് ഈസ് ഈക്വൽ ടു +3 എന്ന് വരും. ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കൊബാൾട്ട് 3+ ആണ്. ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും കൊബാൾട്ട് 3+ തന്നെയാണ്. സെൻട്രൽ ആറ്റം കൊബാൾട്ട് 3+ ആണ്. ഇതും കൊബാൾട്ട് 3+ തന്നെയാണ്. ഈ മൂന്ന് കോംപ്ലക്സിൻ്റെയും സെൻട്രൽ മെറ്റൽ ആറ്റം സെയിം കൊബാൾട്ട് 3+ തന്നെയാണ് തന്നിരിക്കുക. മൂന്ന് കോംപ്ലക്സിൻ്റെയും സെൻട്രൽ മെറ്റൽ ആറ്റം സെയിം കൊബാൾട്ട് 3+ തന്നെയാണ്. ഇപ്പോൾ ഈ മൂന്ന് കേസിലും ആകെ കൂടെ ഡിഫറൻസ് ഉള്ളത് ലിഗാൻസിൻ്റെ കേസിൽ മാത്രമാണ്. ലിഗാൻസിൻ്റെ കേസിൽ ഈ മൂന്ന് കേസിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ തന്നിരിക്കുന്നത് ക്ലോറൈഡ് ഉണ്ട്, അതൊരു വീക്ക് ലിഗാൻഡാണ്. NH3 ആക്ച്വലി ഒരു മോഡറേറ്റ് ലിഗാൻഡാണ്. ഇവിടെ NH3 മോഡറേറ്റ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ സയനൈഡ് വെരി സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും വെരി സ്ട്രോങ് ലിഗാൻഡാണ്. ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ വളരെ കൂടുതലായിരിക്കും. ആക്ച്വലി കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഇവിടെ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ T2G ആൻഡ് EG വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോൾ NH3 ലിഗാൻഡ് മോഡറേറ്റ് ലിഗാൻഡാണ്. സയനൈഡിനേക്കാളും വീക്ക് ലിഗാൻഡാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. ഓക്കെ, ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു വീക്ക് ലിഗാൻഡായ ക്ലോറൈഡ് ഉണ്ട്. ബാക്കിയുള്ളത് മോഡറേറ്റ് ലിഗാൻഡാണ്. ഇവിടെ എല്ലാവരും തന്നെ മോഡറേറ്റ് ലിഗാൻഡ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തൊരു വീക്ക് ലിഗാൻഡ് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും ഇവിടുത്തെ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ചും കൂടെ കുറവായിരിക്കും. ഈ മൂന്ന് കേസിലും സംഭവിക്കുന്ന സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ഡിഫറെൻറ്റ് രീതികളിലാണ്. ഓക്കെ, ഇവരെല്ലാവരും എനർജി അബ്സോർബ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? DD ട്രാൻസിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആരുടെ കേസിലായിരിക്കും? ഈ തേർഡ് കേസിലായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടി വരിക. കാരണം സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ വളരെ കൂടുതലാണ്. താഴെ നിന്ന് ഒരു ഇലക്ട്രോൺ മേളിലേക്ക് എത്തണമെങ്കിൽ മോർ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിനേക്കാളും കുറവ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. ഇതിനേക്കാളും വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ ഇവിടെ DD ട്രാൻസിഷൻ നടക്കാൻ ആവശ്യമായി വരും. ഇവരൊക്കെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് DD ട്രാൻസിഷൻ നടത്തുക എന്ന് പറയുന്ന ഒരേ ഒരു ഫിനോമിനൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. വേറെ അവിടെ ഒരു പർപ്പസും ഇല്ല. അങ്ങനെയാണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്ന ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇന്ന് നമ്പർ കൊടുക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് 1, ഇത് സെക്കൻഡ് 1, ഇത് തേർഡ് 1. നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്പർ കൊടുത്താണ്. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുന്ന ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുന്നത് തേർഡ് 1 ആണ്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി സെക്കൻഡ് 1ഉം, അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് 1 എനർജി അബ്സോർബ് ചെയ്യുക. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എനർജിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക. എനർജിയും വേവ് ലെങ്തും ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണെന്ന് നമുക്കറിയാം. സോ എനർജി E is equal to hc/λ ആണ്. സോ ലാംഡയുടെ ഓർഡറിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ വരും. അപ്പോൾ തേർഡ് 1നായിരിക്കും ഏറ്റവും കുറവ് എനർജി വേവ് ലെങ്ത് ഉണ്ടാവുക, ദെൻ സെക്കൻഡ് 1, ദെൻ ഫസ്റ്റ് 1. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നയാൾ ഫസ്റ്റ് 1 ആണ്. COCl NH3 5 times. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 535 വരും. ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 535 ആണ്. അതിനേക്കാളും കുറവായിരിക്കും 475 ആണ് സെക്കൻഡ് 1 അബ്സോർബ് ചെയ്യുക. ഏറ്റവും കുറവ് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നത് തേർഡ് 1 ആണ്, 310. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. മനസ്സിലായോ?
ഓക്കെ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എനർജിയുടെ ഓർഡർ അല്ല ചോദിച്ചിരിക്കുന്നത്, വേവ് ലെങ്തിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലിഗാൻഡിൻ്റെ കേസിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും. സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണെങ്കിൽ മോർ എമൗണ്ട് ഓഫ് എനർജി അവർ അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടി? ഡി ട്രാൻസിഷൻ നടത്താൻ വേണ്ടി. അതേസമയം എനർജി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. എനർജി വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the correct statement with respect to the reactions of chlorine with water. First one, with water, chlorine undergo disproportionation reaction very rapidly forming HCl and HOCl. That's a correct statement. Alle, chlorine gas, very direct, Cl2 plus a H2O gives a HCl plus a HOCl. Okay, with water, chlorine undergo disproportionation reaction very rapidly forming HCl and HCl. That's a correct statement. So the correct answer is option number 1. Okay, the reaction occur very rapidly along with the formation of HCl and the release of oxygen gas illa. അടുത്തത്, with water, chlorine undergoes disproportionation reaction which is low due to the high activation energy അല്ല. റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് വാട്ടർ ഡസ് നോട്ട് ഓക്കർ സ്പോണ്ടേനിയസ്ലി. അതും തെറ്റാണ്. പിന്നെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് നിങ്ങൾ പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ കോംപ്ലക്സസ് MnS3 4 times Cl2Br.2H2O where M is a transition metal. Which of the following is incorrectly related to the given complex? ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ കോംപ്ലക്സ് ഇവിടെ എഴുതി വെക്കാം. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് ഇതാണ്. MnS3 4 times Cl2 Br.2H2O. യെസ്. ഒന്നാമത്തേത്, ഇറ്റ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇതിൻ്റെ ഫോർമാറ്റ് ഏതാണ്? ഈ കോംപ്ലക്സിൻ്റെ ഫോർമാറ്റ് വരുന്നത് ദിസ് ഇസ് എ മെറ്റൽ ആറ്റം, ദിസ് ഇസ് എ മോണോഡെൻഡൽ ലിഗാൻഡ് 4 പേര്, മറ്റൊരു മോണോഡെൻഡൽ ലിഗാൻഡ് 2 പേര്, Ma4B2. തീർച്ചയായിട്ടും Ma4B2 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ സിസ് ട്രാൻസ് ഐസോമർ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. Ma4B2 ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്, നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. Ma4B2 ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത്, ഇറ്റ് ക്യാൻ ഷോ ഹൈഡ്രേഷൻ ഐസോമറിസം. പറ്റും, കാരണം വാട്ടർ ഉണ്ട്. തീർച്ചയായിട്ടും വാട്ടർ എക്സ്റ്റെൻഡ് ഓഫ് ഹൈഡ്രേഷൻ ഡിഫറൻ്റ് ആയിട്ട് മാറിയാൽ മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും വാട്ടർ അകത്തേക്ക് വരുന്നു, വേറെ ലിഗാൻഡുകൾ പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഹൈഡ്രേഷൻ ഐസോമറിസം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞ ലിഗാൻഡ് അല്ലെങ്കിൽ വാട്ടർ കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഹൈഡ്രേഷൻ ഐസോമറിസിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. വാട്ടർ അകത്തേക്ക് വരിക, അപ്പോൾ ഏതെങ്കിലും ഒരു ലിഗാൻഡ് പുറത്തേക്ക് വരിക, അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് ഹൈഡ്രേഷൻ ഡിഫറൻ്റ് ആയിട്ട് മാറും. അതിന് നമുക്ക് ഹൈഡ്രേഷൻ ഐസോമറിസം എന്ന് വിളിക്കാൻ സാധിക്കും. സോ ഹൈഡ്രേഷൻ ഐസോമറിസം പോസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ഷോ അയോണൈസേഷൻ ഐസോമറിസം. പറ്റും. ഇവിടെ ജസ്റ്റ് ബ്രോമൈഡ് അയോൺ അകത്തേക്ക് വരുന്നു, ഒരു Cl പുറത്തേക്ക് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോംപ്ലക്സ് അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Br- ആണെങ്കിൽ സെക്കൻഡ് കോംപ്ലക്സ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Cl- കിട്ടും. ബ്രോമൈഡ് അയോൺ കിട്ടിയ സ്ഥാനത്ത് ക്ലോറൈഡ് അയോൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അയോണൈസേഷൻ ഐസോമറിസിന് പോസിബിലിറ്റി ഉണ്ട്. കോംപ്ലക്സസ് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ദേ ഗിവ് ഡിഫറെൻറ്റ് അയോൺസ് വെൻ അയോണൈസേഷൻ. ദാറ്റ്സ് എ പോസിബിലിറ്റി. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ട്രൂ. അടുത്തത്, മെറ്റൽ ആറ്റം M ക്യാൻ ബി എനി മെറ്റൽ ഫ്രം 3D ട്രാൻസിഷൻ സീരീസ്. നോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ മെറ്റലിൻ്റെ സ്ഥാനത്ത് കോപ്പർ, സിങ്ക് തുടങ്ങിയ ആൾക്കാർക്ക് വരാൻ സാധിക്കില്ല. കോപ്പറിന് വരാൻ പറ്റില്ല, അതുപോലെ തന്നെ സിങ്കിന് വരാൻ പറ്റില്ല. കാരണം ഈ കോംപ്ലക്സിനുള്ളിലെ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഓക്സിഡേഷൻ വരുന്ന കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X +0 -2 -1 =0, X +3 ആണ്. കോപ്പറിനെയും സിങ്കിനെയും സംബന്ധിച്ച് +3 ഓക്സിഡേഷൻ നമ്പർ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ആറ്റത്തിൻ്റെ സ്ഥാനത്ത് കോപ്പറിനോ സിങ്കിനോ വരാൻ പറ്റില്ല. കോപ്പറിൻ്റെ കേസിലും സിങ്കിൻ്റെ കേസിലും +3 ഓക്സിഡേഷൻ നമ്പർ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെറ്റൽ ആറ്റത്തിൻ്റെ സ്ഥാനത്ത് കോപ്പറോ സിങ്കോ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു മെറ്റൽ ആറ്റം M ക്യാൻ ബി എനി മെറ്റൽ ഫ്രം ദ 3D സീരീസ് എന്നാണ് എഴുതിയിരിക്കുക. ദാറ്റ്സ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ്, SS bonds present in which pair of the following acids എന്നാണ് ചോദ്യം. ഇത് നമ്മുടെ പി ബ്ലോക്കിലേതാണ്. നമുക്ക് ഇവരുടെ എല്ലാ സ്ട്രക്ചർ നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവരുടെ എല്ലാ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ആദ്യത്തേത് H2S2O6 ആണ്. SS ബോണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ H2S2O6ൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സൾഫർ ബോണ്ട് ഉണ്ട്. ഇനി നമുക്ക് H2S2 ആണ്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, O6 അല്ലേ വരിക. അപ്പോൾ ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്.
ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു OH ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, H2 ഉണ്ട്, S2 ഉണ്ട്. O എത്രയുണ്ട് നോക്കിയേ, 1 2 3 4 5 6. H2S2O6. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് എന്തുണ്ട്, സൾഫർ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേത് സൾഫർ ബോണ്ട് ഉള്ള ആളെ നമുക്ക് കിട്ടി. അടുത്ത നമുക്ക് H2S2O8 ആണ്. നമുക്ക് H2S2O8ൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ സൾഫർ ഉണ്ട്, ഇവിടെ ഓക്സിജൻ സൾഫറാണ് വരിക അല്ലേ. ഇവിടെ ഓക്സിജൻ OH ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ OH ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം H2 2 ഹൈഡ്രജൻ, സൾഫർ 2 എണ്ണം, H2S2, ഓക്സിജൻ 1 2 3 4 5 6 7 8. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും സൾഫർ ബോണ്ട് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല, ഇതിൻ്റെ അകത്ത് സൾഫർ ബോണ്ട് ഇല്ല. അടുത്ത H2S2O7 ആണ്. H2S2O7ൻ്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. H2S2O7 ആകുമ്പോൾ ഇവിടെ സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, OH ഉണ്ട്, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് OH ഡബിൾ ബോണ്ട് O. ഇതാണ് H2 അല്ലേ. H2 ഉണ്ട്, പിന്നെ സൾഫർ 2 ഉണ്ട്, S2 1 2 3 4 5 6 7. H2S2O7ൻ്റെ അകത്തും സൾഫർ ബോണ്ട് ഇല്ല. ഓക്കെ, അടുത്തത് H2S2O5 ആണ്. H2S2O5ൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇവിടെ സൾഫർ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ OH ഡബിൾ ബോണ്ടോ OH വരും അല്ലേ. ഓക്കെ, ഇപ്പോൾ H2 ഉണ്ട്, S2 ഉണ്ട്, O5 1 2 3 4 5. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് സൾഫർ ബോണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും സൾഫർ ബോണ്ട് ഉണ്ട്. അപ്പോൾ 1ൻ്റെ അകത്തും 4ൻ്റെ അകത്തുമാണ് സൾഫർ ബോണ്ട് ഉള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, 1 and 4. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൗൺ റിംഗ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് NO3- അയോൺ. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ അയോൺ ഇൻ ദ കോംപ്ലക്സ് ഈസ്. കോംപ്ലക്സ് ആരാ നമുക്കറിയാലോ. കോംപ്ലക്സ് ആരാണ്? FeH2O 5 times NOSO4. ഇതല്ലേ നമ്മുടെ കോംപ്ലക്സ്. യെസ്, ഈ കോംപ്ലക്സിൻ്റെ അകത്തെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. സോ X + 0 NO + 1 ആണ്. ഇവിടെ എത്രയാ, -2 വരും, SO4 2-, ടോട്ടൽ ചാർജ് 0. അങ്ങനെയാണെങ്കിൽ X - 1 = 0, X that is equal to +1 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഇപ്പോൾ ഈ കോംപ്ലക്സ് നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇത് നൈട്രോസോണിയം ആണ്, NO+ ആണ്. ഓക്കെ, SO4 2- ആണ്. അപ്പോൾ ഇത് +1 -2 that's equal to 0, X is equal to +1 വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the IUPAC name of the isomer of CrH2O 6 times Cl3 which show maximum conductivity in aqueous solution is. coordination number of chromium is 6 വരും. മാക്സിമം കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ അത്രയും ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കോംപ്ലക്സ് അയണൈസ് ചെയ്താൽ മാക്സിമം നമ്പർ ഓഫ് അയോൺസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ഉള്ള മാക്സിമം നമ്പർ ഓഫ് അയോൺ കിട്ടുന്ന രീതിയിൽ അവരെ ഒരു കോംപ്ലക്സ് ആക്കി മാറ്റിയാൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന ക്രോമിയം H2O 6 പേരെയും നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ ഇട്ടേക്കുക. ഇപ്പം തന്നെ കോർഡിനേഷൻ നമ്പർ 6 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോറിൻ 3 പേരെയും പുറത്ത് എഴുതാൻ മാത്രമേ സാധിക്കൂ, കാരണം കോർഡിനേഷൻ നമ്പർ 6 വേണമെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അയണൈസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CrH2O 6 times കിട്ടും, 3 + 3Cl- കിട്ടും. മാക്സിമം നമ്പർ ഓഫ് അയോൺസ് ആണ്. ടോട്ടൽ 4 അയോൺസ് കിട്ടും. ഇത് മൊത്തത്തിൽ ഒരു അയോൺ ആണ്. പിന്നെ ഒരു 3 Cl- ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് 4 കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം കണ്ടക്ടിവിറ്റി ഉണ്ടാവും. മാക്സിമം കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് അയോൺസ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ IUPAC നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുക. ഇതൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്. ഇതിനകത്ത് കാറ്റിയോൺ ഉണ്ട്, ആനിയോൺ ഉണ്ട്. IUPAC നെയിം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കാറ്റിയോൺ ആണ് നെയിം ചെയ്യേണ്ടത്. ഇവിടെ കാറ്റിയോൺ കോംപ്ലക്സ് ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ലിഗാൻഡ് വേണം ഫസ്റ്റ് നെയിം ചെയ്യാൻ. H2O ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതിൻ്റെ പേര് വരുന്നത് അക്വ എന്നാണ്. 6 പേരുള്ളത് കൊണ്ട് ഹെക്സ അക്വ എന്ന് വേണം വിളിക്കാൻ. ഹെക്സ അക്വ. പോസിറ്റീവ് ചാർജുള്ള കോംപ്ലക്സ് ആയതുകൊണ്ട് സെൻട്രൽ ആറ്റത്തിൻ്റെ കൂടെ നോ സ്പെഷ്യൽ എൻഡിങ്, ജസ്റ്റ് ക്രോമിയം എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോ ഹെക്സ അക്വ ക്രോമിയം. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? X + 0 that is equal to +3, X is equal to +3 ആണ്. നമ്മൾ റോമൻ ലെറ്റർ ഉപയോഗിച്ച് ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഹെക്സ അക്വ ക്രോമിയം 3. കാറ്റോൺ കഴിഞ്ഞു. ദെൻ ആനിയോൺ. ആനിയോൺ ക്ലോറൈഡ് ആണ്, ക്ലോറൈഡ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഹെക്സ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് എന്ന് വരും. ഹെക്സ അക്വ ക്രോമിയം 3 ക്ലോറൈഡ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, ഹെക്സ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് എന്ന് വരും.
അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന 3 എന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ക്ലോറൈഡ് പറ്റൂ, ട്രൈ ക്ലോറൈഡ് ഒന്നും വരില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ ക്വാളിറ്റേറ്റീവ് അനലൈസിസ് ഓഫ് SO3 - using dilute H2SO4, sulfur dioxide gas is evolved which turn K2Cr2O7 solution acidified with a dilute H2SO4. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. K2Cr2O7 സൾഫർ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് K2Cr2O7 Cr2O7 2- എന്ന് എഴുതട്ടെ, Cr2O7 2- എന്ന് എഴുതാം. അസിഡിഫൈ ചെയ്യുന്നുണ്ട്, H+ൻ്റെ പ്രസൻസിലാണ്. തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്നത് ഇത് ക്രോമിയം 3+ ആയിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന SO4 2- നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിൽ ക്രോമിയം 3+ ആണ്. ക്രോമിയം 3+ൻ്റെ കളർ വരുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീൻ, ക്രോമിയം 3+ ഗ്രീൻ കളർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, ഗ്രീൻ കളർ. ഓക്കെ, SO2 + Cr2O7 2-, K2Cr2O7 പകരം Cr2O7 2-. ഇൻ അസിഡിക് മീഡിയം Cr3+ + SO4 2-. ക്രോമിയം 3+ അതിൻ്റെ കളർ വരുന്നത് ഗ്രീൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ്. A group 13 element X react with a chlorine gas to produce a compound XCl3. The XCl3 is electron deficient and easily react with NH3 to form ClX3 NH3 adduct. However, XCl3 does not dimerize. X is എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് ബോറോണെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ബോറോണെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് 13 എലമെന്റ് എക്സ് ബോറോൺ ആക്കി, ബോറോൺ റിയാക്ട് വിത്ത് ക്ലോറിൻ ഗ്യാസ് ടു പ്രൊഡ്യൂസ് എ കോമ്പൗണ്ട് BCl3. തീർച്ചയായിട്ടും ഫോം ചെയ്യും, BCl3 ഫോം ചെയ്യും. യെസ്, BCl3 ഫോം ചെയ്യും. ദ XCl3 ഇസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. തീർച്ചയായിട്ടും BCl3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, കാരണം അതിൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റഡ് അല്ല. ഇവിടെ 2 ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി അതിനുണ്ട്. യെസ്, 2 ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഇവിടെയുണ്ട്. ഇപ്പോൾ ടോട്ടൽ 1 2 3 4 5 6 8 ആയിട്ടില്ല. ഒക്ടേറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ 2 ഇലക്ട്രോണും കൂടെ വേണം. അപ്പോൾ 2 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ദ XCl3 ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ആൻഡ് ഈസിലി റിയാക്ട് വിത്ത് NH3 ടു ഫോം. തീർച്ചയായിട്ടും, കാരണം NH3 എന്ന് പറയുന്നത് ഒരു ലൂവീസ് ബേസ് ആണ്. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ഇവർക്ക് തമ്മിൽ ഒരു അഡക്റ്റ് ഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. However, XCl3 does not dimerize. ഡൈമറൈസേഷൻ നടക്കില്ല, കാരണം ബോറോൺ ഒരു സ്മോൾ ആറ്റമാണ്. അതുകൊണ്ട് തന്നെ ഡൈമറൈസേഷൻ ഇമ്പോസിബിൾ ആണ്. സോ നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്ത് വരേണ്ട ആളാരാന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, ബോറോൺ. ഓക്കെ, ഡൈമറൈസേഷൻ നടക്കില്ല. AlCl3യുടെ ഒക്കെ കേസിൽ ഡൈമറൈസേഷൻ നടക്കും. Al2Cl6 എന്ന് പറയുന്ന ഡൈമറൈസേഷൻ പോസിബിൾ ആണ്, പക്ഷേ ബോറോണിൻ്റെ കേസിൽ അത് നടക്കില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, യെസ്. നെക്സ്റ്റ്. CCl4 does not undergo hydrolysis, but SiCl4 is readily hydrolyzed because. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, കാർബൺ cannot expand its octet but silicon can expand. That's the correct answer. കാരണം കാർബണിൻ്റെ കേസിൽ നമുക്കറിയാം വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആരും തന്നെ ഇല്ല, പക്ഷേ സിലിക്കൻ്റെ ആയിട്ട് വേക്കൻ്റ് ആയിട്ടുള്ള D ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്ടറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും? സിലിക്കണെ കൊണ്ട് പറ്റും. കാർബണിൻ്റെ കേസിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഇല്ല, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് അതിനകത്ത് സോല്യബിൾ ആയിട്ട് മാറാനുള്ള അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ സിലിക്കൻ്റെ അകത്ത് വേക്കൻ്റ് ആയിട്ടുള്ള D ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനും ഹൈഡ്രോളിസിസ് നടക്കാനുമുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേക്കൻ്റ് D ഓർബിറ്റൽസ്. കാർബണിൻ്റെ കേസിൽ അതില്ല, സിലിക്കണ് വേക്കൻ്റ് D ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് SiCl4 റെഡിലി ഹൈഡ്രോളിസിസ് സംഭവിക്കുക, CCl4 സംഭവിക്കാത്തതും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, ഡ്യൂ ടു ദ വേക്കൻ്റ് D ഓർബിറ്റൽസ് ഓഫ് സിലിക്കൺ. കാർബണിൻ്റെ കേസിൽ അതില്ല, സിലിക്കൻ്റെ കേസിൽ വേക്കൻ്റ് ആയിട്ടുള്ള D ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഹയസ്റ്റ് ഫോർ. നമുക്കറിയാം അയണൈസേഷൻ എൻതാൽപ്പി ഒത്തിരിയേറെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേരി ചെയ്തേക്കാം. ഒരാൾക്ക് നിലവിൽ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ, അത് ഹൈലി സ്റ്റേബിൾ ആണെങ്കിൽ, അത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. അത്തരം സിറ്റുവേഷൻസിൽ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായിരിക്കും. നിങ്ങളിവിടെ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ Mn2+ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ് Mn2+ൻ്റെ സ്പെഷ്യാലിറ്റി? മാംഗനീസിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s2 ആണ്. 3d5 4s2 ആണ്. സോ മാംഗനീസ് 2+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d5 ആണ്. 3d5 4s0. ഇതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് D ഓർബിറ്റലാണ്. ഹാഫ് ഫിൽഡ് D ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്.
ഇതിനാൽ തന്നെ ഇതിൽ നിന്ന് ഇനിയും ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. ഇപ്പോൾ വനേഡിയം 2+ കേസിലോ ക്രോമിയം 2+ കേസിലോ Fe2+ കേസിലോ ഇത്തരം ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റലുള്ള Mn2+ കേസിൽ അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. Mn2+ അത് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റലുണ്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇനി ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ സ്റ്റെബിലിറ്റി പോകും, അതുകൊണ്ട് ഇലക്ട്രോണെ കൊടുക്കുകയില്ല. സോ അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായിരിക്കും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, അടുത്തത് Mn2O7 ഈസ് നോട്ട്. Mn2O7 ആരാ? ഗ്രീൻ കോവലന്റ് ഓയിലാണ്. Mn2O7 ഈസ് എ ഗ്രീൻ കോവലന്റ് ഓയിൽ. ഓക്കെ, ഇതിനകത്ത് ഗ്രീൻ ഇൻ കളർ, ദാറ്റ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻ അയോണിക് കോമ്പൗണ്ട് നോ. Mn2O7 ഈസ് എ ഗ്രീൻ കോവലന്റ് ഓയിലാണ്, ദാറ്റ്സ് നോട്ട് ആൻ അയോണിക് കോമ്പൗണ്ട്. അപ്പോൾ നോട്ട് ആൻ അയോണിക് കോമ്പൗണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. കോവലൻ്റ് കോമ്പൗണ്ട് ആണ്, ഗ്രീൻ കോവലൻ്റ് ഓയിലാണ്. ആൻഡ് അസിഡിക് ഓക്സൈഡ് ആണ്. യെസ്, കാരണം അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വളരെ കൂടുതലാണ്. ഓക്സിഡേഷൻ നമ്പർ മാംഗനീസിൻ്റെ ഓൾമോസ്റ്റ് +7 വരും. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. തീർച്ചയായിട്ടും അതൊരു അസിഡിക് ഓക്സൈഡ് ആണ്. കാരണം നമ്മളറിയാം ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഓക്സൈഡുകളുടെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. Mn2O7 ഗ്രീൻ കോവലൻ്റ് ഓയിലാണ്, ദാറ്റ്സ് ആൻ അസിഡിക് ഓക്സൈഡ് ആണ്, ദാറ്റ്സ് നോട്ട് ആൻ അയോണിക് കോമ്പൗണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, യെസ്. നെക്സ്റ്റ്, acidified potassium permanganate oxidize hydrogen sulfide 2. ഓക്കെ, ഹൈഡ്രജൻ സൾഫൈഡ് 2 എന്നാണ് അല്ലേ. അപ്പോൾ H2S പ്ലസ് MnO4 മൈനസ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്നത് സൾഫർ കിട്ടും, Mn2+ കിട്ടും, H2O കിട്ടും. യെസ്, H2Sനെ ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി സൾഫൈഡ് ആണുള്ളത്. H2Sൻ്റെ അത് സൾഫറൈസ്ഡ് 2- ആണ്, അത് സൾഫൈഡ് ആണ്. സൾഫൈഡിനെ സൾഫർ ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക. നമ്മൾ ഡി ആൻഡ് ഫ്ലോക്ക് എലമെൻസിൽ പഠിക്കുന്ന അതേ റിയാക്ഷൻ തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, സൾഫൈഡ് ടു സൾഫർ. H2Sൻ്റെ അകത്തുള്ളത് സൾഫൈഡ് അയോണാണ്, സൾഫൈഡിനെ സൾഫർ ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക. അസിഡിഫൈഡ് KMnO4. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dilute HCl is precipitating reagent for the cation. ഓക്കെ, ഡൈല്യൂട്ട് HClൻ്റെ കേസിൽ ഡൈല്യൂട്ട് HCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്ന് Pb2+ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? മറ്റൊന്ന് Hg2+ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? Ag+ ഉണ്ട്. ഇത്രയും ആൾക്കാരല്ലേ ഡൈല്യൂട്ട് HCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക ഗ്രൂപ്പ് 1 കാറ്റയോൺസ്. Pb2+, Hg2+ കേട്ടോ, Hg2+ Ag+. ഇതിനകത്ത് ആരുണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. ആരാളുള്ള? Pb2+ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, Pb2+. ക്രോമിയം 3+ ഇല്ല, കോപ്പർ 2+ ഇല്ല, ആർസനിക് 3+ ഇല്ല. Pb2+, Hg2+, Ag+, ഇവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം? ആദ്യം തന്നിരിക്കുന്നത് ഈ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൻ്റെ ഒക്കെ കേസിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് എങ്കിലും ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് എങ്കിലും സാധാരണഗതിയിൽ ഉണ്ടാകണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് CrNS3 5 times Cl(Cl2) അതിൻ്റെ എല്ലാം മോണോഡൈനൽ ലിഗാൻഡ്സ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ പ്ലെയിനം സിമെട്രി ഉണ്ടാകും, അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണാൻ പറ്റില്ല. അടുത്തത് CrGly 3 times ആണ്, ഗ്ലൈസീനേറ്റ് അയോൺ 3 times ആണ്. ഈ ഒരു കോംപ്ലക്സിനെ സംബന്ധിച്ച് CrGly 3 times ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത് ദിസ് ഇസ് എ മെറ്റൽ ആറ്റം, ദിസ് ഇസ് എ ബൈഡെൻഡൽ ലിഗാൻഡ്, സിമെട്രിക്കൽ ബൈഡെൻഡൽ ലിഗാൻഡ് AA ട്രൈസ് ആണ്. MAA ട്രൈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അതിൻ്റെ മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, ഒപ്റ്റിക്കൽ ഐസോമറിസവും പോസിബിൾ ആണ്. സോ ദാറ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് സിസ് CrH2O 2 times, NS3 4 times, Cl3. സിസ് ഫോമിൻ്റെ അകത്തെല്ലാം തീർച്ചയായിട്ടും പ്ലെയിൻ സിസ് ആണ്. ഓക്കെ, സിസ് ആണ്. സിസിൻ്റെ അകത്ത് ഇതിനകത്ത് നോക്കിയാൽ എല്ലാം മോണോഡൈനൽ ലിഗാൻഡ് മാത്രമല്ലേ ഉള്ളൂ. CrH2O 2 times, NS3 4 times, Cl3 പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമറിസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, അടുത്തത് ട്രാൻസ് ആണ്. CrH2O 2 times, NS3 4 times, Cl3 അതിൻ്റെ അകത്ത് എല്ലാം മോണോഡൈനൽ ലിഗാൻഡ്സ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് ആണ്, അതിന് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അടുത്ത തന്നിരിക്കുന്നത് സിസ് CO എത്തിലീൻ ഡയാമീൻ ട്വൈസ് Cl2 Cl. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് CO എത്തിലീൻ ഡയാമീൻ ബൈഡെൻഡൽ ലിഗാൻഡ് ഉണ്ട്,
ട്വൈസ് Cl2 Cl ആണ് തന്നിരിക്കുക. അതിൻ്റെ സിസ് ഫോം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത് ദിസ് ഇസ് എ മെറ്റൽ ആറ്റം, ദിസ് ഇസ് എ ബൈഡൻറ്റൈൽ ലിഗാൻഡ് MAA ട്വൈസ് ദെൻ MAA ട്വൈസ് B2. MAA ട്വൈസിൻ്റെ അകത്ത് സിസും ട്രാൻസും എഴുതാൻ സാധിക്കും. അതിൻ്റെ ട്രാൻസിൻ്റെ അകത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ബട്ട് സിസിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ തന്നിരിക്കുന്നത് ട്രാൻസ് ആണ്. ഇതേ സെയിം കോംപ്ലക്സ് തന്നെയാണ്, ട്രാൻസ്ഫോം ആണ്. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഒപ്റ്റിക്കൽ ഐസോമെറിസം അത് എക്സിബിറ്റ് ചെയ്യില്ല. ഓക്കെ, അടുത്തത് സിങ്ക് ഗ്ലൈസിനേറ്റ് ആണ്. സിങ്ക് GLY ട്വൈസ് ആണ്. യെസ്, ദിസ് ഇസ് എ മെറ്റൽ ആറ്റം, ദിസ് ഇസ് എ ബൈഡൻറ്റൈൽ ലിഗാൻഡ് AA ട്വൈസ് ആണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തും ഒപ്റ്റിക്കൽ ഐസോമെറിസം പോസിബിൾ തന്നെയാണ്. ഓക്കെ, അത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. തീർച്ചയായിട്ടും അതും ഒപ്റ്റിക്കൽ ഐസോമെറിസം പോസിബിൾ ആണ്. സോ ഒപ്റ്റിക്കൽ ഐസോമെറിസം പോസിബിൾ ആയിട്ടുള്ളത് ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ഷോ ഒപ്റ്റിക്കൽ ഐസോമെറിസം? 1, 2, 3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 3. ഓക്കെ, ഈ 3 പേര് മാത്രമാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമെറിസം തരിക. ബാക്കി ആരും തന്നെ ഒപ്റ്റിക്കൽ ആക്റ്റീവോ ഒപ്റ്റിക്കൽ ഐസോമെറിസം തരികയോ ഇല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേറ്റ്സ് ഓഫ് ദ കോമ്പൗണ്ട് PT, പിന്നെ പിരിഡീൻ ഉണ്ട്, NS3 ഉണ്ട്, NO2 ഉണ്ട്, Cl ഉണ്ട്, Br ഉണ്ട്, I ഉണ്ട് പ്ലസ് ദ എക്സ് ഈസ് എക്സ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് x/5 എന്നാണ് ചോദ്യം. നമുക്ക് തിയററ്റിക്കലി മാത്രമേ പറയാൻ പറ്റൂ. ഇതെല്ലാം സ്ട്രക്ചർ എല്ലാം നമുക്ക് എഴുതാനോ വരയ്ക്കാനോ ഒന്നും പറ്റില്ല. തിയററ്റിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് 6C2 എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് വരിക. അതിലേക്കൊന്നും പോകണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാറ്റിനം PY ഉണ്ട്, NH3 ഉണ്ട്, NO2 ഉണ്ട്, Cl ഉണ്ട്, Br ഉണ്ട്, I ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ മെറ്റൽ ആറ്റം, ദിസ് ഇസ് എ മോണോഡൈനൽ ലിഗാൻഡ് A, ദിസ് ഇസ് അനദർ B, ദിസ് ഇസ് C, ദിസ് ഇസ് D, ദിസ് ഇസ് E ആൻഡ് ദിസ് ഇസ് F. ഇപ്പോൾ ഇത് കോർഡിനേഷൻ എത്ര വരിക? 1, 2, 3, 4, 5, 6 ആണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. MABCDEF വരുന്നു, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ടോട്ടൽ ജോമെട്രിക്കൽ ഐസോമെറിസം വരുന്നത് സ്റ്റീരിയോയ്ക്കകത്ത് ജോമെട്രിക്കൽ ഒപ്റ്റിക്കൽ വരും. ഇതിൻ്റെ അകത്ത് ടോട്ടൽ ജോമെട്രിക്കൽ ഐസോമെറിസം എത്ര വരിക? ജോമെട്രിക്കൽ ദാറ്റ്സ് ഈക്വൽ ടു 15 വരും. ഈ 15ഉം ഒപ്റ്റിക്കൽ ആക്റ്റീവ് തന്നെയാണ്. 15ഉം ഒപ്റ്റിക്കൽ ആക്റ്റീവ് തന്നെയാണ്. അതിൻ്റെ അകത്തെല്ലാം പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമെറിസം ടോട്ടൽ 15 വരും. ഈ ജോമെട്രിക്കലും ഒപ്റ്റിക്കലും കൊണ്ട് ചേരുന്നതാണല്ലോ ടോട്ടൽ സ്റ്റീരിയോ എന്ന് പറയാം. സോ സ്റ്റീരിയോ ഐസോമെറം സ്റ്റീരിയോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 + 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. ഇതിനകത്ത് നമുക്ക് എക്സ് ആണ് ടോട്ടൽ സ്റ്റീരിയോ ഐസോമേറ്റ്സ് വരിക. അതിൻ്റെ അങ്ങനെയാണെങ്കിൽ x/2 ആണ്, സോറി x/5 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ x/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30/5 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഈസ് 6 വരും. ഇതിൻ്റെ ഫോർമാറ്റ് വരുന്ന MABCDEF ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേറ്റ്സ് 15 എഴുതാം. അതുപോലെ തന്നെ എല്ലാവരും ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്. 15 ഒപ്റ്റിക്കൽ ഐസോമേറ്റ്സ് ഉണ്ട്. ജോമെട്രിക്കൽ ഒപ്റ്റിക്കലും കൂടെ ചേരുന്നതാണ് ടോട്ടൽ സ്റ്റീരിയോ ഐസോമേറ്റ്സ്. ടോട്ടൽ 30 സ്റ്റീരിയോ ഐസോമേറ്റ്സ് വരും. സോ x/5 ദാറ്റ്സ് ഈക്വൽ ടു 30/5 6 ആണ് ആൻസർ വരിക. സോ കറക്റ്റ് ആൻസർ ഈസ് 6. ഓക്കെ, യെസ്. നെക്സ്റ്റ്, what is the maximum density of the given ligand L with a single metal ion? ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഡോണർ സൈറ്റ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഈ O- ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അകത്തിൽ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. അത് മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ഈ O- ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, അത് മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരേ സമയം ഈ 4 സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മെറ്റൽ ആറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഡെൻസിറ്റി വരുന്നത് 4 ആണ്. ഡെൻസിറ്റി 4 വരും. Density. What is the maximum density of the given ligand L with the സിംഗിൾ മെറ്റൽ ആറ്റം? ഇതിൻ്റെ സെൻറ്ററിൽ ഒരു മെറ്റൽ ആറ്റം വരികയാണെങ്കിൽ ആ മെറ്റൽ ആറ്റത്തിലേക്ക് ഇതിന് ഈ 4 സൈറ്റുകൾ ഉപയോഗിച്ച് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഏതൊക്കെയാണ്? ഇത്തൽ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ ഇത്തൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രീ ഉണ്ട്, ഇവിടെയുണ്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, നൈട്രജൻ രണ്ടും ഓരോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ഉണ്ട്. ഇത് മെറ്റൽ ആറ്റത്തിലേക്ക് ഷെയർ ചെയ്യാം. 4 സൈറ്റുകൾ ഉപയോഗിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും. അതൊരു ടെട്രാഡെൻഡൽ ലിഗാൻഡ് ആണ്. സോ ആൻസർ 4 വരും. ഓക്കെ, യെസ്. Next one. Out of the given aqueous ion, find the number of ions which produce precipitate with dilute HCl and HCl plus H2S. അപ്പോൾ ഗ്രൂപ്പ് 2 കാറ്റോണിൽ ഡൈല്യൂട്ട് HCl പ്ലസ് H2S ആരൊക്കെയാണ് ഉള്ളത്? ഡൈല്യൂട്ട് HCl പ്ലസ് H2S നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഔട്ട് ഓഫ് ദ ഗിവൺ അക്വസ് അയോൺ ഫൈൻഡ് ദ നമ്പർ ഓഫ് അയോൺസ് വിച്ച് പ്രൊഡ്യൂസ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നവരാ Pb2+ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. പിന്നെ ആരുള്ളത്? നമ്മുടെ കാൽഷ്യം 2+ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും.
Fe3 പ്ലസ് ഇല്ല, സിങ്ക് 2 പ്ലസ് ഇല്ല, കോപ്പർ 2 പ്ലസ് ഇല്ല, അലുമിനിയം 3 പ്ലസ് ഇല്ല, NH4 പ്ലസ് ഇല്ല, ആർസെനിക് 3 പ്ലസ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഈ 3 പേര് മാത്രമാണ് നമ്മുടെ ഡൈല്യൂട്ട് HCl പ്ലസ് H2SO ആയിട്ട് കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നത്. ഒന്ന് Pb2 പ്ലസ്, മറ്റൊന്ന് കാൽഷ്യം 2 പ്ലസ്, മറ്റൊന്ന് ആർസെനിക് 3 പ്ലസ് ഉണ്ട് അല്ല ഗ്രൂപ്പ് 2 കാറ്റയോൺസിൽ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ 3 പേരേ ഉള്ളൂ. സോ ഔട്ട് ഓഫ് ദ ഗിവൺ അക്വസ്റ്റൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് അയോൺസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെയും 3 തന്നെയാണ് നമ്മുടെ ആൻസർ വരിക. 3. ഈ 3 പേര് മാത്രമാണ് HCl പ്ലസ് H2SO പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക. പ്രാക്ടിക്കൽ കെമിസ്ട്രി നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പ്രസിപ്പിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് 3 വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ്. In the structure of H4P2O7, the number of POP linkage is X. Number of POH bond is Y. And number of P double bond O bond is Z. The value of X plus Y square plus Z is ആണ് ചോദ്യം. സ്ട്രക്ചർ വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. H4P2O7 ആണ് വരിക. സോ POP ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു OH ഉണ്ട്, ഡബിൾ ബോണ്ട് O വരും. പിന്നെ ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും H4 ആണല്ലോ, സോറി H4 ആകുമ്പോൾ 2 POH വരും. യെസ്, H4 H4P2O7 ആണ്. H4 ഇല്ലേ 1 2 3 4, P2 ഉണ്ട്, O7 ഉണ്ടോ നോക്കിയേ 1 2 3 4 5 6 7. ഓക്കെ, ഇതാണ് എൻ്റെ സ്ട്രക്ചർ വരിക. ഇതിനകത്ത് ദ നമ്പർ ഓഫ് POP ലിങ്കേജ് ഈസ് X. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരിക? POP ലിങ്കേജ് എത്രയുണ്ട്? POP ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരെണ്ണം. നമ്പർ ഓഫ് POH ബോണ്ട് ഈസ് Y. POH ബോണ്ട് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ വൈയുടെ വാല്യൂ വരുന്നത് 4 വരും. ഓക്കെ, ഇത് 1 2 3 4. ഓക്കെ, P ഡബിൾ ബോണ്ട് ഓഫ് ബോണ്ട് ഈസ് Z. P ഡബിൾ ബോണ്ട് ഓഫ് ബോണ്ട് വരുന്നത് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ വരുന്നത് 2 വരും. ഇസഡിൻ്റെ വാല്യൂ 2 വരും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ്. എക്സ് എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ, പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1 പ്ലസ് 16 പ്ലസ് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 19 എന്ന് ആൻസർ വരും. ഓക്കെ, 19. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 19. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് ഇക്വലൻ്റ് ClO bonds having the same bond length in Cl2O7 is X. And the maximum number of equivalent CRO bonds in CRO5 is Y. Then X plus Y by 2. Structure വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യത്തേത് Cl2O7. Cl2O7ൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇവിടെ ക്ലോറിൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇവിടെ എല്ലാം ഡബിൾ ബോണ്ട് ഓക്സിജൻ വരും. Cl2O7. മാക്സിമം നമ്പർ ഓഫ് ഇക്വലൻ്റ് ClO ബോണ്ട്. ഈ ClO ബോണ്ട് എന്ന് പറയുമ്പോൾ ഇക്വലൻ്റ് ആയിട്ടുള്ളവരെ വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ. ഇതും ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിയാണേ, ഇത് 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 അതുപോലെ തന്നെ ഈ 3 പേരും ഈ ടെർമിനലിലേക്ക് നിൽക്കുന്ന ഈ മൂന്ന് പേരും ടോട്ടൽ 6 പേര് ഇക്വലൻ്റ് ബോണ്ട്സ് ആണ് അല്ലേ. ഇത് ഈ ഒരു ബ്രിഡ്ജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ബോണ്ടും ഇക്വലൻ്റ് ബോണ്ടാണ്. അപ്പോൾ അതിൽ മാക്സിമം നമ്പറുള്ള ഇക്വലൻ്റ് ബോണ്ട് ഏതാ ഉള്ളത്? ഈ ഡബിൾ ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണ്ടുകളാണ് മാക്സിമം നമ്പറുള്ള ഇക്വലൻ്റ് ബോണ്ട് വരിക. ഓക്കെ, ഇത് 2 എണ്ണേ ഉള്ളൂ, മറ്റേത് 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് ഇക്വലൻ്റ് ബോണ്ട് അഥവാ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരിക? 6 ആണ് വരിക. 6 വരും. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഇക്വലൻ്റ് ബോണ്ടാണ് വരുന്നത്. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6 എല്ലാം ഒരേപോലെയുള്ള ബോണ്ടുകളാണ്. തീർച്ചയായിട്ടും ഒരു ഇക്വലൻ്റ് ബോണ്ടാണ്. മാക്സിമം നമ്പർ അതിനകത്ത് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അടുത്ത CrO5 ആണ്. CrO5ൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം. അത് ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആണല്ലോ വരിക. CrO5 ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ്. ഇവിടെ ക്രോമിയം ഉണ്ട്. ഇതല്ലേ നമ്മുടെ CrO5ൻ്റെ സ്ട്രക്ചർ വരിക. യെസ്, ഇതാണ് നമ്മുടെ CrO5ൻ്റെ സ്ട്രക്ചർ വരിക. ഇതിൻ്റെ അകത്ത് ഇക്വലൻ്റ് ആയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് ഇക്വലൻ്റ് ബോണ്ട് എന്ന് പറയുമ്പം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ആ 4 പേര് ഇക്വലൻ്റ് ബോണ്ടാണ്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ വേറൊരു ബോണ്ട് നമുക്ക് എടുക്കാനില്ല. ഇതുകൂട്ടുള്ളത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്പറുള്ള ഇക്വലൻ്റ് ബോണ്ട് വരുന്നത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അത് എത്രയെന്ന് എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് Y ദാറ്റ് ഈസ് ഈക്വൽ എത്രയെന്ന് എടുക്കണം? 4 എന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ 2 കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. സോ എക്സ് പ്ലസ് വൈ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 4 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 5. ഓക്കെ, യെസ്. മാക്സിമം നമ്പർ ഉള്ളത് മാത്രം കൗണ്ട് ചെയ്താൽ മതി കേട്ടോ, ഇക്വലൻ്റ് ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ്. EDTA4- is ethylene diamine tetraacetate ion.
the total number of NCOO bond angle in COEDTA minus complex ion is. സ്ട്രക്ചർ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. ഇവിടുത്തെ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. EDT എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഡൈഅമീൻ ടെട്രാസെറ്റേറ്റും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് വരച്ച് തുടങ്ങുകയാണേ. നമുക്ക് വേറൊരു കളർ എടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ, എത്തിലീൻ CS2 ഡൈഅമീൻ. ഓക്കെ, ഡൈഅമീൻ. 2 നൈട്രജൻ ലോൺ പെയറുണ്ട്, 2 പേരും ഡോണർ സൈറ്റ് ആണ്. ഇനി ഓരോ നൈട്രജനിൽ 2 അസറ്റേറ്റ് ഗ്രൂപ്പ് വീതമുണ്ട്. CH2 C ഡബിൾ ബോണ്ടോ O മൈനസ് ഒരു ഡോണർ സൈറ്റ് ആണ്, ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യും. രണ്ടാമത്തെ അസറ്റേറ്റ് ഗ്രൂപ്പ് തരുന്നുണ്ട്. CH2 C ഡബിൾ ബോണ്ടോ O മൈനസ് അടുത്ത ഡോണർ സൈറ്റ് ആണ്, അടുത്ത ബോണ്ട് ഫോം ചെയ്യും. ഇതിലുണ്ട് 2 അസറ്റേറ്റ് ഗ്രൂപ്പ്. CH2 C ഡബിൾ ബോണ്ടോ O മൈനസ് ഡോണർ സൈറ്റ് ആണ്, ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യും. അടുത്തത് ഒരു അസറ്റേറ്റ് ഗ്രൂപ്പ് കൂടിയുണ്ട്. CH2 C ഡബിൾ ബോണ്ടോ O മൈനസ് ഡോണർ സൈറ്റ് ആണ്, ഇതും മെറ്റലിലേക്ക് ബോണ്ട് ചെയ്യും. ഇതാണ് എൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ വരിക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് NCOO ബോണ്ട് ആംഗിൾ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ നൈട്രജനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. NCOO ഒരു ബോണ്ട് ആംഗിൾ ഇതാണ്. ഇനി ഇതേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് സെക്കൻഡ് ബോണ്ട് ആംഗിളാണ്. ഇതേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. NCOO തേർഡ് ബോണ്ട് ആംഗിൾ കിട്ടും. NCOO ഫോർത്ത് ബോണ്ട് ആംഗിൾ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു നൈട്രജനിൽ തന്നെ 4 NCOO ബോണ്ട് ആംഗിൾ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ താഴെയുള്ള നൈട്രജനിൽ നിന്നും 4 NCOO ബോണ്ട് ആംഗിൾ കിട്ടുമല്ലോ. ഇത് NCOO 1, അതേപോലെ തന്നെ NCOO 2, അടുത്തത് NCOO 3, NCOO 4. അപ്പോൾ ടോട്ടൽ എത്ര NCOO ബോണ്ട് ആംഗിൾ ഉണ്ട്? ഇങ്ങനെ വരച്ചാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കോ. നമുക്കറിയാം ഈ ടോപ്പിൽ നിൽക്കുന്ന നൈട്രജനിൽ നിന്ന് നമുക്ക് ഒരു ബോണ്ട് ആംഗിൾ വരുന്നത് ഇത് 1, ഇതേപോലെ തന്നെ ഇത് 2, ഇത് അടുത്തത് 3, ഇതേപോലെ അടുത്തത് താഴേക്ക് 4. ഇതേ സെയിം 4 NCOO ബോണ്ട് ആംഗിൾ താഴത്തെ നൈട്രജനിൽ നിന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് NCOO ബോണ്ട് ആംഗിൾ 8 വരും. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് 8 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, 8. അടുത്തത് ദ സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സൾഫർ ആറ്റം ഇൻ മാർഷൽസ് ആസിഡ് ഈസ് X ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സൾഫർ ആറ്റം ഇൻ കാരോസ് ആസിഡ് ഈസ് Y പെർ മോളിക്യൂൾ ഓഫ് ഈച്ച് ആസിഡ് ദെൻ X പ്ലസ് Y ഈസ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മാർഷൽസ് ആസിഡ് ജസ്റ്റ് സ്ട്രക്ചർ വരയ്ക്കാം. ഡൈപെറോക്സോ സൾഫ്യൂരിക് ആസിഡ് അല്ലേ. അപ്പോൾ S ഡബിൾ ബോണ്ടോ, ഇവിടെ പെറോക്സൈഡ് വരും. H2S2O8 അല്ലേ, H2S2O8 ആണ്. ഓക്കെ, H2S2O8 ആണ്. നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. ഇവിടെ സൾഫർ, ഓക്സിജന് സൾഫർ വരും. ഇവിടെ നമുക്കൊരു OH ഗ്രൂപ്പ് ഉണ്ട്. ബാക്കി 2 നമുക്ക് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ടോ കൊടുക്കാം അല്ലേ. ഓക്കെ, ഇവിടെ ഒരു OH ഗ്രൂപ്പ്, ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ, ഇവിടെ നമുക്കൊരു OH ഗ്രൂപ്പ്, ഡബിൾ ബോണ്ടോ. ഇതല്ലേ നമ്മുടെ H2S2O8 എന്ന് പറയുന്ന മാർഷൽസ് ആസിഡ്. S. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, H2, സൾഫർ 2 എണ്ണം ഉണ്ട്, S2, ഓക്സിജൻ വരുന്നത് 1 2 3 4 5 6 7 8 വരും. ഓക്കെ, H2S2O8. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 സൾഫറിൻ്റെ ഓക്സിഡേഷൻ പേര് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഫസ്റ്റ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ പേര് വരുന്നത് നമുക്ക് ഇത് X എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് എത്രയാണ് വരിക? -2 വരും, ഇത് -1 വരും, ഇത് -2 വരും, ഇത് -1 കാരണം പെറോക്സൈഡാണ്. അപ്പോൾ X -6 അല്ലേ വരിക? 2 4 5 6 -6 ദാറ്റ്സ് ഈക്വൽ ടു 0, X ദാറ്റ് ഈസ് ഈക്വൽ ടു +6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ സൾഫറിൻ്റെ ഓക്സിഡേഷൻ പേര് +6 ആണ്. ഇതേപോലെ തന്നെയല്ലേ ഈ സൾഫറിൻ്റെ ഓക്സിഡേഷൻ പേര് +6 തന്നെയല്ലേ, കാരണം ഇത് -1 ആണ്, ഇത് -2 ആണ്, ഇത് -1 ആണ്, ഇത് -2 ആണ്. അപ്പോൾ X -2 -4 -2 -3 -5 -6. അപ്പോൾ X -6 is equal to 0, X that is equal to +6 കിട്ടും. അപ്പോൾ ഈ 2 സൾഫറിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ +6 തന്നെയാണ്. ഓക്കെ, അടുത്തത് ആരാണ് നമുക്ക് വേണ്ടത്? കാരോസ് ആസിഡ് ആണ്. കാരോസ് ആസിഡ് നമുക്കിവിടെ സ്ട്രക്ചർ വരയ്ക്കാം. ഇവിടെ സൾഫർ, ഇവിടെ ഡബിൾ ബോണ്ട് OA, ഇവിടെ OH, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ OOH വരും. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ വരെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ചാർജുകൾ നോക്കിക്കേ. ഇത് -2 ആണ്,
ഇത് -1, ഇത് -2, ഇത് -1. അങ്ങനെയാണെങ്കിൽ എക്സ് -2 -3 -5 -6. എക്സ് -6 = 0, എക്സ് +6 വരും. പിന്നെ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ദ സം ഓഫ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സൾഫർ ആറ്റം ഇൻ മാർഷൽസ് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തേത് +6 ആണ്, ഇതിൻ്റെ അകത്തേതും +6 ആണ്. ആസിഡ് ഈസ് എക്സ്. അപ്പോൾ സം എടുക്കണം. ഇപ്പോൾ നമ്മുടെ മാർഷൽസ് ആസിഡിൻ്റെ അകത്തുള്ള സൾഫർ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ സൾഫർ +6 ആണ്, ഈ സൾഫറും +6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ടേക്കൺ ആസ് എക്സ്. ആൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സൾഫർ ആറ്റം ഇൻ കാരോസ് ആസിഡ് ഈസ് വൈ. അപ്പോൾ ഇതിൻ്റെ അകത്തേത് ഇതാണ് ഓക്സിഡേഷൻ പേര് വരുന്നത് വൈ. അങ്ങനെയാണെങ്കിൽ പെർ മോളിക്യൂൾ ദെൻ എക്സ് + വൈ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. എക്സ് + വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 + 6 വരും, 18. ഓക്കെ, 18 നമ്മുടെ ആൻസർ വരും. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് 18. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the number of 4f electrons in the ground state electronic configuration of gadolinium 2+ is. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ഗഡോലിനിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 4f7 5d1 6s2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗഡോലിനിയം 2+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 4f7 5d1 ആണ്. അങ്ങനെയെങ്കിൽ ദ നമ്പർ ഓഫ് 4f ഇലക്ട്രോൺസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗഡോലിനിയം 2+ ആണ്. 4f ഇലക്ട്രോൺസ് എത്ര വരും? 7. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് 7. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടോട്ടൽ ഐസോമേറ്റ്സ് ഇൻക്ലൂഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേറ്റ്സ് ആൻഡ് സ്റ്റീരിയോ ഐസോമേറ്റ്സ് ആർ പോസിബിൾ ഫോർ ദ കോംപ്ലക്സ്? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കോംപ്ലക്സ്, ഇവിടെ റോഡിയമാണ് നമ്മുടെ സെൻട്രൽ ആറ്റം വരിക. പിന്നെ എഥിലീൻ ഡയമീൻ 2 പേര് വരുന്നുണ്ട്, പിന്നെ ഒരു NO2 വരുന്നുണ്ട്, പിന്നെ ഒരു SCN വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സ്ട്രക്ചറൽ ഐസോമേറ്റ്സും സ്റ്റീരിയോ ഐസോമേറ്റ്സും എല്ലാം കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത് ദിസ് ഇസ് എ മെറ്റൽ ആറ്റം, ദിസ് ഇസ് എ ബൈഡെൻഡൈൽ ലിഗാൻഡ് AA സിമെട്രിക്കൽ 2 പേര്, മറ്റൊരു മോണോഡെൻഡൈൽ ലിഗാൻഡ് B, മറ്റൊരെണ്ണം C വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രക്ചറലും സ്റ്റീരിയോ എല്ലാം നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേറ്റ്സ് ഇൻക്ലൂഡിങ് 2 പേരെ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്നത് റോഡിയം ഈസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം. ഇവിടെ നിന്ന് എഴുതാണ് റോഡിയം ഈസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം. കോർഡിനേഷൻ നമ്പർ 6 ആണ് വരിക. സോ 1 2 3 4 5 6 വരും. എഥിലീൻ ഡയമീൻ ഒരു ബൈഡെൻഡൈൽ ലിഗാൻഡാണ് നമുക്കറിയാം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എഥിലീൻ ഡയമീൻ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യാണ്. ബൈഡെൻഡൈൽ ലിഗാൻഡ് ഒരേ സമയം 2 സൈഡിലേക്ക് അത് ബോണ്ട് ചെയ്തു, മറ്റൊരു എഥിലീൻ ഡയമീൻ. പിന്നെയുള്ളത് ഒരു NO2 ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ മറ്റൊരാൾ SCN ഉണ്ട്, തയോസയനൈറ്റ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് NO2ഉം SCNഉം ആംബിഡെൻഡൈൽ ലിഗാൻഡാണ്. ആംബിഡെൻഡൈൽ ലിഗാൻ്റെ പ്രത്യേകത അവർക്ക് 2 ഡോണർ സൈറ്റുകൾ ഉപയോഗിച്ച് ഒരേ സമയം ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇവിടെ റോഡിയം ഉണ്ട്. 1 2 3 4 5 6 വരും. NO2നെ ഇവിടെ എഥിലീൻ ഡയമീൻ പഴയ പോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെയുള്ള എഥിലീൻ ഡയമീനും അങ്ങനെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. NO2നെ ONO എന്ന് എഴുതാണ്, കാരണം അതൊരു ആംബിഡെൻഡൈൽ ലിഗാൻഡാണ്. SCN അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് NO2 ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് SCN NCS ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഐസോമർ കിട്ടും. റോഡിയം 1 2 3 4 5 6 എഥിലീൻ ഡയമീൻ ബൈഡെൻഡൈൽ ലിഗാൻഡാണ്. മറ്റൊരെണ്ണം ട്രാൻസ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. NO2 നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ താഴെ ഉണ്ടായിരുന്ന SCN NCS, കാരണം അതും ഒരു ആംബിഡെൻഡൈൽ ലിഗാൻഡാണ്. ഇനി 2 പേരെ നമുക്ക് തിരിച്ചെഴുതാം. അങ്ങനെയാണെങ്കിൽ റോഡിയം ഇവിടെയുണ്ട്. 1 2 3 4 5 6 എഥിലീൻ ഡയമീൻ, അടുത്ത എഥിലീൻ ഡയമീൻ. NO2നെ നമ്മൾ ONO എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നിരിക്കുന്ന SCN ആയിരുന്നു, അത് NCS എന്ന് എഴുതി. 2 പേരെ നമ്മൾ മാറ്റി എഴുതി. തീർന്നിട്ടില്ല. ഇതിപ്പോൾ എഥിലീൻ ഡയമീൻ നമ്മൾ ട്രാൻസ്ഫോമിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ എഥിലീൻ ഡയമീൻ നമുക്ക് സിസ് ഫോമിൽ പ്ലേസ് ചെയ്തുകൊണ്ട് 4 പേരെ കൂടെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റോഡിയം എവിടെയുണ്ട്? ഇത് 1 2 3 4 5 6. നമുക്കൊരു എഥിലീൻ ഡയമീൻ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അടുത്തൊരു എഥിലീൻ ഡയമീൻ ബൈഡെൻഡൈൽ ലിഗാൻഡാണ്. അഡ്ജസൻറ്റ് സൈറ്റുകളിലേക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് സൈറ്റിലേക്ക് മാത്രമേ ബോണ്ട് ചെയ്യൂ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു NO2 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു SCN ഉണ്ട്. ഇവിടെ അടുത്ത കേസിൽ നമുക്ക് റോഡിയം ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ 1 2 3 4 5 6 എഥിലീൻ ഡയമീൻ ബൈഡെൻഡൈൽ ലിഗാൻഡ് നമ്മൾ സിസായിട്ട് പ്ലേസ് ചെയ്യുന്നു. NO2 മാറ്റിയിട്ട് നമ്മൾ ONO എന്ന് കൊടുക്കുകയാണ്. SCN അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നു. അടുത്ത കേസിൽ നമുക്ക് റോഡിയം ഉണ്ട്. സോ 1 2 3 4 5 6 എഥിലീൻ ഡയമീൻ, അടുത്ത എഥിലീൻ ഡയമീൻ. ഇവിടെ നമ്മൾ NO2 അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഇത് NCS ആയിട്ട് മാറ്റുന്നു. അടുത്ത കേസിൽ റോഡിയം 1 2 3 4 5 6
എഥിലീൻ ഡയമീൻ, അടുത്ത എഥിലീൻ ഡയമീൻ. NO2 നമ്മൾ ON എന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ SCN നമ്മൾ NCS കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് നമുക്ക് എഴുതാൻ പറ്റുക. ഇതിനകത്ത് നിങ്ങൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ 1, 2, 3, 4 ഈ 4 ആളും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. കാരണം എൻ്റെ അടുത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല അല്ലേ. ഇതിൻ്റെ അകത്ത് ഈ 4 പേരും ഇതിപ്പോൾ ഓൾറെഡി ഡെക്സ്ട്രോ ആണെങ്കിൽ ഈ 4 പേരുടെയും ലീവോ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അത് പറ്റില്ല, കാരണം ഇതിൻ്റെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇതിൻ്റെ അതെല്ലാം പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളതുകൊണ്ട് തന്നെ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. പക്ഷേ ഈ താഴെ എഴുതിയിരിക്കുന്ന 4 ആൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അവർക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് എത്ര ഉണ്ടാവും? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, 5, 6, 7, 8. ഇതിൻ്റെ തന്നെ ലീവോ എടുക്കുമ്പോൾ ഒരെണ്ണം കൂടെ കിട്ടും, അപ്പം 9. ഇതിൻ്റേതാകുമ്പോൾ 10, ഇതിൻ്റേത് ഒരെണ്ണം എടുക്കുമ്പോൾ 11, ഇതിൻ്റെ ഒരെണ്ണം കൂടെ എടുക്കുമ്പോൾ 12 വരും. ഞാനത് വരയ്ക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം മിറർ ഇമേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അവർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്. ഇത് ഓൾറെഡി ഡെക്സ്ട്രോ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ലീവോ നമുക്ക് എഴുതാൻ പറ്റും. ഇത് ലീവോ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡെക്സ്ട്രോ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് വരുന്നത് ഇത് 1, 2, 3, 4 വരുന്നുണ്ട്, ഇത് 4, ഇത് 8, ഇതിനി ഒരു 4 പേരും കൂടെ വരും. ടോട്ടൽ 12 പേര് വരും. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് 12 ആണ് വരിക. ഓക്കെ, ഹൗ മെനി ഐസോമേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 ഐസോമേഴ്സ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് വരിക. കാരണം ഈ 4 പേരും ഒപ്റ്റിക്കലി ആക്റ്റീവ് കൂടെയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ യൂണിറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. എല്ലാം തന്നെ ഓൾമോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. NCERT ബേസ്ഡ് ആയിരുന്നു നമ്മുടെ എക്സാം. ഒന്നും തന്നെ നമ്മുടെ NCERT പുറത്തും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല സ്കോർ കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വിഷസും താങ്ക് യു സോ മച്ച്. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ലൈവ് സെക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ നിങ്ങൾക്കറിയാം യൂണിറ്റ് 2ൻ്റെ എക്സാം കഴിഞ്ഞു. അത്യാവശ്യം എളുപ്പമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, പിന്നെ എന്താണ് ഇൻഡക്ഷൻ AC, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, മാഗ്നറ്റിസം, ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ XL ഈസ് ഈക്വൽ ടു XC/2 ഈസ് ഈക്വൽ ടു R എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടി XL എന്ന് പറയുന്നത് R ആണ്, അതുപോലെ XC എന്ന് പറയുന്നത് 2R ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊരു പാരലൽ LCR സർക്യൂട്ടാണ്. ഈ പാരലൽ LCR സർക്യൂട്ടിനകത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അപ്പോൾ എപ്പോഴും പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഫോർമുല? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡ് ബൈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എടുത്താൽ മതി. അപ്പോൾ ഒരു പാരലൽ LCR സർക്യൂട്ടിനകത്ത് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും ബൈഹാർട്ടാണ്. 1/Z ഈസ് ഈക്വൽ ടു √1/R² പ്ലസ്
1/xc മൈനസ്, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് സി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1/xl മൈനസ് 1/xc ഹോൾ സ്ക്വയർ എന്നെടുക്കാം. ശരിയല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/r സ്ക്വയർ പ്ലസ്, ഇവരുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നോക്കിയേ, 1/r മൈനസ് 1/2r അല്ലേ, ദാറ്റ് ഈസ് ഹോൾ സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/r സ്ക്വയർ പ്ലസ് ഇത് 1/2r തന്നെ വരും അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പം 1/4r സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ വരിക, 4 വെച്ച് മൾട്ടിപ്ലൈ LCM എടുക്കുക, 5/4r സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് 5/2r എന്ന് വരും. ഇതാണ് നമുക്ക് 1/zൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം പീക്ക് കറണ്ട് ആണ്. സോ പീക്ക് കറണ്ട് I0 ക്യാൻ ബി റിട്ടൺ ആസ് V0 ഇൻറ്റു 1/z ആണ്. V0 ഇൻറ്റു 1/z, അപ്പോൾ ഇൻറ്റു റൂട്ട് 5 ഡിവൈഡഡ് ബൈ എത്രയുണ്ട്, 2r എന്ന് വരും അല്ലേ. ഓക്കെ, സോ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, ഉണ്ട്. റൂട്ട് 5 ഇൻറ്റു V0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എ കണ്ടക്റ്റിംഗ് വയർ ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് റെഗുലർ ഹെക്സഗൺ. ഓക്കെ, തന്നിരിക്കുന്നത് റെഗുലർ ഹെക്സഗൺ ആണ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഐഡിയ ആണല്ലേ. വിച്ച് ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻസൈഡ് ആൻ ഇമാജിനറി സർക്കിൾ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ആസ് ഷോൺ ഇൻ ഫിഗർ. എ കറണ്ട് ക്യാപിറ്റൽ I ഫ്ലോസ് ത്രൂ ദി വയർ, ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഷോർട്ട് കട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് റെഗുലർ ഷേപ്പിലുള്ള N സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. B ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു നമ്പർ ഓഫ്, അതായത് എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ളത് N അല്ലേ, μ0 ഇൻറ്റു NI ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഒരു സൈഡ് L എന്ന് ഞാൻ എടുക്കുവാണ്. ഇനി സൈൻ സ്ക്വയർ പൈ ബൈ N ഡിവൈഡഡ് ബൈ കോസ് പൈ ബൈ N. ഓക്കെ, ഇതാണ് നമുക്ക് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അതായത് N സൈഡ്സ് ഉണ്ട്, N സൈഡ്സ് ഉണ്ടെങ്കിൽ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ L എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് കേട്ടോ, ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. കാരണം ഒരു സൈഡിൻ്റെ ലെങ്ത് ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല, ക്വസ്റ്റിനകത്ത് ആകെ തന്നേക്കുന്നത് ഇതിനെ നമ്മൾ ഏതോ ഒരു സർക്കിളിൻ്റെ കറക്റ്റ് ഉള്ളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഇവിടെ കിടപ്പുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കിതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അതിന് ഉള്ളിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 വരും അല്ലേ. കാരണം 6 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 360നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ ഈ ആംഗിൾ 60 വരും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 60 വന്നിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ആംഗിളും 60 വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളായി മാറി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി മാറി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ സൈഡ് 6, ഈ സൈഡ് 6, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോളിഗണിൻ്റെ ഒരു സൈഡും 6 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് L എന്നുള്ളിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? L ഈസ് ഈക്വൽ ടു 6 എന്ന് കൊടുക്കാം. അതുപോലെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 6 ആണ്. സോ നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ B ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 6 ഇൻറ്റു I ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R ഇൻറ്റു ഓക്കെ സൈൻ സ്ക്വയർ പൈ ബൈ N. പൈ എന്ന് പറയുന്നത് 180 ബൈ 6 എന്ന് പറയുമ്പോൾ 30 വരും അല്ലേ, ഡിവൈഡ് ബൈ കോസ് 30 എന്ന് വരും. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 6I ഡിവൈഡ് ബൈ പൈ R ഇൻറ്റു സൈൻ 30യെ സ്ക്വയർ ചെയ്താൽ 1/4 വരും. ഓക്കെ, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 വരും അല്ലേ, √3/2 വരും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഓരോ 2 അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് ഓരോ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ആരെ ക്യാൻസൽ ചെയ്യാം? ഇവിടുന്ന് വീണ്ടും ഒരു 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, പിന്നെ അവിടുന്ന് ഒരു √3 കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ, ഇവിടുന്ന് ഒരു √3 കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫൈനൽ ആൻസർ നോക്കിക്കേ, √3 ഇൻറ്റു μ0 ഇൻറ്റു I ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R എന്ന് വരും. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയേ, √3 ഇൻറ്റു μ0 I ഡിവൈഡ് ബൈ പൈ R. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. നമുക്ക് തേർഡ് ക്വസ്റ്റിനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. The electric field of a plane electromagnetic wave is given by. അപ്പോൾ ഒരു പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ചാപ്റ്ററിൽ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കുറിച്ച് മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, E0 I cap ഇൻറ്റു കോസ് KZ ഇൻറ്റു കോസ് ωt. കാരണം ഇവിടെ അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്? I cap ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതായത് പോസിറ്റീവ് X ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ E0 ഇൻറ്റു കോസ് KZ ഇൻറ്റു കോസ് ωt ഇൻറ്റു I cap. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനാണ്. മാത്രമല്ല വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ്
ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനാണ്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണല്ലോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ വരണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ വരണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴും ഉണ്ടോ അവിടെ 3 പേർക്കും മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് ആ രീതി കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മൾ ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് E0 ഇൻറ്റു കോസ് കെ ഇസഡ് ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഐ ക്യാപ് ഈ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഫാരഡേയുടെ ലോ ഇല്ലേ, അതായത് ഫാരഡേ ലോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോ ഡി എൽ ഇസ് ഇക്വൽ ടു മൈനസ് ഓഫ് ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയാറില്ലേ, അതിനെ ഒരു എന്താ പറയുക ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ഡിവൈഡ് ബൈ ഡോ ടി. ഇതാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുക. മറ്റേ നമ്മൾ ഇൻ്റഗ്രൽ ഫോമാണ് പഠിക്കുക, ഇതാണ് അവൻ്റെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുക. ഇതിനകത്ത് ഈ ഡെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിചയമുള്ള ടൈം ആയിരിക്കും. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെൽ എന്ന് പറയുക അല്ലേ. ഇത് ക്രോസ് ആരുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ക്രോസ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി എന്നാണ് വരിക. ഓക്കെ, നമുക്കൊരു കാര്യമുണ്ട്, ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഏത് വേരിയബിൾ മാത്രമേ ഉള്ളൂ നോക്കിയേ, ഇസഡ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, എക്സ് വെച്ചുള്ള ഡെറിവേറ്റീവ് വേണ്ട, വൈ വെച്ചുള്ള ഡെറിവേറ്റീവ് വേണ്ട, ഇസഡിനനുസരിച്ച് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നോക്കുക ഇവിടെ കെ ക്യാപ്പ് ഉണ്ട്, അപ്പം ഈ എക്സ് വെച്ചുള്ളതും വൈ വെച്ചുള്ളതും 0 ആയിപ്പോയി. ഇനിയിപ്പോൾ ഉള്ളത് ഇസഡ് വെച്ചുള്ളത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇസഡ് വെച്ചുള്ളത് നോക്കുക ഇവിടെ കെ ക്യാപ്പാണ്, ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ളത് ഐ ക്യാപ്പാണ്. അപ്പോൾ കെ ക്രോസ് ഐ എന്നാണ് വരിക. കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ജെ ആണ്. അപ്പോൾ ജെ ക്യാപ്പ് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഡോ ഇ ബൈ ഡോ ഇസഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ജെ ക്യാപ്പ് ആണ് അവിടെ ഡയറക്ഷൻ തീരുമാനിക്കുക. ജെ ക്യാപ്പ് ഈസ് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി എന്ന് വരും അല്ലേ. ഓക്കെ, പിന്നെ അത് നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പാർഷ്യൽ ഡിഫറൻസിയേഷനാണ്. ഇലക്ട്രിക് ഫീൽഡിനെ ഒന്ന് പാർഷ്യൽ ഡിഫറൻസിയേഷന് വിധേയമാക്കാം. ദറ്റ് ഈസ് ജെ ക്യാപ്പ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ E0 കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ അതേപടി എഴുതി. പിന്നെ ആരാളെ നോക്കിയേ, കോസ് ഒമേഗ ടി അതും കോൺസ്റ്റൻ്റ് ആണ്, കാരണം നമ്മുടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് അല്ലേ. ഇസഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് കെ ഇസഡിനെ ഇസഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് ഓഫ് സൈൻ കെ ഇസഡ് ഇൻറ്റു കെ എന്ന് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി എന്ന് വരും, മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വശത്തും ഓരോ മൈനസ് ഉണ്ട്, ഞാൻ ആ മൈനസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുവാണ് കേട്ടോ. ഓക്കെ, so from this expression we can write dou b can be written as which is equal to j cap into E0 into k. ഇവിടെ ഒരു k ഉണ്ടല്ലോ, E0 into k into sin k z into cos omega t into dt എന്ന് ഞാൻ എഴുതുക. ഓക്കെ, ഇവനെ ഞാനൊന്ന് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് b is equal to എങ്ങനെ വരും, j cap into E0 into k into sin k z. ഓക്കെ, sin k z ഇൻറ്റു കോസ് ഒമേഗ ടി, നമ്മൾ ടി വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കോസ് ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് വരും, ശരിയല്ലേ. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു ജെ ക്യാപ്പ് ഇൻറ്റു E0 ഇൻറ്റു ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് കെ ബൈ ഒമേഗ എന്ന് പറയുന്നൊരു ടൈം കിടപ്പുണ്ട്. പിന്നെ സൈൻ കെ ഇസഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒമേഗ ബൈ കെ ആണെങ്കിൽ സി ആണ്, അപ്പോൾ കെ ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ 1/c ആണ്. സോ ജെ ക്യാപ്പ് ഇൻറ്റു E0 ബൈ സി ഇൻറ്റു സൈൻ കെ ഇസഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നാണ് നമുക്ക് എക്സ്പ്രഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൻസർ ഉണ്ടോ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജെ ക്യാപ്പ് ആണ് ഡയറക്ഷൻ വന്നേക്കുന്നത്. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, E0 ബൈ സി ഇൻറ്റു ജെ ഇൻറ്റു സൈൻ കെ ഇസഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി, അതായത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുവാണേ. നമുക്കിനി 4ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 2 ഐഡൻറ്റിക്കൽ ബാർ മാനറ്റ്സ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 ബാർ മാനറ്റുകളാണുള്ളത്. കെപ്റ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റഡ് ബൈ ആരോ ഹെഡ് അറ്റ് ദി പോയിന്റ് പീസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതിൽ ഏത് ആരോ മാർക്ക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു ഡൈപോൾ ആണല്ലേ, ഇവൻ്റെ ഡൈപോൾ മൊമെൻറ്റ് സൗത്ത് ടു നോർത്ത് ആണ്. അപ്പോൾ ഇവൻ്റെ ആക്സൽ പോയിന്റ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ആക്സൽ ഫീൽഡ്. ഇനി 2ാമത്തെ മാഗ്നറ്റിനെ സംബന്ധിച്ചത് ഇക്വറ്റോറിയൽ ഫീൽഡാണ്. ഇക്വറ്റോറിയൽ ഫീൽഡിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്, അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും അല്ലേ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്ടർ സം ഓഫ് ദീസ് 2 ആയിരിക്കും. ഓക്കെ, അപ്പം വെക്ടർ സം എടുക്കുവാണെങ്കിൽ എങ്ങനെയാണ് വരിക, വെക്ടർ സം അത് എങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ്.
ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ആരോ ഹെഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. നോക്കിക്കേ ഏതാ വരിക, ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണുള്ളത് അല്ലേ. സോ 4ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുവാണ്. 5ാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 2 ബാർ മാനറ്റ്സ് ആർ ഷോൺ ഇൻ ദി ഫിഗർ. നമുക്ക് 2 ബാർ മാനറ്റുകൾ തന്നിട്ടുണ്ട് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ബാർ മാനറ്റിൻ്റെ ആ ഒരു പ്രസൻസ് കാണാൻ പറ്റുള്ളൂ. ഇത് ഇപ്പം ഞാനൊന്ന് കാണിച്ചേക്കാം ജസ്റ്റ്. ഓക്കെ, ഇതൊരു ബാർ മാനറ്റാണ് എന്ന് കരുതുക. കാരണം ഇതെന്താണ്, സൗത്ത് പോളാണ്, ഇത് നോർത്ത് പോളാണെന്ന് ക്വസ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവനാണ് നമുക്ക് തന്നിരിക്കുന്ന ബാർ മാനറ്റ്. അപ്പോൾ ഇത് അവൻ്റെ പോൾസ് എന്താണ്, -m, ഇത് അവൻ്റെ പോൾസ് എന്താണ്, +m. ഓക്കെ, അങ്ങനെയെങ്കിൽ അവൻ്റെ ഡൈപോൾ മൊമെൻറ്റ് m1 എന്ന് പറയുന്നുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം, പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ സൈഡ് എ ആണ്, ഈ സൈഡ് എ ആണ്, ഈ ആംഗിൾ 60 ആണ്. അപ്പോൾ ഈ ആംഗിളും 60 വരും, ഈ ആംഗിളും 60 വരും. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിളായി വരും. അപ്പോൾ ഈ സൈഡ് എ, ഈ സൈഡ് എ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും എ വരും. അപ്പോൾ നമ്മുടെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ m × a എന്ന് വരും. ക്ലിയർ ആണല്ലോ. അടുത്തത് നമുക്ക് ഈ ഒരു മാനറ്റ്, 2ാമത്തെ മാനറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം, 2ാമത്തെ മാനറ്റ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് 2ാമത്തെ മാനറ്റ് വെച്ചിരിക്കുന്നത്. ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് സൗത്ത് ടു നോർത്ത് ഉണ്ട്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല നോക്കിക്കേ. സെക്കൻഡ് കേസിലെ ഡൈപോൾ മൊമെൻറ്റ് m2 = പോൾ സ്ട്രെങ്ത് ഇൻറ്റു, അപ്പോൾ ഈ ദൂരം a ആണ്, അപ്പോൾ ഇവിടുത്തെ ദൂരം a തന്നെയാണ്. ഓക്കെ, a എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് m1/m2 എത്രയെന്നാണ്. ആൻസർ എത്രയാണ്, 1 എന്ന് വരും അല്ലേ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6. ഫോർ ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ വിച്ച് സ്വിച്ച് എസ് ഈസ് ക്ലോസ്ഡ് അറ്റ് t = 0. t = 0 എന്ന് പറയുന്ന മൊമെൻറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ t = 0 ഇങ്ങനെ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 2 റെസിസ്റ്റർ ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്. ഒന്നും പറയാത്തതുകൊണ്ട് നമ്മുടെ ഇൻഡക്ടർ എന്ത് ഇൻഡക്ടറാണ്, ഐഡിയൽ ഇൻഡക്ടറാണ്, മറക്കല്ലേ കേട്ടോ. ഓക്കെ, ഇനി കറന്റ് ത്രൂ ബാറ്ററി വെൻ പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ ഈസ് V0/3. അതായത് ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0/3 ആകുമെന്ന് എഴുതുക. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0/3 ആകുമ്പോൾ എന്താണ് നമ്മുടെ ബാറ്ററി കൂടി, അതായത് ഈ ഒരു ലൂപ്പിൽ കൂടി ഈ ബാറ്ററി കൂടിയുള്ള കറണ്ട് എത്ര എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതായത് നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു 5 ആമ്പിയർ കറണ്ട് വരുന്നുണ്ട്. ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 5 ആമ്പിയർ കറണ്ട് ഇതിലെ ഫ്ലോ ചെയ്ത് വരുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിലെയും കുറച്ച് കറണ്ട് പോകും, ഇതിലെയും കുറച്ച് കറണ്ട് പോകും. കാരണം കുറച്ച് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിലെ കുറച്ച് കറണ്ട് ഉണ്ടാവും I2, ഇതിലെ കുറച്ച് കറണ്ട് ഉണ്ടാവും I1. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ഐഡിയ. ഈ I എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യം, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ഇൻഡക്ടർ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന് അക്രോസ് എന്ത് ഡെവലപ്പ് ചെയ്യും, ഈ അപ്ലൈ ചെയ്തേക്കുന്ന V0 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫുൾ ഇൻഡക്ടറിന് അക്രോസ് ഡെവലപ്പ് ചെയ്യും. ഇനി നമുക്കറിയാം ഈ സെല്ല് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ EMF കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത് V0/3 ആയി. ഇവിടുത്തെ വോൾട്ടേജ് V0/3 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0/3 ആണെങ്കിൽ ഇവിടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, V0/3 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, എന്താണ് I1 × R എന്ന് പറയുന്നത് കണ്ടോ, I1 × R എന്ന് പറയുന്നത് ഉറപ്പായിട്ടും V0/3 ആണെന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്നത് V0/3 R ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. I1 അല്ല കണ്ടുപിടിക്കേണ്ടത്, I ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പ് എടുത്താലോ. ഈ ലൂപ്പ് നമ്മൾ അങ്ങ് എടുക്കുന്നു. ഓക്കെ ആണേ, ഈ ലൂപ്പ് എടുക്കുന്നു. ആ ലൂപ്പിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്, ആ ലൂപ്പിൽ കിർച്ചോഫ്സ് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ V0 = ഇവിടെയാണെങ്കിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞേ I × R. ഓക്കെ, I × R + I1 × R. കറക്റ്റ് ആണല്ലോ. യെസ്, ഇതിനകത്ത് നമുക്ക് ആരെയാണ് വേണ്ടത്, I ആണ് വേണ്ടത്. സോ I × R = V0 - I1 × R എന്ന് പറയാം. കറക്റ്റ് അല്ലേ. യെസ്, സോ I ക്യാൻ ബി റിട്ടൺ ആസ് V0/R - I1 എന്ന് വരും. ഇത് ശരിയാണോ? ഓക്കെ, ഞാൻ 6 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്തു. യെസ്, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് I1ൻ്റെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I = V0/R - I1ൻ്റെ വാല്യൂ V0/3R എന്നാണ് വരിക. സോ ഞാൻ V0/R കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ 1 - 1/3 എന്ന് വരും അല്ലേ. ഇതെന്താ വരിക, 3 - 1 2 വരും അല്ലേ. സോ 2/3 × V0/R എന്ന് വരും. അങ്ങനെ ആൻസർ വല്ല ഉണ്ടോ, 2/3 × V0/R അല്ലേ. 2/3 × V0/R. അതായത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 വരും. ക്ലിയർ അല്ലേ. യെസ്, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ ഇതാണ്. മെറ്റൽ റോഡ് ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അതായത് ഈ ഒരു സെൻറ്റർ ഓഫ് മാസിന് എബൌട്ടായിട്ട് ഈ മെറ്റൽ റോഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദി പ്ലെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനകത്തൂടെ ഈ റോഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. വാല്യൂ ഓഫ് VA - VB, അതായത് ഈ പോയിന്റാണ് A, ഈ പോയിന്റാണ് B. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പോൾ എന്താണ് ഐഡിയ? ഇപ്പോൾ ഈ ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക, ഇവിടുത്തെ ലെങ്ത് L ആണ്, ഇവിടുത്തെ ലെങ്ത് L ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്, ഇപ്പോൾ ഈ പോയിന്റിനെ O എന്ന് എടുക്കുവാണ്, ഈ പോയിന്റിനെ B എന്ന് എടുക്കുവാണെങ്കിൽ Oയ്ക്കും Bയ്ക്കും ഇടയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന EMFും അതുപോലെ Oയ്ക്കും Aയ്ക്കും ഇടയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന EMFും എന്ത് തന്നെയാണ്? സെയിം ആണ്. അത് എത്രയാണ്? BL²ω/2 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് റൊട്ടേഷണൽ EMFിൻ്റെ ഐഡിയ. നമുക്ക് അവരുടെ പൊളാരിറ്റി ഒന്ന് ജസ്റ്റ് നോക്കാം. പൊളാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫീൽഡ് ഇൻറ്റു ഇവനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇവനെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടല്ലേ? അപ്പോൾ നോക്കുക, ഇത് ഫീൽഡ്, വെലോസിറ്റി ഇങ്ങോട്ട്, അപ്പോൾ കറണ്ട് താഴേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ് എന്ന് പറയാം. അതുപോലെ ഇവിടെ ഫീൽഡ് ഇൻറ്റു വെലോസിറ്റി അങ്ങോട്ടാണ്. ഓക്കെ, വെലോസിറ്റി അങ്ങോട്ടാണ്, സോ കറണ്ട് മുകളിലോട്ട് വരും. അപ്പോൾ ഇലക്ട്രോൺ താഴേക്ക്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് എന്ന് പറയും. നോക്കിക്കേ, ഈ എൻഡ് എന്താണ്? നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. ഈ എൻഡും എന്താണ്? നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ പൊട്ടൻഷ്യലല്ലേ? സോ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ VA - VB = ധൈര്യമായിട്ട് പറയാം ആൻസർ എത്ര? 0. സോ 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി 8ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാവേ. Question number 8. The current I in an induction coil varies with the time t according to the graph shown. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് കറണ്ടിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ് ഷോസ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി കോയിൽ. കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഫോർമുല E = എങ്ങനെയാണ്? -L × dI/dt എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ dI/dt എന്ന് പറഞ്ഞാൽ കറണ്ടും ടൈമും കൂടെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പാണല്ലോ dI/dt. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് dI/dt എത്രയാണ്? 0യാണ്. dI/dt 0യാണ്, സ്ലോപ്പ് 0യാണ്. അപ്പോൾ ഇത്രയും സമയത്തേക്ക് എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഏതാ ഗ്രാഫുള്ള നോക്കിക്കേ. അങ്ങനെ രണ്ട് ഗ്രാഫ് ഉണ്ടല്ലേ, 2-3 ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടം വരെ കറണ്ട് ഉണ്ടാവില്ല. അതിനുശേഷം സ്ലോപ്പ് എങ്ങനെയാണ്? അതിനുശേഷം സ്ലോപ്പ് ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണ്. കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പം അതിനുശേഷം ഉണ്ടാകുന്ന EMF കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതിനുശേഷം അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടൈമിൽ ഉണ്ടാകുന്ന EMF കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് EMF കോൺസ്റ്റൻ്റ് കിട്ടി. അതിനുശേഷം വീണ്ടും സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം വീണ്ടും EMF കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ സ്ലോപ്പ് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ EMFിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻഡ്യൂസ്ഡ് EMF 0, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് EMF, പിന്നെ വേറൊരു കോൺസ്റ്റൻറ്റ് EMF, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. അങ്ങനെ ഏതാ ഓപ്ഷൻ ഉള്ളത്? അങ്ങനെയാണോ? ഇവിടെ 0, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് EMF, പിന്നെ റിവേഴ്സ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് EMF. അങ്ങനെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ AC സർക്യൂട്ട് കറണ്ട് I വേരീസ് വിത്ത് ടൈം T ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതൊരു AC സർക്യൂട്ടിനകത്തുള്ള കറണ്ടിൻ്റെ ഗ്രാഫാണ് തന്നേക്കുന്നത്. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഓവർ ദി സൈക്കിൾ ഈസ്. അപ്പോൾ ഒരു സൈക്കിളിലെ ആവറേജ് കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആവറേജ് കറണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫോർമുല f(t) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? f(t)യെ നമ്മൾ ടൈമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ 0 to t ആണെങ്കിൽ /t എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടും. അപ്പോൾ അതേപോലെ ഇവിടെ കറണ്ടിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഓക്കെ, ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ ഒരു എളുപ്പമാർഗ്ഗം പറയാം. ശരിക്കും പറഞ്ഞാൽ ഇത്രയുമാണ് ഒരു സൈക്കിളെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രേൻ്റെ ആവറേജ് എടുത്താൽ മതി, ഇവിടം വരെയുള്ള ആവറേജ് എടുത്താൽ മതി. എന്താ കാര്യം എന്ന് പറയട്ടെ, ഈ ഇത്രയും ഇതുണ്ടോ കറണ്ട് കൂടി ഒരു മാക്സിമം എത്തുന്നു, പിന്നെ കുറഞ്ഞ് 0 ആവുന്നു. അപ്പോൾ ഇത്രയും സമയത്ത് എത്രയാണോ ആവറേജ് കറണ്ട് അത് തന്നെ ആയിരിക്കുമല്ലോ ഈ സമയത്തെയും ആവറേജ് കറണ്ട്. അത് തന്നെയായിരിക്കും അടുത്ത ഇൻസ്റ്റൻറ്റിലും ആവറേജ് കറണ്ട്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും ത്രൂ ഔട്ട് അവിടുത്തെ ആവറേജ് കറണ്ട് എന്ന് പറയുക. അപ്പോൾ സംഭവം ഓക്കെയാണ്, ആ ഒരു ആവറേജ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 0 മുതൽ t വരെയുള്ള ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അതിന് കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണ്ടേ? y = mx എന്നുള്ള ഫോമിലല്ലേ ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ y = mx എന്നുള്ള ഫോമാണല്ലേ? യെസ്, അവിടെ y എന്ന് പറയുന്നത് ആരാ? കറണ്ടാണ്. y എന്ന് പറയുന്നത് കറണ്ടാണ്. m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് എത്ര വരും? I0/t എന്ന് വരും. ഓക്കെ, x ആക്സിൽ ആരാണ്? ടൈം. അപ്പോൾ നമുക്ക് കറണ്ടിന് ഫോർമുല കിട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കറണ്ടിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. സിമ്പിൾ പരിപാടിയായി പോയി അല്ലേ? സോ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to t ആരുണ്ട്? I ഉണ്ട്. ഐയുടെ വാല്യൂ എത്ര? I0/t ഇൻറ്റു t. ഓക്കെ അല്ലേ? ഇൻറ്റു dt ഡിവൈഡഡ് ബൈ നമുക്ക് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇവിടെ I0/t കോൺസ്റ്റൻ്റ് ആണ്. സോ I0 ഡിവൈഡഡ് ബൈ ഈ ടിയും ഈ ടിയുടെ വന്ന ആരായി? t² ആയി. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് 0 to t ആരുണ്ടെന്ന് പറഞ്ഞ് t ഇൻറ്റു dt എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ t² ഇൻറ്റു ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? t² എന്ന് വരും. ഓക്കെ, ഞാനിവിടെ ലിമിറ്റ് ഇട്ടേക്കുന്നത് ക്യാപിറ്റൽ T ആണ്. ഓക്കെ, ലിമിറ്റ് ക്യാപിറ്റൽ T ആണ്.
ഓക്കെ, ഇവിടെ നമ്മൾ ഇനി 0 to ക്യാപിറ്റൽ ടി ലിമിറ്റ് ഇടണം. ടി സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി എ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർ ബൈ 2 വന്നു. സോ നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് എഴുതി കഴിഞ്ഞാൽ I0 ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 എന്നായി മാറില്ലേ. അങ്ങനെ ടി സ്ക്വയർ പോയി ആൻസർ എത്ര വരും നോക്കിക്കേ, I0 ബൈ 2 എന്ന് വരും. കറക്റ്റ് അല്ലേ? I0 ബൈ 2 എന്ന് ആൻസർ ഉണ്ടോ നോക്കിക്കേ, I0 ബൈ 2 എന്ന് ആൻസർ ഉണ്ടല്ലോ. അതായത് 9ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് അല്ലേ, ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, നമുക്ക് 10ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഫോർ എ സീരീസ് LCR സർക്യൂട്ട് ഷോൺ ദ കറണ്ട് ത്രൂ ദി സർക്യൂട്ട് ഈസ്. ഈ തന്നിരിക്കുന്ന സീരീസ് LCR സർക്യൂട്ടിലെ കറണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സീരീസ് LCR സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, എന്ത് ചെയ്യുക, വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ വോൾട്ടേജ് V is equal to V0 ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 2R കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 6 അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് കറണ്ട് ഉറപ്പായിട്ടും ലാഗ് ചെയ്യുവാണ് ചെയ്യുക. XL ഈസ് ഗ്രേറ്റർ ദാൻ XC. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഫോർമുല എഴുതുവാണെങ്കിൽ I is equal to I0 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ആൻ ആംഗിൾ എന്ന് എഴുതേണ്ടി വരും അല്ലേ. അത് ഈ I0 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നെ I0 is equal to V0 ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് എടുത്താൽ മതി. ഈ സർക്യൂട്ടിലെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് is equal to √R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ ആണ് അല്ലേ. ഇവരുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക, R ആണ് വരിക. സോ ഇത് R² വരും, വിച്ച് is equal to √2 ഇൻറ്റു R എന്ന് വരും, √2 ഇൻറ്റു R. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ V0 ഡിവൈഡ് ബൈ √2R എന്ന് വരും, V0 ഡിവൈഡ് ബൈ √2R എന്ന് വരും അല്ലേ. ഇനി tan phi ഈസ് ഈക്വൽ ടു എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, tan phi ഈസ് ഈക്വൽ ടു XC മൈനസ് XL. ഇവിടെ വലുത് XL ആണല്ലോ, അപ്പം XC മൈനസ് XL എന്നുള്ളിടത്ത് നമുക്ക് R വരും, ഡിവൈഡഡ് ബൈ ആരുണ്ട്, R ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഫൈ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, 45 ഡിഗ്രി എന്ന് വരും, അല്ലെങ്കിൽ π/4 റേഡിയൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരുന്നു, I is equal to I0യുടെ സ്ഥാനത്ത് V0 ഡിവൈഡ് ബൈ √2 ഇൻറ്റു R ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/4 എന്ന് എഴുതാം, ഒമേഗ ടി മൈനസ് π/4. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കി, V0 ബൈ √2R ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/4 ഓപ്ഷൻ 1 ഉണ്ടല്ലേ. 10ാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി നമുക്ക് 11ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. Question number 11. For the series LCR circuit shown in figure, what is the resonance frequency and current at the resonating frequency? അതായത് ഈ തന്നിരിക്കുന്ന സീരീസ് LCR സർക്യൂട്ടിൽ നിന്നും ഇവിടുത്തെ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. എന്താണ് സീരീസ് LCR സർക്യൂട്ടിൽ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഫോർമുല 1/√LC ആണ് അല്ലേ. 1/√LC ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√ ഓഫ് എല്ലിൻ്റെ സ്ഥാനത്ത് നോക്കിക്കേ, എല്ലിൻ്റെ സ്ഥാനത്ത് 8 × 10⁻³ ആണ്. ഓക്കെ, ഇനി സിയുടെ സ്ഥാനത്ത് നോക്കിയാൽ 20 മൈക്രോഫാരഡ് ആണ്, 20 × 10⁻6 വരും അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√ ഓഫ് എത്ര വരും, 1/√ ഓഫ് 16 വരും, 1/√ ഇൻറ്റു 10ന്റെ പവർ നോക്കുവാണെങ്കിൽ 10⁻⁹ വരും, -8 വരും. ഓക്കെ, ഇവൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 10⁴ വരും, 10⁴ എന്ന് പറഞ്ഞാൽ 100 × 100 എന്ന് വരും, ഡിവൈഡഡ് ബൈ 4 വരും. ശരിയല്ലേ, ഇവർ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു, ഇത് 25 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2500 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പം റെസൊണൻസ് ഫ്രീക്വൻസി 2500 റേഡിയൻ പെർ സെക്കൻഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് റെസൊണൻസിലെ കറണ്ടാണ്. റെസൊണൻസിൻ്റെ സമയത്തെ കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, കറണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ RMS കറണ്ടാണ്. RMS കറണ്ട് എന്ന് പറഞ്ഞാൽ RMS വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ആണ്. പക്ഷേ റെസൊണൻസ് ആണെങ്കിൽ ഇമ്പിഡൻസിൻ്റെ സ്ഥാനത്ത് R എഴുതിയാൽ മതി. ഇവിടുത്തെ RMS വോൾട്ടേജ് 220 ആണ്, നമ്മുടെ റെസിസ്റ്റൻസ് 44 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയാൽ ഇവർ രണ്ടുപേരുടെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 44ഉം 22 കൂടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് 10/2 എന്ന് വരും അല്ലേ, 10/2 5 എന്ന് വരും, 5 ആംപിയർ. ഓക്കെ, അപ്പോൾ 2500 റേഡിയൻ പെർ സെക്കൻഡ് വരും, 5 ആംപിയറും വരും. 11ാമത്തെ ക്വസ്റ്റിന് ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. The radio wave with a maximum magnetic field 10⁻⁻4 Tesla. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, റേഡിയോ വേവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതിനകത്തെ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് നോക്കി, 10⁻⁻4 ടെസ്ല. ഇതാണ് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ. ഈസ് അറൈവിങ് അറ്റ് എ റിസീവിങ് ആൻറ്റിന. ഓക്കെ, ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് സച്ച് എ വേവ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്ര? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് E0/B0 എന്ന് പറയുന്നതാണ് RC. അങ്ങനെയാണെങ്കിൽ E0 എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞേ, B0 × C ആണ്. ഓക്കെ, B0യുടെ സ്ഥാനത്ത് ആരാ, 10⁻⁻4. സിയുടെ വാല്യൂ 3 × 10⁸. ഓക്കെ അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁻4 എന്ന് വരും അല്ലേ, 3 × 10⁻4. അങ്ങനെ ആൻസർ ഉണ്ടല്ലോ. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 1. 12ാമത്തെ ക്വസ്റ്റിന് ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The mean intensity of radiation on the surface of sun is about 10⁻⁸
8 watt per meter square. Mean intensity means average intensity, that is 10⁸ എന്ന് വരും കേട്ടോ. ഓക്കെ, 10⁸ watt per meter square intensity അല്ലേ. The RMS value of the corresponding magnetic field is closest to. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ RMS value of magnetic field, magnetic fieldൻ്റെ RMS value BRMS കണ്ടുപിടിക്കുക. BRMS കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല എന്താ? B0/√2 എന്ന് എഴുതാം. ശരിയല്ലേ? B0/√2 എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് അറിയാം ആവറേജ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുലയൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് magnetic field നമുക്ക് എങ്ങനെ എഴുതാം? I average can be written as എങ്ങനെയാണ്? C into B0² / 2 into μ0 പഠിച്ചിട്ടുള്ളതല്ലേ? C B0² / 2 μ0. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? B0 കണ്ടുപിടിക്കാം. ശരിയല്ലേ? സോ B0² ഈസ് ഈക്വൽ ടു I ആവറേജ് ഇൻറ്റു 2 μ0 / C എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനകത്ത് I ആവറേജിൻ്റെ വാല്യൂ ഉണ്ട്. I ആവറേജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഉണ്ട്, μ0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, C ഉണ്ട്, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് B0യുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കാൽക്കുലേഷൻ വരുവേ. ഓക്കെ, B0യുടെ വാല്യൂ. ഇനി B0/√2 കൂടെ എടുക്കണം. B0/√2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക, അതായത് BRMS എന്ന് പറഞ്ഞാൽ BRMS ഈസ് ഈക്വൽ ടു B0/√2 അല്ലേ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു ഏകദേശം നമുക്ക് വരിക ഒരു 6.5 സംതിങ് ഇൻറ്റു 10⁻⁻⁻4 ടെസ്ല എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനോട് നിയറസ്റ്റ് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ പിന്നെ ഇതിന് അടുത്തുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻4 അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. 10⁻⁻4 എടുത്താൽ മതി, വേറെ വാല്യൂ ഒന്നും അതിനടുത്തില്ല. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 2 വരും. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is equal to 1.67 into 10⁻27 kilogram and charge q is equal to 1.6 into 10⁻19 coulomb enters a region of uniform magnetic field of strength 1 Tesla along the direction shown in figure. അപ്പോൾ നമുക്ക് ചാർജ് ഇങ്ങനെ വന്ന് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ചാർജിൻ്റെ വാല്യൂ, മാസിൻ്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് 10⁻7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് എലോങ് ദി ഇൻവേർഡ് നോർമൽ, അകത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തേക്കുന്നത്. ദ പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ദ ഫീൽഡ് അറ്റ് C ആൻഡ് ലീവ്സ് അറ്റ് D, ദെൻ ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് φ മസ്റ്റ് ബി. അപ്പോൾ ഇതാണ് നമ്മളോടുള്ള ചോദ്യം. ഈ ചോദ്യം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവനിങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ എവിടെയോ ആണ് എന്നല്ലേ. ഓക്കെ, സപ്പോസ് ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് കരുതുക. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. വെൻ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്തു, കർവ്ഡ് പാത്തിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആംഗിളായ φ എന്ന് പറയുന്ന ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സമയം കളയേണ്ട, നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേക്കാം. ദേ ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, അതുപോലെ ഇവിടെയും ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. യെസ്, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണേ, കാണാനായിട്ട് എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഇനി ഒന്ന് നോക്കിയോണം. ഈ ആംഗിൾ എത്ര? ഈ ആംഗിൾ 45 ഡിഗ്രി, അതായത് ഈ ആംഗിൾ തീറ്റ. ഓർമ്മണല്ലോ, ഈ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണേ. അപ്പോൾ ഇത് 90 - തീറ്റ ആണല്ലേ. ഇത് 90 - തീറ്റ വരും. ഓക്കെ, ഇനി എല്ലാവരും ഓർത്തിരിക്കുക, ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ടാൻജൻ്റ് ആണ്. ടാൻജൻറ്റും റേഡിയസും കൂടെ എന്തേ വരാവുള്ളൂ? ടാൻജൻറ്റും റേഡിയസും കൂടെ പെർപെൻഡിക്കുലർ ആയിട്ടേ വരാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവനോട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 വരണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ തീറ്റയായി. അങ്ങനെയാണ് ഈ ആംഗിൾ തീറ്റയായി, കാരണം ഇത് രണ്ടും എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് തീറ്റയാണെങ്കിൽ പിന്നെ നോക്കുക, ഇത് തീറ്റയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ, ഇതും ഒരു ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾസും എങ്ങനെയുള്ള ട്രയാങ്കിളാണ്? ഇത് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായേ പറ്റുള്ളൂ. ശരിയല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ ഈ ആംഗിൾ തീറ്റ, അപ്പോൾ ഈ ആംഗിൾ എന്തായി? തീറ്റയായി മാറി. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എത്രയായി? 90 - തീറ്റയായി മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എത്ര? തീറ്റ. അപ്പോൾ ഇവിടുന്ന് കയറി അതേ ആംഗിൾ തന്നെയല്ലേ ഇവിടെ വരിക. സോ ബൈ സിമെട്രി φ ഷുഡ് ബി ഈക്വൽ ടു ഇൻസിഡൻറ്റ് ആംഗിൾ, ദാറ്റ് ഈസ് 45 ഡിഗ്രി. വളരെ സിമ്പിളായിട്ട് ചെയ്യായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14ൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇലക്ട്രിക് ചാർജ് Q മൂവ്സ് വിത്ത് വെലോസിറ്റി 3i cap + 4j cap plus k cap in an electromagnetic field given by E equal to 3i cap plus j cap plus 2k cap. B is equal to I cap minus 3 cap. Okay, 3k cap. Then y component of the force experienced by the positive charge. അതായത് ഒരു ചാർജ് മൂവ് ചെയ്യുന്ന സ്ഥലത്ത് ആരൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ 2 ഫോഴ്സും ഉണ്ടാവും. y ഡയറക്ഷനുള്ള ഫോഴ്സ് എത്ര എന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ F is equal to Q into E ആണല്ലോ. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഫോർമുല F is equal to Q into E. നമുക്ക് y ഡയറക്ഷൻ ഉണ്ടാകുന്ന ഫോഴ്സ് മാത്രം മതി. y ഡയറക്ഷൻ ഉണ്ടാകുന്ന ഫോഴ്സ് മാത്രം എടുക്കുമ്പോൾ Q into y ഡയറക്ഷനുള്ള ഫീൽഡ് എടുത്താൽ മതി. ദാറ്റ് ഈസ് Q into y ഡയറക്ഷനുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കിക്കേ? 1 ആണ്. y ഡയറക്ഷനുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് Q വരും. ഇലക്ട്രിക് ഫീൽഡ് കാരണം y ഡയറക്ഷൻ ഉണ്ടായ ഫീൽഡ് നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് എന്തെന്ന് കിട്ടി? Q എന്ന് കിട്ടി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സിൻ്റെ ഫോർമുല Fm is equal to Q into V cross B എന്നാണല്ലോ. Q into V cross B.
നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? വി ക്രോസ് ബി എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ വി ക്രോസ് ബി ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ ഡിറ്റർമിനൻ്റ് എടുക്കുവാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. ഇനി ആരുടെ വാല്യൂ ഉണ്ട്? വെലോസിറ്റിയുടെ വാല്യൂ ഉണ്ട്. വെലോസിറ്റി 3, 4, 1 ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 1, 0 ആൻഡ് -3 എന്ന് വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇത് എത്രയാണ് വരിക? -12. ഓക്കെ, ഇനി അടുത്തത് -j ക്യാപ്പ് ഇൻറ്റു ഇത് എത്രയാണ് വരിക? -9. ഓക്കെ അല്ലേ, -9 -1 എന്ന് വരും അല്ലേ. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് ഒന്നും നമ്മൾ നോക്കി സമയം കളയണ്ട. നമുക്ക് ഏത് കമ്പൗണ്ട് മാത്രം മതി? നമുക്ക് വൈ കമ്പൗണ്ട് മാത്രം മതി. അതുകൊണ്ട് ഞാൻ തൽക്കാലം കെ ക്യാപ്പ് ഒന്നും എടുക്കാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വി ക്രോസ് ബി നോക്കിക്കേ. വി ക്രോസ് ബിക്കകത്ത് ആര് മാത്രമാണ് വൈ കമ്പൗണ്ട് ആയിട്ടുള്ളത്? വി ക്രോസ് ബിക്കകത്തുള്ള വൈ കമ്പൗണ്ട് മാത്രം ഇങ്ങ് സെലക്ട് ചെയ്തെടുക്കുക. എത്ര വരിക നോക്കി? ഇത് -10 അതായത് 10 എന്ന് വരും. ഓക്കെ, 10 എന്ന് വരും. വി ക്രോസ് ബിക്കകത്തുള്ള വൈ കമ്പോണൻ്റ് ആണ് നമ്മുടെ എന്താ മാഗ്നറ്റിക് ഫോഴ്സിലേക്ക് എഴുതും. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വൈ കമ്പോണൻ്റ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വൈ കമ്പോണൻ്റ് ഓഫ് വി ക്രോസ് ബി എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. അപ്പം മൊത്തം ആദ്യം ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടായ വൈ കമ്പോണൻ്റ് ക്യൂ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടായ വൈ കമ്പോണൻ്റ് 10 ഇൻറ്റു ക്യൂ ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 11Q ആണ് എലോങ് വൈ ഡയറക്ഷൻ. ഓക്കെ, 11Q ആണ് എലോങ് വൈ ഡയറക്ഷൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 വരും. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് കറണ്ട് ഇൻ ദി നെറ്റ്വർക്ക് ഷോൺ ബിലോ ഈസ് 5 ആംപിയർ. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ നെറ്റ്വർക്കിലെ കറണ്ട് 5 ആംപിയർ ആണ്. If the current is increasing at a rate of di/dt is equal to 2 ampere per second. di/dt is equal to 2 ampere per second സ്പീഡിലെ കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. Then find the potential difference between A and B. ഓക്കെ, കിർച്ചോഫ്സ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. പടയേന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കുക, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എ. ഓക്കെ, -I × R -20. ഓക്കെ, ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഫോർമുല L × -L × di/dt. -L × di/dt is equal to VB എന്ന് എഴുതാം അല്ലേ. സോ VA - VB is equal to I × R +20. ഓക്കെ, പ്ലസ് L × di/dt എന്ന് വരും. ഓക്കെ, നമുക്കിതിനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതൊക്കെയാണ് വാല്യൂസ് എന്ന് പറഞ്ഞേ? കറണ്ട് 5 ആംപിയർ ആണ് എന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 6 ഓം എന്നറിയാം. ഓക്കെ, +20 പ്ലസ് എല്ലിൻ്റെ സ്ഥാനത്ത് എത്രയാണെന്ന് നോക്കിയേ? എല്ലിൻ്റെ സ്ഥാനത്ത് 5 ആണ്. di/dt കറണ്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുക. അതുകൊണ്ട് di/dt പോസിറ്റീവ് ആണ്. സോ 2 എഴുതി. ഓക്കെ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 30 + 20 + 10 എന്ന് വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 60 വോൾട്ട് എന്ന് വരും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 60 വോൾട്ടാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 വരും. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇൻഡക്ടർ L = 0.03 ഹെൻറി ആൻഡ് റെസിസ്റ്റർ R = 0.15 കിലോ ഓം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R = എത്ര വരിക? 150 എന്ന് പറയാം അല്ലേ. കിലോ എന്ന് പറയുമ്പോൾ 10⁻³ ഉണ്ട്. അപ്പം 150 ഓം എന്ന് പറയാം. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ L = എത്ര വരും? 3 × 10⁻² ഹെൻറി എന്ന് പറയാം അല്ലേ. കണക്റ്റഡ് ഇൻ സീരീസ് ടു എ ബാറ്ററി 50 വോൾട്ട് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ കീ K1 ഹാസ് ബീൻ കെപ്റ്റ് ക്ലോസ്ഡ് ഫോർ ലോങ് ടൈം. കുറേ നേരമായിട്ട് ഈ കീ K1 എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ കുറേ നേരമായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്തായി? സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടായി. ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടായി. അപ്പോൾ ഇൻഡക്ടറിലെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക നോക്കിക്കേ? V/R. ഇതാണ് ഇൻഡക്ടറിലെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറയാം. V എന്ന് പറയുന്നത് 15 വരും. ഓക്കെ, R എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഓക്കെ, എത്രയാണ്? 15 / 150 എന്ന് വരും. ദാറ്റ് ഈസ് 1/10. ഇതാണ് അവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറയാം. ഇനി പറഞ്ഞേക്കുന്നത് ദെൻ അറ്റ് t = 0 എന്ന് പറയുന്ന മൊമെൻറ്റിൽ K1 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും പിന്നെ ആര് ക്ലോസ് ചെയ്യും കൂടെ ചെയ്തു? K2 ക്ലോസ് ചെയ്യും കൂടെ ചെയ്തു എന്നാണ് പറയുക. അപ്പോഴേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർ മാത്രമായി സർക്യൂട്ടിൽ അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഈ സെല്ലങ്ങ് പോയപ്പോഴേക്കും ഇവിടെ എന്താ കറണ്ട് കുറയാനായിട്ട് ശ്രമിക്കും. കറണ്ട് കുറയുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഇൻഡക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്കറിയാം. അതായത് t = 1 മില്ലി സെക്കൻഡിൽ ടൈം 1 മില്ലി സെക്കൻഡ് ആകുമ്പോൾ എന്തായിരിക്കാം സർക്യൂട്ടിലെ കറണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് DKയുടെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയല്ലേ? I = I0 × e⁻t/τ എന്ന് പറയാം അല്ലേ. I0 നമ്മുടെ കയ്യിലുണ്ട് 1/10 എന്നുണ്ട് അല്ലേ. e⁻t എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ 10⁻³ സെക്കൻഡ് എന്ന് വരും. ടോ എന്ന് പറഞ്ഞാൽ അറിയാം L/R ആണ്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്തേക്കാവോ? ഈ ആറിൻ്റെ വാല്യൂവും എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കിട്ടും കേട്ടോ. കറണ്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓപ്ഷൻ 0.67 മില്ലി ആംപിയർ എന്നാണ് കേട്ടോ. അതായത് 17ാമത്തെ ക്വസ്റ്റിന് ആൻസർ കിട്ടുക ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നമുക്ക് 18ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്.
A rectangular loop has sliding conductor AB of length L and resistance R moving with a velocity V0 at t equal to 0 as shown. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പിനകത്ത് നമ്മൾ എന്താ പറയുക, ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള കണക്ടർ വെച്ചിട്ടുണ്ട്. ഇവന് V0 വെലോസിറ്റി കൊടുത്ത് നമ്മളെ റിലീസ് ചെയ്തു. അവൻ ഇനീഷ്യലി കൊടുത്തേക്കുന്ന വെലോസിറ്റിയാണ് V0 വെലോസിറ്റി കൊടുത്ത് അവനെ റിലീസ് ചെയ്തു എന്നാണ് പറയുക. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് V0 വെലോസിറ്റി കൊടുത്ത് അവനെ റിലീസ് ചെയ്തു. ദെൻ ദ സെറ്റപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ട്രാൻസ്വേഴ്സ് എന്ന് വെച്ചാൽ ഇൻറ്റു ദി പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. മാസ് ഓഫ് കണ്ടക്ടർ ഈസ് എം, കണ്ടക്ടറിൻ്റെ മാസ് എം ആണ്. ദെൻ അറ്റ് വാട്ട് ടൈം വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ ഈസ് V0/2. നമുക്കറിയാം ഇവൻ അങ്ങനെ ഒരു V0 വെലോസിറ്റി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആരുണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും, തിരിച്ച് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം അവൻ സ്ലോ ആയി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിയുമ്പോഴാണ് ഇവൻ്റെ വെലോസിറ്റി V0/2 ആകുക എന്നല്ലേ ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല BIL, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല B²L² V/R എഫക്റ്റീവ് എന്നുള്ളതാണ്. ഇവിടെ R എഫക്റ്റീവ് എടുക്കണമെങ്കിൽ ഇവൻ്റെ റെസിസ്റ്റൻസ് R പാരലാണ്, അപ്പോൾ R/2 വരും. ഈ സ്ലൈഡിംഗ് കണക്ടറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് R, അപ്പോൾ അത് സീരീസ് വരും, അപ്പോൾ 3R/2 എന്ന് വരും, 3R/2. സോ B²L² V/3R/2 എന്ന് വരും. ഇനി ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ -m × A എന്ന് എഴുതുവാണേ, വിച്ച് ഈസ് ഈക്വൽ ടു B²L² V × 2/3R എന്ന് എഴുതുക. എന്താ ഈ മൈനസ് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇത് ഒപ്പോസ് ചെയ്യുക ആയതുകൊണ്ടാണ്. അതായത് ആരെ ഒപ്പോസ് ചെയ്യുക, വെലോസിറ്റി ഒപ്പോസ് ചെയ്യുക, അതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. ഇതിനകത്തുനിന്ന് ഞാൻ ആക്സലേഷൻ അല്ലെങ്കിൽ അവനെ നമുക്ക് -dv/dt എന്ന് എഴുതാം. dv/dt ഈസ് ഈക്വൽ ടു എന്താണ് 2 × B²L² × V/3R × M എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് -dv/v എന്ന് എഴുതാം. v ഇങ്ങോട്ട് കൊണ്ടുവന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2 × B²L² × dt/3RM എന്ന് വരും. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക നോക്കിക്കേ. ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി V0 ആണ്, നമുക്ക് V0/2 ആകുന്ന സമയമാണ് വേണ്ടത്. t = 0, t = ഒരു സ്മോൾ ലെറ്റർ t, ആ സമയമാണ് നമുക്ക് വേണ്ടത്. ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് എത്ര വരിക, നാച്ചുറൽ ലോഗരിതം ഓഫ് v എന്ന് വരും അല്ലേ. ഇനി ലിമിറ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. ലിമിറ്റ് ഇത് V0/2 വരും അല്ലേ, V0/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക, 2 × B²L² t/3RM എന്ന് വരും അല്ലേ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് വരുമ്പം ഓർഡർ മാറി എഴുതുക എന്ന് പറഞ്ഞാൽ എന്ത് വരും, നാച്ചുറൽ ലോഗരിതം ഓഫ് V0/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 മോളി വരും, which is equal to 2 × B²L² × t/3RM എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഫ്രം ദിസ് എക്സ്പ്രഷൻ വി ക്യാൻ റൈറ്റ് t as t is equal to t എങ്ങനെ എഴുതാം, 3RM × നാച്ചുറൽ ലോഗരിതം ഓഫ് 2 × B²L² എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ ആൻസർ വല്ലതും വന്നിട്ടുണ്ടോ നോക്കിയേ. 3 × RM × നാച്ചുറൽ ലോഗരിതം ഓഫ് 2 B²L², അതായത് കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 1 ആണല്ലേ. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 18. ആൻസർ ഓപ്ഷൻ 1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19 ഇതാണ്. എ പാർട്ടിക്കിൾ ഹാവിംഗ് ചാർജ് Q/m that is equal to 10⁻12 coulomb per kilogram enters into a magnetic field B equal to 2 Tesla. magnetic field z ഡയറക്ഷൻ ആണേ. അതായത് Q/mൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻12 ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് z ഡയറക്ഷൻ ആണ്, 2 ടെസ്ല ഉണ്ട് വാല്യൂ. ഇനി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനും വെലോസിറ്റി ഉണ്ട്, വൈ ഡയറക്ഷനും വെലോസിറ്റി ഉണ്ട്, ഇസഡ് ഡയറക്ഷനും വെലോസിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഇസഡ് ഡയറക്ഷനുള്ള വെലോസിറ്റി കാരണം എന്തുണ്ടാവാൻ പോകുന്നില്ല, ഫോഴ്സ് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പാരലായി പോകും. ദെൻ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഡിസ്ക്രൈബ്ഡ് ബൈ ദി പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിൽ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫോർമുല m × v പെർപെൻഡിക്കുലർ / BQ. ഇതാണല്ലോ ഫോർമുല. ഇവിടെ v പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ വെലോസിറ്റിക്കകത്ത് നമ്മൾ ഇവനെ കളഞ്ഞു. പിന്നെ നോക്കുക, 3i⁻, 4j⁻. അതായത് അവർ രണ്ടുപേരും, അതായത് ശരിക്കും പറഞ്ഞാൽ എക്സ് ആക്സിസിലും വെലോസിറ്റി ഉണ്ട്, വൈ ആക്സിസിലും വെലോസിറ്റി ഉണ്ട്. അപ്പം റിസൾട്ടൻ്റ് വെലോസിറ്റി XY പ്ലെയിനിലല്ലേ, ആ XY പ്ലെയിനിലുള്ള വെലോസിറ്റി ആർക്ക് പെർപെൻഡിക്കുലർ ആണ്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 വരില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ എഴുതാം, R is equal to m. അങ്ങനെ നിൽക്കട്ടെ. ഇനി പെർപെൻഡിക്കുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 വരും, /b എത്രയായിരുന്നു, b/2 വരും. ഓക്കെ, Q/m, ഈ m താഴത്തേക്ക് വരുമ്പോൾ Q/m വരും, ദാറ്റ് ഈസ് 10⁻12 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇതെത്രയാണ് വരിക 2.5 എന്ന് വരും അല്ലേ 2.5 ഇൻറ്റു 10⁻⁻12 എന്ന് വരും ഓക്കെ അല്ലേ 10⁻⁻12 അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത് ഈ വെലോസിറ്റിക്കകത്തൊരു 10⁻5 ഉണ്ട് കേട്ടോ വെലോസിറ്റിക്കകത്തൊരു 10⁻5 ഉണ്ട് അപ്പോൾ ആ 10⁻5 വന്നു കഴിയുമ്പോൾ ഇതെന്താ വരിക 10⁻7 എന്ന് വരും അല്ലേ 10⁻7 നമുക്കിത് 2500 എന്ന് എഴുതുവാണേ ഇൻറ്റു 10⁻10 എന്ന് എഴുതാം സോ 2500 ആങ്സ്ട്രം എന്ന് എഴുതാം അല്ലേ 2500 ആങ്സ്ട്രം എന്ന് എഴുതാം സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 വരും അപ്പോൾ 19ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം ഓക്കെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 3 large identical plates having area A are fixed at separation D from each other. അപ്പം 3 പ്ലേറ്റുകൾ ലാർജ് പ്ലേറ്റുകളാണ് അവരെ ഡി സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറയുക പ്ലേറ്റ് 1 ഈസ് ഗിവൺ എ ചാർജ് Q0 ഈ പ്ലേറ്റ് 1ന് Q0 ചാർജ് കൊടുത്തു അപ്പോൾ നമുക്കൊരു പ്ലസ് ഇവിടെ ഒരു Q0/2 ചാർജും ഇവിടെ ഒരു Q0/2 ചാർജും നമ്മൾ അസ്യൂം ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡക്ഷൻ കാരണം ഇവിടെ എന്ത് വരും -Q0/2 ചാർജ് ഇവിടെ വരും ഇവിടെ ഒരു പ്ലസ് Q0/2 ചാർജ് ഇവിടെ വരും ഇവിടെയാണെങ്കിൽ -Q0/2 ചാർജ് വരും ഇവിടെയാണെങ്കിൽ പ്ലസ് Q0/2 ചാർജ് വരും ഓക്കെ അപ്പോൾ ഇത്രയും എടുക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ പ്ലസ് Q0/2ഉം ഇവിടെ ഒരു -Q0/2ഉം ഇതൊരു കപ്പാസിറ്റർ പ്ലേറ്റ് പോലെ ആക്ട് ചെയ്യും അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ പ്ലേറ്റിലെ ഇനീഷ്യൽ ചാർജായിട്ട് നമുക്ക് എത്ര എടുക്കാമെന്ന് പറഞ്ഞേ Q0/2 എന്നാണ് ഇനീഷ്യൽ ചാർജായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഒരു ഇൻഡക്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് T=0 എന്ന് പറയുന്ന മൊമെൻറ്റിൽ ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുവാണ് എന്ന് കരുതുക ഓക്കെ അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞു എത്ര സമയം കഴിഞ്ഞു T=π/2 ഇൻറ്റു √LC ഈ സമയം കഴിയുമ്പോൾ എത്രമാത്രം ചാർജ് ആണ് ഒഴുകിയിട്ടുണ്ടാകുക എവിടെ കൂടി ഒഴുകിയിട്ടുണ്ടാകുക എന്ന് ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോൺ ത്രൂ ദി സ്വിച്ച് ഈ സ്വിച്ചിൽ കൂടി എത്രമാത്രം ചാർജ് ഒഴുകി പോയിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്തിന് തുല്യമാണെന്ന് വെച്ചാൽ നമ്മുടെ LC ഓസിലേറ്ററിന് ഈക്വലൻ്റ് ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്ന ചാർജാണ് Q0/2 എന്ന് പറയാം ഇപ്പോൾ LC ഓസിലേഷനകത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും ചാർജ് എന്ന് ചോദിച്ചാൽ ചാർജിൻ്റെ ഫോർമുല Q0 ഇൻറ്റു cos ωt എന്നാണ് എഴുതുക അല്ലേ അപ്പോൾ ഇവിടെ Q0 എന്നുള്ളത് നമുക്ക് എന്തെഴുതാം Q0/2 എന്നെഴുതാം cos ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/√LC ഇതാണ് ഒമേഗയുടെ വാല്യൂ തന്നിരിക്കുന്ന സമയം എത്രയാണ് π/2 ഇൻറ്റു √LC എന്ന് വരും അപ്പോൾ √LC ക്യാൻസലായി cos π/2 എന്ന് പറയുന്നത് 0 വരും അതായത് ഈ പറഞ്ഞേക്കുന്ന സമയം കഴിയുമ്പം കപ്പാസിറ്റർ പ്ലേറ്റിലുള്ള ചാർജ് 0 ആയി അപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന Q0 എന്ന് പറയുന്ന ചാർജ് ഒഴുകിപ്പോയി ഇവിടെ നിങ്ങോട്ട് Q0 എന്ന് പറയുന്ന ചാർജ് ഒഴുകിപ്പോയി എന്നല്ലേ എൻ്റെ അർത്ഥം അപ്പം ഈ സ്വിച്ചിൽ കൂടി ഒഴുകിപ്പോയ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ Q0/2 എന്ന് പറയുന്ന ചാർജാണ് സ്വിച്ചിൽ കൂടി ഒഴുകിപ്പോയത് അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരിക ഓപ്ഷൻ 4 ആണ് വരിക ഓക്കെ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം 21ാമത്തെ ക്വസ്റ്റ്യൻ A magnetic needle of magnetic moment 6.7 into 10⁻². അതായത് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് അതായത് ഡൈപോൾ മൊമെൻറ്റ് 6.7 into 10⁻² ആംപിയർ മീറ്റർ സ്ക്വയർ ഒരു ഡൈപോൾ ഉണ്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I is equal to 7.5 into 10⁻⁻6 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് അവനെ നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് എവിടെ വെച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ നോക്കിക്കേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ B is equal to 10⁻² ടെസ്ല എന്നാണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ് 10 ഓസിലേഷന് വേണ്ടി വരുന്ന സമയം എത്രയാണ് ഓരോ ഓസിലേഷന് വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ T is equal to 2π into √I/m into B ഇതെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇതിനകത്തേക്ക് നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു 2π into √I എന്ന് പറയുന്നത് 75 into 10⁻75 into 10⁻⁻7 എഴുതിക്കോട്ടെ 7.5 എന്നുള്ളത് 75 into 10⁻, അല്ലേ വേണ്ട അങ്ങനെ തന്നെ എഴുതോട്ടെ ഓക്കെ 7.5 എന്ന് തന്നെ എഴുതാം 7.5 into 10⁻⁻6 എന്ന് എഴുതുവാണ് ഡിവൈഡ് ബൈ m എന്നുള്ളത് 6.7 into 10⁻⁻2 into നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 10⁻² എത്ര വരും 10⁻⁻2 വരും ഇവന്മാരെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു 2π into √75 ഡിവൈഡ് ബൈ 67 ഇൻറ്റു ഇവർ മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ 10⁻⁻2 വരും 10⁻⁻2ൻ്റെ റൂട്ട് എടുത്താൽ 10⁻⁻1 വരും അതായത് 1/10 എന്ന് വരും ഓക്കെ ഇതാണ് ഒരു ഓസിലേഷന് വേണ്ടി വരുന്ന സമയം അപ്പോൾ 10 ഓസിലേഷന് വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 10 into T അല്ലേ അപ്പോൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ക്യാൻസൽ ആയി പോകും അപ്പോൾ 2π into √75 ഡിവൈഡ് ബൈ 67 എന്ന് വരും അല്ലേ അപ്പോൾ 2π into √k/67 എന്നാണ് പറഞ്ഞത് അപ്പോൾ കെയുടെ വാല്യൂ എത്ര നോക്കിക്കേ 75 എന്ന് വരും കെയുടെ വാല്യൂ 75 ഓക്കെ അപ്പോൾ 21ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 75 എന്നാണ് വരിക ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 22 എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L carrying linear charge density lambda is rotated with an angular velocity omega about midpoint of the rod
ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദി റോഡ് ഈസ്. അപ്പോൾ നമ്മളതിലൊരു റോഡുണ്ട് എന്ന് കരുതുക. ഓക്കെ, ഒരു റോഡുണ്ട്. റോഡിൻ്റെ മിഡ് പോയിൻറ്റിന് എബൌട്ടായിട്ട് റോഡിനെ നമ്മൾ ഒമേഗ ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുവാണ്. ഈ റോഡിന് ചാർജ് ഉണ്ട്, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ കാരണം ഉണ്ടാകുന്ന ഡൈപോൾ മൊമെൻറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മ്യൂ ബൈ അല്ലെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു എന്താണ് ക്യൂ ഇൻറ്റു എന്താണ് ആംഗുലർ മൊമെൻറ്റം. എന്താണ് ആംഗുലർ മൊമെൻറ്റം ജെ എന്ന് എഴുതുവാണ്. എല്ല് ലെങ്ത് ആയതുകൊണ്ട് ജെ ഡിവൈഡ് ബൈ 2m. ഓക്കെ, ഈ ഫോർമുല നമ്മൾ പഠിച്ചുള്ള കാര്യം. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ജെ ഡിവൈഡ് ബൈ 2m എന്നുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം ചാർജാണ്. മൊത്തം ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം. ഓക്കെ, ഇനി ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 2m എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി സെൻറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2m ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് എങ്ങനെ എഴുതാം? എം ആർ സ്ക്വയർ അല്ല ML സ്ക്വയർ ഡിവൈഡ് ബൈ 12. ഓക്കെ, ഇൻറ്റു ഒമേഗ എന്ന് വരും. ആര് ക്യാൻസൽ? എം ക്യാൻസൽ. പിന്നെ റിമൈനിങ് ആയിട്ട് ആരാ ഉള്ളത് നോക്കിക്കേ? ലാംഡ ഇൻറ്റു എൽ ക്യൂബ് ഇൻറ്റു ഒമേഗ ബൈ എത്ര? 2r എന്ന് വരും. 2r ആണോ? 2r അല്ലല്ലോ, ഇത് 12 അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ വരിക? 24 എന്ന് വരും അല്ലേ? 24 എന്ന് വരും. സോ നമുക്ക് തന്നിരിക്കുന്നത് ലാംഡ ഇൻറ്റു എൽ ക്യൂബ് ഇൻറ്റു ഒമേഗ ബൈ n എന്നാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര നോക്കിയേ? n ഈസ് ഈക്വൽ ടു 24. ഇതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തത് 23ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ചേഞ്ചിങ് അറ്റ് എ റേറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ദാറ്റ് ഈസ് dE/dt എത്രയാണ്? 6 × 10⁶ വോൾട്ട് പെർ മീറ്റർ സെക്കൻഡ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.06 × 10⁻⁸ ആംപിയർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ ഏരിയ, ഓക്കെ, കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഏരിയ n cm² എന്നാണ് തന്നിരിക്കുന്നത്. ദെൻ വാല്യൂ ഓഫ് ഇൻറ്റിജർ n2 നിയറസ്റ്റ് ഇൻറ്റിജർ എന്നിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ കേസിലെ Q എന്ന് പറഞ്ഞാൽ C × V ആണ്. ഓർ Q ക്യാൻ ബി റിട്ടൺ ആസ് C × V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ E × D എന്ന് എഴുതാം അല്ലേ? ആണോ? V എന്ന് പറഞ്ഞാൽ E × D അല്ലേ? കാരണം E ഈസ് ഈക്വൽ ടു V/D എന്നാണ് പറയാം അല്ലേ? V/D എന്ന് പറയാം. സോറി, E ഈസ് ഈക്വൽ ടു V/D. E ഈസ് ഈക്വൽ ടു V/D ആണ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? E × D എന്ന് എഴുതാം. ശരിയാണല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ dQ/dt എന്ന് പറഞ്ഞല്ലേ കറണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു C × എന്താണ്? ഡിയും കോൺസ്റ്റൻ്റ് ആണ്, dE/dt എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് dQ/dt എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ ε0 × A/D ഇൻറ്റു D ഇൻറ്റു dE/dt എന്ന് വരും. ആര് ക്യാൻസൽ? D ക്യാൻസൽ. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ε0യുടെ വാല്യൂ എല്ലാവർക്കും അറിഞ്ഞൂടെ? 8.85 × 10⁻12. ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. dE/dt നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കിട്ടിയാൽ ഏകദേശം വരിക 2 × 10⁻⁴ m² എന്ന് വരും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cm² എന്നാണ് അപ്രോക്സിമേറ്റ്ലി വരിക. ഓക്കെ, 2 cm² എന്നാണ് വരിക. ഓക്കെ, അതായത് 23ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക 2 എന്നാണ് വരിക. ഇനി 24ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. 24ാമത്തെ ക്വസ്റ്റിലേക്ക് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്യൂം ഈസ് ഗിവൺ ബൈ. ഓക്കെ, വാക്യത്തിൽ കൂടി പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നതാണ്. അതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത്. വെയർ x is in meter and t is in second, then the value of 100 × k. ഇത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നൊരു കാര്യം, ഒമേഗയുടെ വാല്യൂ 3 × 10⁻⁶ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം ω/k എന്ന് പറഞ്ഞാൽ ആരാണ്? C ആണ്. അപ്പോൾ k എന്ന് പറഞ്ഞാൽ ആരാ? k എന്ന് പറഞ്ഞാൽ ω/c ആണ്. ശരിയല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ 3 × 10⁸ അല്ലേ? സോറി, 3 × 10⁶ അല്ലേ? C എന്ന് പറഞ്ഞാൽ 3 × 10⁸ അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻² എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 × k എന്ന് പറഞ്ഞാൽ എത്ര വരിക? 100 × 10⁻² എന്ന് പറഞ്ഞാൽ 1 എന്ന് വരില്ലേ? അപ്പോൾ 100 × k എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 1 എന്നാണ് വരിക അല്ലേ? ഓക്കെ, 25ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 25. 25ാമത്തെ ക്വസ്റ്റിലേക്ക് വന്നാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫേസർ ഡയഗ്രാം ഓഫ് LCR സീരീസ് സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാമാണ് തന്നേക്കുന്നത്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ AC വോൾട്ടേജ് ആൻഡ് AC കറണ്ട്, കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ഫോർമുല എഴുതാം. tan phi ഈസ് ഈക്വൽ ടു
നോക്കുക ഇവിടെ വി എൽ ആണ് ഗ്രേറ്റർ വി സി യെക്കാട്ടിലും. അപ്പം അതിൻ്റെ അർത്ഥം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഫോർമുല എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ഇനി കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാരായി വി എൽ മൈനസ് വി സി ഡിവൈഡ് ബൈ വി ആർ എന്ന് വരും അല്ലേ. വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ എത്രയാ 1 വരും. ഓക്കെ, വി ആർ എന്ന് പറഞ്ഞാൽ എത്രയാ √3 വരും. അപ്പോൾ tan phi ഈസ് ഈക്വൽ ടു √3. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാ 30 ഡിഗ്രി. ഡിഗ്രിയിൽ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എത്ര വരും 30 ഡിഗ്രി എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ 30 എന്ന് വരും 25ാമത്തെ ക്വസ്റ്റിൻ്റെ. ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ ദി ഷോൺ സീരീസ് LCR സർക്യൂട്ട് അമ്മീറ്റർ റീഡിംഗ് ഈസ്. അമ്മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കുക. വളരെ 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 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സെയിം ആണ്, 200 ആണ്. അതിൻ്റെ അർത്ഥം സർക്യൂട്ട് റെസൊണൻസിലാണ്. സർക്യൂട്ട് റെസൊണൻസിലാണെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ RMS കറണ്ട് ആണ്. RMS കറണ്ട് എന്ന് പറഞ്ഞാൽ RMS വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുത്താൽ മതി. RMS വോൾട്ടേജ് 100 ആണ്, റെസിസ്റ്റൻസ് എത്രയാണ്, റെസിസ്റ്റൻസ് 50 ആണ്. സോ കറക്റ്റ് ആൻസർ 2 ആംപിയർ, അതായത് അമ്മീറ്റർ റീഡിംഗ് 2 എന്ന് വരും. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 2 എന്നാണ് വരിക. ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്ക്വയർ ലൂപ്പ് ABCD. ഇതുണ്ടോ, ഒരു ABCD എന്ന് പറയുന്ന സ്ക്വയർ ലൂപ്പ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ്, ഈ ദൂരവും 1 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ സ്ക്വയർ ലൂപ്പിൽ കൂടെയുള്ള കറണ്ട് 5 ആംപിയർ ആണ്. അതിനെ തൊട്ടടുത്തൊരു ലോങ് സ്ട്രെയിറ്റ് വയർ ഉണ്ട്, കറണ്ട് 100 ആംപിയർ ആണ്. ഓക്കെ, ദ ലൂപ്പ് ആൻഡ് വയർ ആർ ഇൻ സെയിം പ്ലെയിൻ. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ ലൂപ്പ് ഈസ്. ഈ ലൂപ്പിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്ന സമയത്ത് നോക്കുക, ഇവർ രണ്ടുപേരും പാരലൽ കണ്ടക്ടേഴ്സ് വരും. പാരലൽ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അത് നമുക്കറിയാം, അത് F1. ഇവനും ആൻറ്റി പാരലൽ കണ്ടക്ടർ വരും, അവർ റിപ്പൽ ചെയ്യും, അത് എന്താണ് F2. ഇനി ഇവിടെയുമുള്ള ഫോഴ്സുകൾ ക്യാൻസൽ ആയി പോയിക്കോളും, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വലിയ ഫോഴ്സ് F1 ആയിരിക്കില്ലേ, അതല്ലേ അടുത്ത് F1 മൈനസ് F2 എടുത്താൽ മതി അല്ലേ. F1 എന്ന് പറഞ്ഞാൽ μ0 ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ 2π ഇൻറ്റു R1 ഇൻറ്റു L. R1 എന്ന് പറയുന്നത് ഈ ദൂരമാണ്, മൈനസ് അടുത്തത് μ0 ഇൻറ്റു I1 I2 ഇൻറ്റു L ഡിവൈഡ് ബൈ 2π ഇൻറ്റു R2 എന്ന് വരും. അപ്പം ഞാൻ കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കുന്നു, μ0 ഇൻറ്റു I1 I2 ഇൻറ്റു L ഡിവൈഡ് ബൈ 2π കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. പിന്നെ 1/R1 മൈനസ് 1/R2 എന്ന് പറയാം. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് മ്യൂസിയുടെ വാല്യൂ ഉണ്ട്. അതുപോലെ I1 100 ആണ്, I2 എന്ന് പറയുന്നത് 5 ആണ്. L എന്ന് പറയുന്നത് എല്ലാ വാല്യൂം കാണിച്ചിടാം. L എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 10⁻² എന്ന് വരും. അതുപോലെ R1 എന്ന് പറയുന്നത് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 10⁻² മീറ്റർ എന്ന് വരും. അതുപോലെ R2 എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 2 × 10⁻² മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ K × 10⁻⁻5 എന്നാണ് വരിക അല്ലേ. ഓക്കെ, അത് നിങ്ങൾക്ക് നെറ്റ് ഫോഴ്സ് വരിക 27ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. എൻ്റെ നെറ്റ് ഫോഴ്സ് വരിക 5 × 10⁻⁵ ന്യൂട്ടൺ എന്ന് വരും കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 5 × 10⁻⁵ ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ Kയുടെ വാല്യൂ 5 വരും കേട്ടോ. Kയുടെ വാല്യൂ 5 വരും. നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. An irregular shaped coil carries current I0 as shown in figure. അപ്പോൾ ഇതിനകത്തൂടെ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുക. ഇത് ഇങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പം കറണ്ട് ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇങ്ങനെയല്ല, ഈ ഒരു ആർക്കിൽ കൂടി വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് ഓയിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ x × μ0 I0/8R ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രെയിറ്റ് വയർ കാരണമുള്ള ഫീൽഡ് 0 ആണ്. പിന്നെ ഈ 2 ആർക്ക് കാരണമുള്ള ഫീൽഡാണ്. ആ 2 ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. സോ നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ B1 + B2. ചെറിയ ആർക്ക് കാരണമുള്ള ഫീൽഡ് എടുക്കുക, പിന്നെ വലിയ ആർക്ക് കാരണമുള്ള ഫീൽഡ് എടുക്കുക. ആർക്ക് കാരണമുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0 × I ഡിവൈഡ് ബൈ ആദ്യത്തെ ആർക്കിൻ്റെ റേഡിയസ് R ആണ്. അപ്പോൾ 2 × R ഇൻറ്റും ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ അത് എത്ര വരും, 1/4 വരും അല്ലേ. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് 1/4 വരും. പ്ലസ് അടുത്തത് μ0 × I ഡിവൈഡ് ബൈ ഓക്കെ എത്രയാണ്, 2 × അവൻ്റെ റേഡിയസ്, രണ്ടാമത്തെ ആളുടെ റേഡിയസ് 2R വരും. അവിടെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്ര വരും നോക്കി, 3/4 വരും. രണ്ടാമത്തെ ആളുടെ നമ്പർ ഓഫ് ടേൺസ് 3/4 എന്ന് വരും. ഇതിനകത്ത് നമുക്ക് μ0 I/8R കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 - എത്ര വരും, 1 - 3/2 എന്ന് വരും അല്ലേ. സോറി, 1 + 3/2 എന്ന് വരും. ശരിയാണ്, 1 + 3/2 എന്നല്ലേ വരിക. 8R ഞാൻ പുറത്തെടുത്തു, അപ്പോൾ 1 + 3/2 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക നോക്കിക്കേ, μ0 I/8R ഇൻറ്റു ഇത് എത്രയാണ് വരിക,
5/2 5/2 എന്ന് പറഞ്ഞാൽ എത്ര വരിക 2.5 എന്ന് വരും അല്ലേ ഓക്കെ അപ്പോൾ 2.5 ഇൻറ്റു μ0I/8R എന്നാണ് വരിക ഓക്കെ അപ്പോൾ എന്താണ് μ0I/8R ഇൻറ്റു 2.5 അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു 2.5 എന്നാണ് വരിക അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 2.5 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 29ലേക്ക് വരുവാണെങ്കിൽ A time varying magnetic field is directed into the page as shown in figure and it is decreasing at a constant rate 150 Tesla per second. അപ്പോൾ ഇവിടെ ഒരു നോക്കിയേ ഈ ഒരു സർക്യൂട്ട് ഉണ്ട് സർക്യൂട്ടിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് സമയത്തിനനുസരിച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് dB/dt വിച്ച് ഈസ് ഈക്വൽ ടു 150 ടെസ്ല പെർ സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നത് ഓക്കെ ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ ഈസ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അമ്മീറ്റർ റീഡിംഗ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ആലോചിക്കണം ഇവിടെ ഒരു സെല്ലുണ്ട് സെല്ലുള്ളതുകൊണ്ട് ഓൾറെഡി അവിടെ ഒരു കറണ്ട് ഉണ്ട് അപ്പോൾ ആദ്യം സെല്ല് കാരണമുള്ള കറണ്ട് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം ദറ്റ് ഈസ് I1 ഈസ് ഈക്വൽ ടു V/R എടുത്താൽ മതി V എന്ന് പറയുന്നത് 5 R എത്രയാ R എന്ന് പറഞ്ഞാൽ 10 സോ ഇറ്റ് ഈസ് ഈക്വൽ 0.5 ആംപിയർ എന്ന് വരും അപ്പോൾ അത് കാരണമുള്ള കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ വരിക നോക്കിക്കേ ആ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരിക ഇനി അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കണം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R ഇൻറ്റു d∅/dt അല്ലേ d∅/dt A ഇൻറ്റു dB/dt എന്ന് നമുക്ക് എഴുതാം കാരണം ഫ്ലക്സിനകത്ത് വേരി ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് ശരിയല്ലേ ഇവൻ്റെ ഏരിയ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു സ്ക്വയർ ലൂപ്പ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് L സ്ക്വയർ L എന്ന് പറയുന്നത് 10⁻⁻1 ആണ് അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻²വരും അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക റെസിസ്റ്റൻസ് 1/10 ഉണ്ടല്ലേ ഓക്കെ ഇൻറ്റു 10⁻² ഇൻറ്റു dB/dt എന്ന് പറയുമ്പോൾ എത്ര വരിക 150 എന്ന് വരും അല്ലേ 150 എന്ന് വരും ഇവിടുന്ന് ഒരു 0 പോയി വിച്ച് ഇസ് ഈക്വൽ ടു 0.15 ആംപിയർ എന്ന് വരും 0.15 ആംപിയർ ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ ഇവിടെയുള്ള ഫ്ലക്സ് ഇൻവേർഡ് ഫ്ലക്സ് ആണ് ഇൻവേർഡ് ഫ്ലക്സ് കുറയുവാണ് ചെയ്യുക ഇൻവേർഡ് ഫ്ലക്സ് കുറയുമ്പം വീണ്ടും ഇൻവേർഡ് ഫ്ലക്സ് വേണം അപ്പോൾ കറണ്ട് എന്തായി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉള്ള കറണ്ടാണ് ഇൻഡ്യൂസ് ചെയ്യുക ശരിയാണല്ലോ ക്ലോക്ക് വൈസ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്ന I1 മൈനസ് I2 എന്നെടുക്കാം കാരണം I1 ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നു I2 ക്ലോക്ക് വൈസ് ആണ് സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക 0.5 മൈനസ് 0.15 എന്ന് വരും അല്ലേ 0.5 നിന്നും 0.15 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35 എന്ന് വരും അല്ലേ 0.35 ആംപിയർ എന്ന് വരും നമ്മുടെ ആൻസർ തന്നേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ 10⁻² എന്നുള്ള ഫോമില അപ്പോൾ 35 ഇൻറ്റു 10⁻² ആംപിയർ എന്ന് എഴുതാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് KRS ആണ് തന്നേക്കുന്ന വാല്യൂ K ഈസ് ഈക്വൽ ടു 35 എന്ന് പറയാം ഓക്കെ അപ്പോൾ 29ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 35 എന്ന് വരും നമുക്ക് 30ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം ഓക്കെ 30ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എ മെറ്റൽ വയർ PQ സ്ലൈഡ്സ് ഓൺ പാരലൽ മെറ്റാലിക് റെയിൽസ് സെപ്പറേറ്റഡ് ബൈ 0.25 മീറ്റർ അപ്പോൾ ഈ രണ്ട് പാരലൽ ആയിട്ടുള്ള വയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.25 എന്ന് പറയുക അത് നമുക്ക് ആ വയറിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കാം ദാറ്റ് ഈസ് 1/4 മീറ്റർ ഓക്കെ ഇനി ഈച്ച് ഹാവിങ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് അതായത് ഇവനും ഒന്നും റെസിസ്റ്റൻസ് ഇല്ല there is a 2 ohm resistor and a 10 volt battery as shown in figure ഇവിടെ ഒരു 2 ohm റെസിസ്റ്ററും അതുപോലെ 10 വോൾട്ട് ബാറ്ററി ഉണ്ട് അപ്പോൾ ഇവർ കാരണം ഓൾറെഡി അവിടെ ഒരു കറണ്ട് ഉണ്ട് ആ കറണ്ടിനെ നമുക്ക് I1 എന്ന് എടുത്തേക്കാം I1 ഈസ് ഈക്വൽ ടു എത്ര V/R ഉണ്ടല്ലേ V/R എന്ന് പറഞ്ഞാൽ എത്രയാണ് 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആംപിയർ കറണ്ട് അവിടെ ഓൾറെഡി ഉണ്ട് okay there is a uniform magnetic field directed into the plane of the paper of magnitude 0.5 Tesla അപ്പോൾ അവിടെ 1/2 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു വാല്യൂ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എ ഫോഴ്സ് ഓഫ് 0.5 ന്യൂട്ടൺ ടു ദി ലെഫ്റ്റ് ഈസ് റിക്വയർഡ് ടു കീപ് ദി സ്ലൈഡ് വയർ PQ മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ടു റൈറ്റ് അതായത് ഈ PQ എന്ന് പറയുന്ന ഈ വയറിനെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡോടെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നാണ് പറയുക അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെന്ന് ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ PQ എന്ന് പറയുന്ന കണ്ടക്ടറിനെ എനിക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ PQ എന്ന് പറയുന്ന കണ്ടക്ടർ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടെ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവണം എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫോഴ്സ് റൈറ്റിലേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലെഫ്റ്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വന്നത് അങ്ങനെയാണ് എങ്കിൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് സ്പീഡായ V എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ കാരണം ഇവിടുത്തെ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മോഷണൽ EMF ഉണ്ടായിട്ട് ഒരു കറണ്ട് ഇവിടെ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതുക BLV/R എന്ന് എഴുതാം അല്ലേ ഇതാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്മിലുള്ള ഉപയോഗിച്ച് കണ്ടുപിടിക്കാം
ഫീൽഡ് ഇൻറ്റു ആണ്, വെലോസിറ്റി റൈറ്റിലേക്കാണ്, അപ്പോൾ കറണ്ട് മുകളിലേക്ക് വരും. ഓക്കെ, കറണ്ട് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാന്ന് നോക്കിക്കേ, ക്യൂവിൽ നിന്ന് പിയിലേക്കാണ്. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് പിയിൽ നിന്ന് ക്യൂവിലേക്കായിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻറ്റ് കറണ്ട്, ഇതിൽ ഏത് കറണ്ടായിരിക്കും വലിയ കറണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതെങ്ങനെയാണ് വലിയ കറണ്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സ് റൈറ്റിലേക്ക് വരണം, അതേപോലെ ഫീൽഡ് അകത്തേക്കാണ്, മാഗ്നറ്റിക് ഫോഴ്സ് റൈറ്റിലേക്കാണ്. അപ്പം റിസൾട്ടൻറ്റ് കറണ്ട് പിയിൽ നിന്ന് ക്യൂവിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം ആദ്യം ഉണ്ടായിരുന്ന I1 എന്ന് പറയുന്ന കറണ്ടാണ് വലിയ കറണ്ട്. ഓക്കെ, അപ്പം നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ I1 മൈനസ് I2 എന്നെടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിനോട് ഈക്വലാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. B²L² അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല നമുക്ക് എങ്ങനെയാണ് BIL എന്നിട്ടാലും പോരെ, BIL എന്നിടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു B നമ്മുടെ തന്നിട്ടുണ്ട്. I എന്നുള്ളിടത്ത് എന്തെഴുതുക, I1 മൈനസ് I2. I1 മൈനസ് I2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് I2 എന്ന് പറഞ്ഞാൽ BLV/R. ഓക്കെ, ഇൻറ്റു L എന്ന് വരും അല്ലേ? ഓക്കെ, ഇനി അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ 0.5 ന്യൂട്ടൺ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ കണ്ടക്ടറിൻ്റെ ലെങ്ത് 1/4 അതുണ്ട്. പിന്നെ റെസിസ്റ്റൻസ്, നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്, റെസിസ്റ്റൻസ് 2 Ohm അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആകെ അൺനോൺ ആയിട്ടുള്ള ഏക ടൈം V ആണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് വിയുടെ വാല്യൂ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ വിയുടെ വാല്യൂ എത്രയാണെന്ന് ചോദ്യം. ക്വസ്റ്റിൻ്റെ ആൻസർ വരിക 16 മീറ്റർ/സെക്കൻഡ് എന്നാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, ആൻസർ വരിക 16 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു. ചെറിയ ചെറിയ കാൽക്കുലേഷൻ പാർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റിനകത്തും എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. വളരെ കുറച്ച് ക്വസ്റ്റിനായിരുന്നു നമുക്ക് സ്പോട്ടിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുവാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഇനിയും ഈ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു. Hello, good evening everyone. Season's greetings to you all. ഇന്ന് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുക. മലയാളത്തിലായിരിക്കും ക്ലാസ്. ഓക്കെ, വി വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒന്ന്, യു മസ്റ്റ് ഹാവ് ടു നോ ഹൗ ടു റീഡ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കുക.
എന്നിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് ട്രൈ ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാനിതൊന്ന് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്ന കേൾക്കണം. എക്സ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് തീറ്റ, വൈ ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് തീറ്റ, then find dy by dx. So that is parametric differentiation. X is given in terms of theta, y also given in terms of theta. X thetail തന്നിട്ടുണ്ട്, y യും thetail തന്നിട്ടുണ്ട്. Because x is a function of theta, y is also a function of theta, right? അപ്പോൾ dy by dx ൻ്റെ ഫോർമുല പറഞ്ഞ് dy by dx is equal to parametric form dy by d theta divided by dx by d theta. Now look at the question. This is your dy. ഇതാണ് നമ്മുടെ dy by y തന്നേക്കുന്നത്. അപ്പോൾ അവിടെ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, വിച്ച് റൂൾ വിൽ യു ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ dy by d theta means first theta into cos theta, first into derivative of the second, plus sin theta into 1 plus cos derivative of cos theta, അത് minus sin theta. ഒറ്റ സ്റ്റെപ്പ് ഡിവൈഡ് ബൈ. നൗ ഇനി എക്സിലേക്ക് വന്നേ, തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ, ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ, പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 ഡെറിവേറ്റീവ് ഓഫ് തീറ്റ, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് കോസ് തീറ്റ. Right? This cos theta minus cos theta cancel, sin theta minus sin theta cancel, theta and theta cancel. Therefore, cos theta by minus sin theta, that is minus cot theta. So your answer is the fourth one. Right? ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ട് നിർത്തണ്ട. You should know how to find the derivative, second order derivative. എങ്ങനെയാണ്? d square y by dx square ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിലോ? Parametric formula, that is d by dx of dy by dx. Okay? ഇതല്ല എൻ്റെ ഡെഫിനിഷൻ. ഇനി അത് കണ്ടുപിടിക്കുന്നത് d by d theta of dy by dx into d theta by dx. ഈ ഫോർമുല കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വെച്ചോളണം. സിമിലർലി ഇതുപോലെ തന്നെ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. d cube y by dx cube is equal to d by d theta of d square y by dx square into d theta by dx. What is this d theta by dx? 1 by dx by d theta. Okay, we'll move on to the next question then. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 62 കണ്ടില്ലേ? കോട്ട് ഓഫ് സിഗ്മ കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് സിഗ്മ 2p. ഈ മഹാഭാരത യുദ്ധത്തിലെ അഭിമന്യു ഒരു യുദ്ധമുറ പറയുന്നുണ്ട്. എന്താ? പത്മവ്യൂഹം ഭേദിക്കൽ. അത്തരം കണ്ടീഷൻസ്, അത്തരം ടെക്നിക്കുകളാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്. യു മസ്റ്റ് ഹാവ് ടു അപ്ലൈ സച്ച് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ടു സോൾവ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യാൻ അങ്ങനെ വേണം. അപ്പോൾ അകത്ത് നിന്ന് അറ്റാക്ക്, ഫ്രണ്ടിൽ നിന്നല്ല, അകത്ത് നിന്ന് അറ്റാക്ക്. എങ്ങനെയാ? ഫസ്റ്റ് യു ഒബ്സർവ് ദിസ് പാർട്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടോട്ടൊന്ന് എഴുതാം. ദാറ്റ് ഈസ് കോട്ട് ഓഫ് sigma n is equal to 1 to 19 cot inverse of 1 plus sigma p is equal to 1 to n 2p. That's the question here. No. ഈ ക്വസ്റ്റ്യൻ അകത്ത് നിന്ന് നോക്കുക. സിഗ്മ 1 to n 2p, ഇങ്ങോട്ട് സിഗ്മ 1 to n 2p എന്ന് വെച്ചാൽ 2 ഇൻറ്റു സിഗ്മ 1 to n p, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അപ് ടു n. എല്ലാവർക്കും അറിയില്ലേ ആ ഫോർമുല? 2 ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ദിസ് 2 ക്യാൻസൽ. സോ യു ഗെറ്റ് ദാസ് n ഇൻറ്റു n പ്ലസ് 1. കണ്ടില്ലേ? n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് നോക്ക്. This is equal to cot of sigma n is equal to 1 to 19. Cot inverse of, നോക്കൂ, 1 here plus ഈ സിഗ്മ 2p ഞാൻ കണ്ടുപിടിച്ചു, n ഇൻറ്റു n പ്ലസ് 1 അല്ലേ? എക്സാം ഹോളിൽ ഔട്ട് ഓഫ് എന്തൂസിയാസ് ഇതൊക്കെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കും. വേണ്ട, അതാണ് ശ്രദ്ധിക്കേണ്ടത്. യു ഹാവ് ഫോർമുല. ഏത് ഫോർമുല? tan inverse of x minus tan inverse of y is equal to tan inverse of x minus y by 1 plus xy. പഠിച്ചിട്ടുണ്ട്. കണ്ടീഷനൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. യു ക്യാൻ. അപ്പോൾ ഇവിടെ കോട്ട് ഇൻവേഴ്സ് നമുക്ക് ഇഷ്ടമില്ല. വി വിൽ ചേഞ്ച് ഇറ്റ് ഇൻറ്റു എന്തായിട്ട് മാറും? ടാൻ ഇൻവേഴ്സ്. സോ ദിസ് വിൽ ബിക്കം കോട്ട് ഓഫ് സിഗ്മ 1 to 19 n is equal, that's understood. ഉടനെ ഞാൻ ഈ കോട്ട് ഇൻവേഴ്സിനെ ആരിലേക്ക് മാറ്റും?
ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റും. എന്താ ഫോർമുല? കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x. റിമെമ്പർ ഓൺലി ഇഫ് എക്സ് ഈസ് പോസിറ്റീവ്. ഇതെല്ലാം പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഫോർമുല 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1. പക്ഷെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് മൈനസ് വൈ വന്നാലേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ടാ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് 1 ഉണ്ട്. ഓക്കെ, എക്സ് ഇൻറ്റു വൈ. ലുക്ക് അറ്റ് ദിസ് 1. ഈ 1നെ ഞാൻ n പ്ലസ് 1 മൈനസ് n എന്ന് എഴുതും. n പ്ലസ് 1 മൈനസ് n. എന്താ n പ്ലസ് 1 മൈനസ് n? 1 ആണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ, സോ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ ബൈ. അപ്പോൾ ദിസ് ഈസ് ഇക്വൽ ടു കോട്ട് ഓഫ്, ഇനി സിംപ്ലിഫൈ ചെയ്തു, സിഗ്മ 1 to 19. This is tan inverse of n plus 1 minus tan inverse of n. Ready? എപ്പോഴും tan inverse of n plus 1 ഇതിനേക്കാൾ ഒന്ന് കൂടുതൽ, സക്സീഡിങ് പ്രീസീഡിങ് ടേംസിൻ്റെ സിംപ്ലിഫിക്കേഷനിലേക്ക്. ഇനി ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് കോട്ട് ഓഫ്, ഓക്കെ, കോട്ട് ഓഫ് സിഗ്മ 1 to n. ആദ്യം ഞാൻ 1 അപ്ലൈ ചെയ്യാൻ പോവാം ഇവിടെ, 1. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1 ആണ് ഫസ്റ്റ് ടൈം. n is equal to 1. അടുത്ത പ്ലസ് ഇടുമ്പോൾ ദാറ്റ് വിൽ ബി ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ആണ് 3 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 പ്ലസ് എറ്റ്സെട്ര. ലാസ്റ്റ് ടേം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 19. ദാറ്റ് വിൽ ബിക്കം ടാൻ ഇൻവേഴ്സ് 20 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 19. കണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സീരീസ് നമ്മൾ പല ആവർത്തി ചെയ്തിട്ടുണ്ട്. ദ പ്രീസീഡിങ് പോസിറ്റീവ്, ഈ ആദ്യത്തെ ബ്രാക്കറ്റിലെ പോസിറ്റീവ്, രണ്ടാമത്തെ ബ്രാക്കറ്റിലെ നെഗറ്റീവ്, ഇതേ ഓർഡറിൽ കട്ട് ചെയ്തു. പ്രീസീഡിങ് പോസിറ്റീവ്, സക്സീഡിങ് നെഗറ്റീവ്. സോ യു ഗോട്ട് ദിസ് ഈസ് കോട്ട് ഓഫ്, എന്ത് കിട്ടിയെന്ന് പറഞ്ഞേ, ടാൻ ഇൻവേഴ്സ് 20 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 π/4 എന്ന് അറിയാം, വേണ്ട, നമുക്ക് ആൻസേഴ്സ് എല്ലാം നമ്പേഴ്സിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ദിസ് വിൽ ബി കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ പറഞ്ഞേ, സെയിം ഫോർമുല, ടാൻ ഇൻവേഴ്സ് ഓഫ് 20 മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 20 ഇൻറ്റു 1. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ. ഇനി ടാൻ ഇൻവേഴ്സ് ആരാ? കോട്ട് ഇൻവേഴ്സ് 1 ബൈ. അപ്പോൾ ഇവിടെ കോട്ട് ഓഫ്, ദിസ് ഇസ് അഗെയിൻ കോട്ട് ഓഫ്, ദിസ് വിൽ ബി കോട്ട് ഓഫ് എന്ന് പറഞ്ഞേ, കോട്ട് ഇൻവേഴ്സ് ഓഫ്. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ 1 പ്ലസ് 20 എന്ന് പറഞ്ഞാൽ 21 ബൈ 19. കോട്ട് ഇൻവേഴ്സ്, കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് 21 ബൈ 29. സോ ദാറ്റ്സ് അഗെയിൻ ഫോർത്ത് വൺ ഈസ് യുവർ ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കുന്നു. ക്വസ്റ്റ്യൻ 3. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എഫ് എക്സ് ഈസ് ഗിവൺ ആൻഡ് ഈസ് ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ മീൻസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. ഇപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് നോക്കുക. ഐ ടേക്ക് ദ ലെഫ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. എന്താ എൻ്റെ ഫോർമുല? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് മൈനസ് എഫ് 0 ഹോൾ ഡിവൈഡ് ബൈ മൈനസ് എച്ച്. ദാറ്റ്സ് എ ലെഫ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ 0യിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ പോവാം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് മീൻസ് എഫ് ഓഫ് മൈനസ് എച്ച്. അപ്പോൾ അത് മൈനസ് എച്ച് ടു ദ പവർ ആൽഫ in the sign of what there then 1 by minus h minus f0 question. This is called f0. f0 is 0 divided by minus h. Okay. Now this is equal to limit h tends to 0 minus h the whole raised to alpha minus 1 a raised to m by a raised to n into sign of minus 1 by h. ഇത് കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സൈൻ ഓഫ് എനിത്തിങ് വിൽ ഓൾവേസ് ലൈ ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ 0യിലേക്ക് അത് മാറണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എച്ച് ഇല്ലേ? അപ്പോൾ ദിസ് പാർട്ട്, ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ നമ്പർ ബിറ്റ്വീൻ -1 ആൻഡ് +1. അതാണ് ഈ സൈൻ ഓഫ് 1 by h. അത് വി ഡു നോട്ട് നോ വാട്ട്, ആ നമ്പർ എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് 1 ആകാം, -1 ആകാം, 1/2 ആകാം, -1/2 ആകാം. പക്ഷേ ഇറ്റ് ഷുഡ് ബി എ യുണീക്ക് വാല്യൂ. യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ എ 0. 0 വേണമെന്നുണ്ടെങ്കിൽ ഈ എച്ച് ഇവിടെ നിൽക്കണം.
എച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആൽഫ മൈനസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് ആൽഫ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. സോ യുവർ ആൻസർ സെക്കൻഡ് വൺ ഈസ് ദിസ്. പറഞ്ഞ മനസ്സിലായോ? ഇത് ഒരു യുണീക്ക് നമ്പർ അല്ല. ഈ റിസൾട്ട് യുണീക്ക് ആയിരിക്കണം. യുണീക്ക് നമ്പർ അല്ലാത്തതിനെ യുണീക്ക് ആക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മൾട്ടിപ്ലൈ ബൈ 0. അപ്പോൾ അവിടെ ഒരു എച്ച് ഉണ്ടാവണം. അപ്പോൾ ആൽഫ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. മറ്റുള്ള ഇതിനെ എക്സ് ആൽഫ 2 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. പക്ഷേ ഡെറിവേറ്റീവ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. അത് ഓർത്ത് വെച്ചോളാം. പക്ഷേ എക്സ് ക്യൂബ് ഓൺവേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ്. ഈ പ്രോബ്ലം മാർക്ക് ചെയ്ത് പഠിച്ചോളാം. ക്വസ്റ്റ്യൻ 4 കണ്ടില്ലേ? എഫ് എക്സ്, ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ അല്ലേ? ഈ ഫസ്റ്റ് ഓഡ്, സൈൻ എക്സ് ഓഡ്, ഓഡ് ഇൻറ്റു ഓഡ്, ഈവൻ ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ഈവൻ. മോഡുലസ് എക്സ് even function, x square even, even into even, even. So it's an even function. The first one is their answer. ഒന്നും ചെയ്യുന്നില്ല ഞാൻ. Because f of minus x is equal to f of x. ഓർക്കുക, odd function into odd function is equal to even function. ഒന്നും ചെയ്യണ്ട. അപ്പോൾ odd into odd, even. Whenever the condition is satisfied, this even into even, even. Therefore, your fx is an even function. So, your 64 answer is A. Now, we move on to the next question. Another question. Sorry. Alpha, beta are the roots of the equation. അത്രേ വായിക്കാൻ പാടുള്ളൂ. ഇക്വേഷൻ അങ്ങ് ഓടിപ്പോവില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സമയങ്ങൾ ആൽഫ ബീറ്റ റൂട്ട്സ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് മനസ്സിലായോ? There is y square, there is again y, there is what there then? Constant. Okay. അപ്പോൾ അത് quadratic equation in yi. അതിൻ്റെ റൂട്ട്സ് ആണ്. Then the minimum value of, okay, ഞാൻ ആദ്യം പറയാം. Question, minimum value of ആരാണെന്ന് പറഞ്ഞ് നോക്കിക്കേ. 3 into alpha plus 1 into beta plus 1. Open. That is the minimum, that's equal minimum value of 3 into alpha beta plus beta, okay, plus 1. Well, this is alpha beta plus beta plus 1. Alpha plus beta, sum of the roots. Alpha beta, product of the roots. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു ആൽഫ പ്ലസ് ബീറ്റ കാണണം. വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് ബി ബൈ എ. അപ്പോൾ ഞാനിത് എഴുതി. ദിസ് ഇസ് ഇക്വൽ ടു 3 ഇൻറ്റു മിനിമം വാല്യൂ ഓഫ് 3 ഇൻറ്റു ആൽഫ ബീറ്റ പറഞ്ഞ് സി ബൈ എ. That is 2 into cos inverse x plus tan inverse x. ഇതാണ് C. Divide by A. A എന്ന് പറഞ്ഞാൽ sin inverse x plus tan inverse x. Sin inverse x plus tan inverse x. Okay. ay square plus by plus c. അപ്പോൾ C by A. ഇനി അടുത്ത പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ആരാ? മൈനസ് ബി ബൈ എ. അത് മൈനസ് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് 25 പൈ, ദാറ്റ് ഈസ് 25 പൈ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, പ്ലസ് ആരുടെ ഉണ്ട്? ഒരു 1. സോ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി മിനിമം വാല്യൂ ഓഫ് ദിസ്. ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത്. ഓക്കെ, ഇത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇവിടെ അത് തന്നെ. ഇപ്പം ന്യൂമറേറ്റർ പറ്റിയാൽ അത് മാറ്റുക. എന്താ ഫോർമുല? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആസ് വെൽ ആസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2 മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് മാറ്റി കോസ് ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഹിയർ സൈൻ ഇൻവേഴ്സ് this cos inverse x plus cot inverse x. Your C is cos inverse x plus cot inverse x, C by A. Okay, this will be cot inverse x, right? But this will become 3 into, the minimum value വേണ്ടത്. but 2 into ഞാൻ ഇവിടെ pi by 2 minus sin inverse x plus pi by 2 minus cot inverse x. അത്ര എഴുതി ഡിവൈഡഡ് ബൈ കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ല, അത് ടാൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറണം. കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ദിസ് ഈസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇത് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 25 പൈ ബൈ, ഞാൻ ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുന്നു, ആ ഡിനോമിനേറ്റർ പ്ലസ് 1. ഓക്കെ, ഇനി നോക്കൂ,
പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു എത്ര കിട്ടി? പൈ. 2π. ഓക്കെ, ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇവിടെ ഒരു 2π വരും. ഈ ഡിനോമിനേറ്റർ സെയിം ആ 27π. ഓക്കെ, അതിനുശേഷം മൈനസ് ആണ് ഇവിടെ വരുന്നേക്കുന്നത്. അപ്പോൾ 27π ഡിവൈഡ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്. മനസ്സിലായോ? ഇവിടെ പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു പൈ, 2 ഇൻറ്റു പൈ 2π, 2π പ്ലസ് 25π 27π. പിന്നീട് ഇവിടെ ഒരു -2 പ്ലസ് 1. അതുകൊണ്ട് അവിടെ -2 പ്ലസ് 1 വന്നേ. ഈ 2 ഇൻറ്റു മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് മൈനസ് എടുത്തു, അതിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു എന്ത് കിട്ടി? 27π ഡിവൈഡഡ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്, പിന്നെ -1. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇപ്പം ഇതിൻ്റെ എന്താ വേണ്ടത്? യു വാണ്ട് മിനിമം വാല്യൂ. ഇതെപ്പോഴാണ് മിനിമം വാല്യൂ ആവുന്നത്? ഇറ്റ് വിൽ ബി മിനിമം വെൻ ദ ഡിനോമിനേറ്റർ ഈസ് മാക്സിമം. മിനിമം ആണെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ഇനി ഡിനോമിനേറ്റർ മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ആ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അറിയണം. എന്താ പ്രോപ്പർട്ടി? സൈൻ 2-3 കാര്യങ്ങൾ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്, ഓർത്ത് വെച്ചോളണം, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഓൾവേസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞേ? ഇതിൻ്റെ ഡൊമൈൻ എന്താ? വാട്ട്സ് ദ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഇത് എക്സ് ഷുഡ് ലൈ ബിറ്റ്വീൻ -1 ആൻഡ് +1. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താ? -∞ ടു +∞. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താ? -1 ടു +1. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 ടു +1 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/√(1 - x²). ഇതിൻ്റെ 1/1 + x². അതുകൊണ്ട് f' x greater than 0. Therefore this function is always increasing. Always increasing. എന്താണ് ഇൻക്രീസിങ്? ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ the more. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുന്നത് the more. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് വിൽ ബി മാക്സിമം അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 1. നമുക്ക് വേണ്ട മിനിമം ആയതുകൊണ്ട് ഇത് വേണ്ടത് മിനിമം. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ മാക്സിമം ആയാലേ ഫംഗ്ഷൻ മിനിമം ആവത്തുള്ളൂ. ഈ ഫംഗ്ഷൻ മാക്സിമം ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇൻക്രീസിങ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ -1 ടു +1 ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അത് 1-ലായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ദിസ് ഇസ് ദെയർഫോർ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ഇൻറ്റു 27π ഡിവൈഡഡ് ബൈ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 -1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. ആ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ വാല്യൂ 1-ലായിരിക്കും. 1 ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. അപ്പോൾ ഡിനോമിനേറ്റർ മാക്സിമം ആയാൽ ഫംഗ്ഷൻ മിനിമം ആയി. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. ദാറ്റ് ഈസ് 3 ഇൻറ്റു 27π ഡിവൈഡ് ബൈ സൈൻ വേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2. പിന്നീട് സൈൻ വേഴ്സ് ടാൻ വേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4. ദാറ്റ് വിൽ ബി 3π/4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3π/4. ഈ പൈ ആൻഡ് പൈ ക്യാൻസൽ, -1 കൂടെ ഉണ്ട്. പൈ ആൻഡ് പൈ ക്യാൻസൽ. ഇവിടെ വരുമ്പോൾ 9 ആയി. ഓക്കെ, ഇത് വരുമ്പോൾ 36 ആയി. ഇപ്പോൾ 3 ഇൻറ്റു 36 - 1 ദാറ്റ് ഈസ് 105. യുവർ ആൻസർ. സോ ദ തേർഡ് വൺ ഈസ് യുവർ ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് 105 ഈസ് യുവർ ആൻസർ. ലുക്ക് അറ്റ് ദ വേ ഐ സോൾവ്. So we move on to the next question, 6. Limit x tends to 0. Okay, x is finitely. ഇവിടെ ലിമിറ്റ് നിങ്ങളോട് ചോദിച്ചിരിക്കുകയല്ല, ആ ലിമിറ്റ് ഫൈനൈറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസ് ഓർത്ത് വെച്ചോളണം. പിന്നെ 2, അപ്പോൾ n ആണ്, നമുക്ക് x⁻n ആണ്. ലിമിറ്റ് x tends to 0. ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യും 100% ട്രൈ ടു അപ്ലൈ സീരീസ് ടെക്നിക്. സീരീസ് മെത്തേഡ് വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ 100%. എൽഹൗസ് റൂളിനേക്കാളൊക്കെ നല്ലത് സീരീസ് മെത്തേഡാണ്. റിമെമ്പർ ദിസ് ടിപ്പ്. ഓക്കെ, തുടങ്ങാം. ഇപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ തിയറിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. സൈൻ എക്സിൻ്റെ സീരീസ് പറഞ്ഞേ. ഓർക്കാനുള്ള മാർഗം, സൈൻ എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ x - x³ / 3 ഫാക്ടോറിയൽ.
Well, so it is minus of x minus x cube divided by 3 factorial in the 6 ആണ്. Okay. അതുകൊണ്ട് ഈ അടുത്ത tan x x plus x cube by 3 plus 2 by 15 x raised to 5. എനിക്ക് x raised to 5 ഒന്നും വേണ്ട, x cube വരെ, കാരണം ഇവിടെ x cube ക്യാൻസൽ ആവില്ല എന്ന് മനസ്സിലായി. പ്ലസ് എറ്റ്സെട്ര ഉണ്ട്, എഴുതുന്നില്ല സാറ്. പ്ലസ് tan x പറഞ്ഞാൽ x പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എറ്റ്സെട്ര ഉണ്ട്, എഴുതുന്നില്ല. ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു n എഴുതും. ഈ എക്സ് ക്യൂബ് കൂടെ ക്യാൻസൽ ആയാൽ ഞാൻ എക്സ് റൈസ് ടു 5 എഴുതും, അല്ലെങ്കിൽ എഴുതില്ല. Well, so this is equal to, this is what there, a finite value f. X is finitely എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ that is limit x tends to 0. ഒന്ന് ഓപ്പൺ ചെയ്തേ, മൈനസ് എക്സ് പ്ലസ് എക്സ്. റെഡി അല്ലേ? മൈനസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ മൈനസ് എക്സ് പ്ലസ് എക്സ് കട്ടായി പോയി. ഇവിടെയോ എക്സ് ക്യൂബ് ഇൻറ്റു 1/6 പ്ലസ് 1/3 പ്ലസ് terms of x raised to 5 into something plus x raised to 7 into something whole divided by x raised to n. This is a finite limit f, I say. ഇനി കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ഇതിന് ഫൈനൈറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ എക്സ് ക്യൂബ് എക്സ് റൈസ് ടു n ആയിട്ട് കട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് മസ്റ്റ് ബി ക്യാൻസൽഡ് ബൈ എക്സ് റൈസ് ടു n. അപ്പോൾ n ഷുഡ് ബി ഈക്വൽ ടു ആരാന്ന് പറഞ്ഞേ? 3. സോ യുവർ n വിൽ ബി ഈക്വൽ ടു 3 there then. Your 66 answer is 3. ഇനി ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചേ, ഈ എഫ് ലിമിറ്റോട് ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് തരിക. ലിമിറ്റ് ഈസ് യുവർ എഫ്. ആരാ എഫ്? കോഎഫിഷ്യൻ 1/6 പ്ലസ് 1/3 ദാറ്റ്സ് ഈക്വൽ ടു 1/2 യു ഹാവ്. ഇത് 2/6 ആണ്, ഇപ്പോൾ 3/6. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ എന്താ? ഇവിടെ എക്സ് ക്യൂബ് n 3 ആയി കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ നിൽക്കും. എക്സ് സ്ക്വയർ മീൻസ് 0. ഇറ്റ് ഇസ് ക്യാൻസൽ. ഓക്കെ, ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 67. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ലിമിറ്റ് x tends to 0 fx by x is 2 തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ്, ദാറ്റ്സ് എ ഫംഗ്ഷൻ, f of x plus f of y equal to f of x plus y by 1 minus xy. ഞാനിപ്പോൾ പറഞ്ഞ പോലെ പറയാമോ? ഇത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ലുക്ക് അറ്റ് ദിസ്. ഏത് ക്വസ്റ്റ്യനിലേക്കാ? ഒരുപാട് ക്വസ്റ്റ്യൻ മുമ്പ്, തൊട്ട് മുമ്പ്, ഈ തേർഡ്, അതുപോലെ ഇവിടെ കണ്ടോ, tan inverse x minus tan inverse y, tan inverse of x minus y by 1 plus xy. What is tan inverse x plus tan inverse y? അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദിസ് ഒബ്സർവേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ദാ tan inverse x plus tan inverse y is equal to tan inverse of f of x plus y by 1 minus xy. So it is observation. Observe. അതാണ് ഒബ്സർവേഷൻ ഫസ്റ്റ് ചെയ്യുന്നത്. ഒബ്സർവ്. ഓക്കെ, ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി എഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഫൈൻ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, വേറെ തിയററ്റിക്കൽ മെത്തേഡിലേക്ക് പോകുന്നില്ല, എഫ് ഡാഷ് എക്സിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ്. യു ഓൾ നോ ഇറ്റ്. നൗ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൺ. നമുക്ക് ഇതിനെ തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കെ ടൈംസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ദെയർ? 2. ദ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് ഇസ് വാട്ട് ദെയർ ദെൻ? 1. k into 1 is equal to 2. That implies k is equal to 2. Your value of k is 2. Therefore, what's your fx? Your f of x is equal to k tan inverse x. That is 2 tan inverse x. Your answer. So that is 2 tan inverse x. Where is it? You have 2 tan inverse x. That's the fourth option there. Ready? So if it is fx minus fy equal to f of x minus y by 1 plus xy, you can take it as a tan inverse x as the function. So എപ്പോഴും മറക്കരുത്, ഒരു കോൺസ്റ്റന്റ് കൂടി കൊണ്ടുവരണം. Okay, your answer 67. It is the fourth option there. We move on to അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? വായിച്ചോ. എഫ് എക്സ് ഈസ് ഗിവൺ. വാട്ട് ഇസ് ഇറ്റ്? log x into g of x. പിന്നീട് f of 2 is given. g dash of g dash of this is also given. അപ്പോൾ അത്രയും തന്നിട്ടുണ്ട്. We will write now. What's given? Your f of x is equal to log x into g of x. നമുക്ക് തന്നിരിക്കുന്ന ആരൊക്കെയാ? f of 2 is equal to log 2.
your g dash of 2 is equal to 1 by log 2, and your question is f of 2, f dash of 2, sorry. F dash of 2 is equal to, that's a question. About very clear, differentiate. ഈ ഡാറ്റ വെച്ചുകൊണ്ട് മനസ്സിലായി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ വിച്ച് റൂൾ വിൽ യു അപ്ലൈ? യു വിൽ അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. എന്താ പ്രോഡക്റ്റ് റൂള്? ലോഗ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് പ്ലസ് അടുത്ത എന്താന്ന് പറഞ്ഞ് ജി ഓഫ് എക്സ് ഇൻറ്റു 1 by x. റെഡി? സോ വി കാൽക്കുലേറ്റ്, we are given f of 2 തന്നിട്ടുണ്ട്. f of 2 ഒന്ന്, പോയിന്റ് നമ്പർ 1, f of 2 equal to log 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഫസ്റ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോ സാർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് 2 log 2. അപ്പോൾ എഫ് ഓഫ് 2 പറഞ്ഞേ log 2 ഇൻറ്റു ജി ഓഫ് 2 ഈക്വൽ ടു log 2. log 2 ക്യാൻസൽ, ഇംപ്ലൈസ് ജി ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. ജി ഓഫ് 2 ചോദിച്ചിരുന്നെങ്കിൽ അവിടെ വെച്ച് ആൻസർ കഴിഞ്ഞു. ഇനി വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2, ഇക്വേഷൻ നമ്പർ 2. അവിടെ എഫ് ഡാഷ് ഓഫ് 2, ദാറ്റ്സ് യുവർ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഇക്വൽ ടു ലോഗരിതം ഓഫ് 2 ഇൻറ്റു ജി ഡാഷ് ഓഫ് 2, ജി ഡാഷ് ഓഫ് 2 പ്ലസ് ജി ഓഫ് 2 ഡിവൈഡഡ് ബൈ 2. ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. ജി ഡാഷ് 2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. It is given g dash 2 is 1 by log 2. So this is log 2 into 1 by log 2 plus g of 2 ഞാൻ കണ്ടുപിടിച്ചു 1 by 2. So 1 plus 1 by 2, that is 3 by 2, your answer. So the first option is your answer. This is f dash 2. Clear? We will move on to the next question then. Question number 69. Okay, 69. That is, fx is given fine. ഈ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ അങ്ങനെ വേണം വായിക്കാൻ. ഇഫ് എഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് equal to 0, then it is given fx is continuous. The continuity definition, left limit at that point equal to right limit at that point equal to value of the function. ഇത് കണ്ടിന്യൂസ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുക. അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്സ് അറ്റ് പോയിന്റ് 0. It is f0 equal to right limit. So left limit f0 is, that means left limit is equal to 3 and right limit is also 3. അതായത് ലിമിറ്റ് ഈസ് ഗിവൺ. ഞാൻ അല്പം മുമ്പ് ചെയ്തില്ലേ അതേപോലെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് ഈസ് ഗിവൺ. ഇപ്പം ലിമിറ്റ് എടുക്കാൻ പോവാം. എന്താണ് ലെഫ്റ്റ് ലിമിറ്റ്? ഫസ്റ്റ് that will be divided into 2. രണ്ട് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മാറ്റാം. So let us take this ലെഫ്റ്റ് ലിമിറ്റ്. ഇവിടെ ഞാൻ ലെഫ്റ്റ് ലിമിറ്റ് കാണുക. ലെഫ്റ്റ് ലിമിറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അവിടെ ലെസ് ദാൻ ഫംഗ്ഷൻ, അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ്. എന്താണ് എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ ഞാൻ പറഞ്ഞു 99.99% മെത്തേഡ്, സീരീസ് മെത്തേഡ്. അപ്പോൾ ആൽഫ ഇൻറ്റു, വെൽ ഓക്കെ, we'll remove that. Okay, alpha into 1 minus, okay, 1 minus x into sin x, x into sin x. ഒരു കാര്യം കൂടി, ഇവിടാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ എക്സ് സ്ക്വയറാ. അതുകൊണ്ട് കുട്ടികൾ ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ വരെ മാത്രം എഴുതിയാൽ മതി, അതിനപ്പുറത്തേക്ക് എഴുതിയേ വേണ്ട. എക്സ് സ്ക്വയർ ഡിനോമിനേറ്റർ, അതുകൊണ്ട് റൈറ്റ് ഓൺലി ടേംസ് അപ് ടു എക്സ് സ്ക്വയർ ഓൺലി. അപ്പോൾ എക്സ് ഇൻറ്റു, ഓൾറെഡി ഇവിടെ എക്സ് ഉണ്ട്, അപ്പോൾ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എന്താ? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടർ. എനിക്ക് വേണ്ട, ഞാൻ അത്രേ എഴുതിയുള്ളൂ. ഓക്കെ, പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ വരെ എഴുതണം. 1 കോസ് എക്സിൻ്റെ സീരീസ് പറഞ്ഞ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, അത് 2. അത് കഴിഞ്ഞ് പ്ലസ് 5 ഔട്ട്സൈഡ്, പ്ലസ് 5 ബൈ എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ആൽഫ എവിടെ വരെയാണ് ഉള്ളത്? ആൽഫ ഇൻറ്റു 1 മൈനസ് ദിസ് വൺ, ഇത്രയും വരെ ആൽഫ ഉള്ളൂ, ബൈ എക്സ് സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 3. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഗ്രൂപ്പ് ഇറ്റ്. ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, ആൽഫ ഇൻറ്റു 1. ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്, മറക്കല്ലേ, 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ഒരു എക്സ് റൈസ് ടു 4 ആ പിന്നീട് വരുന്നത്, എക്സ് ഇൻറ്റു. അപ്പോൾ ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ, ഇവിടെ ഉണ്ട് ബീറ്റ. ഓക്കെ, ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, പ്ലസ് 5. ഓക്കെ,
ഇനി അടുത്ത് വരുന്ന ആ എക്സ് മൈനസ് അല്ലെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ എടുക്കാം. മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്താ പ്ലസ് ആൽഫ, ഇവിടെയാണെങ്കിലോ മൈനസ് ബീറ്റ ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് ടേം എക്സ് സ്ക്വയറിനേക്കാൾ ചെറിയ പവറുകളെല്ലാം അത് വാനിഷ് ആവണം, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ, സോ ദിസ് ഇംപ്ലൈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 5 മസ്റ്റ് ബി 0 ആൻഡ് ഇവിടെ നിന്നാണെങ്കിൽ ഇത് 0 ആയി കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ ടേം അവിടെ വാനിഷ് ആയിപ്പോയി. പിന്നെ മൈനസ് എക്സ് സ്ക്വയറാ, അപ്പോൾ അത് മൈനസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ ബൈ 2 ഈക്വൽ ടു 3 അതായിരിക്കും ലിമിറ്റ്. ഇതിന് അപ്പുറത്തൊരു ടേം ഉണ്ട്, അത് എക്സ് ക്യൂബോ എക്സ് റൈസ് 4 ഒക്കെയാണ്. ഈ പോയിന്റ് ഇതെല്ലാം ആരായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതാണ് ഇത്തരം ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഇത്തരം ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഓർത്ത് വെച്ചുകൊള്ളണം. ഓക്കെ, ഇനി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. സോ ദിസ് വിൽ ബിക്കം, ഒരു മൈനസ് ഉണ്ട് ഇവിടെ, ആൽഫ മൈനസ്, കറക്റ്റ് കാൽക്കുലേഷൻസ് കുട്ടികൾ നോക്കിക്കൊള്ളണം. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ബൈ 2 ഈസിക്കൽ മൈനസ് 3, അല്ലെങ്കിൽ 2 ആൽഫ മൈനസ് ബീറ്റ, 2 ആൽഫ മൈനസ് ബീറ്റ ഈസിക്കൽ മൈനസ് 6. അതാണ് ഈ ഇക്വേഷൻ. ഇനി ഇവിടെയോ, ഇവിടെയാണ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 5 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് 5 നമ്മൾ ആഡ് ചെയ്യുന്നു. 3 ആൽഫ ഈസിക്വൽ ടു മൈനസ് 11, ആൽഫ ഈസിക്വൽ ടു മൈനസ് 11 ബൈ 3. Alpha is equal to minus 11 by 3. You have to simplify. Oh, it is alpha is minus 1 I am getting. Somewhere I have put a mistake. F3. Alpha plus beta plus 5 is equal to this. Alpha plus, right. This will be minus, ഈ മൈനസ് എടുത്തപ്പോൾ ഇവിടെ പ്ലസ് ആൽഫ ഇതാണ് ഉണ്ടോ. ഇവിടെ മൈനസ് ആൽഫ എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ ബൈ 2, ആൽഫ പ്ലസ് ബീറ്റ ആണ് ഇവിടെ, ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. അപ്പോൾ 2 ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഈ കാൽക്കുലേഷനിലേക്ക് ഒന്ന് കാൽക്കുലേഷൻ നോക്കിക്കോളുക. ഓക്കെ, അപ്പം ദിസ് വിൽ ബി ഈക്വൽ ടു, ഈ ഫോമിൽ ഇടുന്ന 2 ആൽഫ സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 5 മൈനസ് 1. ആൽഫ മൈനസ് 1 ആയ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്തു, ബീറ്റ ഇത് മൈനസിന് അപ്പുറത്തേക്ക് പോയി മൈനസ് 4 ആയി, ആൽഫയും ബീറ്റയും. നോക്കൂ, ഇത് മൈനസ് ആൽഫ എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ ബൈ, അപ്പോൾ മൈനസ് നമ്മൾ കോമൺ എടുത്താൽ ഇത് പ്ലസ് ആയിരിക്കും. വെൽ, ഇതുപോലെ റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിച്ച് തരണം. ഇപ്പോൾ റൈറ്റ് ലിമിറ്റിലേക്ക് ഞാൻ കിടക്കുക. റൈറ്റ് ലിമിറ്റ് ഇത്രയും ലെഫ്റ്റ് ലിമിറ്റായി ആൽഫ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഇ ടു ദ പവർ 2 ഡെൽറ്റ. അതിൽ ഞാൻ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വരെ കണ്ടുപിടിച്ചിരുന്നു. 1 പ്ലസ് 16, 1 പ്ലസ്. നോക്കൂ, ഇനി ഞാനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, കാരണം ഗാമ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും, ഇ റൈസ് ടു 2 ഡെൽറ്റ അതും പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാ ആൻസറുകളും 17നേക്കാൾ വലുതാവും. ലുക്ക് അറ്റ് ദി ഓപ്ഷൻ നോക്കിക്കേ, ഇവിടെ 17നേക്കാൾ വലുതായിട്ട് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അടുത്ത ലിമിറ്റ് ഞാൻ ചെയ്തില്ല. 17നേക്കാൾ വലുതായിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ 4. നിങ്ങൾക്ക് ആൻസർ 4 ആക്കാം. പക്ഷേ ഞാൻ ആ ലിമിറ്റൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരിക. ദാറ്റ് ഈസ് എ ഗുഡ് ലിമിറ്റ് to be noted. Okay, മനസ്സിലായോ? ആൻസർ വിൽ ബി 4 will be the answer, 26. അത് ചെയ്യേണ്ടി വന്നില്ല. Now look, ഇനി റൈറ്റ് ലിമിറ്റ് പറയുമ്പോൾ 3 is equal to, look at the right limit, limit x tends to 0. Let me write that 1 plus, ഒന്ന് നോക്കിക്കേ, അത് ഗാമ എക്സ് ബൈ എക്സ് സ്ക്വയർ, അപ്പോൾ അത് ഗാമ ബൈ എക്സ് ആയി. പിന്നീട് ഡെൽറ്റ എക്സ് ബൈ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ക്യൂബ് ആണ്, ഡെൽറ്റ എക്സ് ദ ഹോൾ റേസ് ടു എത്രയാണ്? 1 ബൈ എക്സ്. റെഡി? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ്, ഓർക്കുന്നുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ജസ്റ്റ് 1 സെക്കൻഡ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഈ ലിമിറ്റ് ഓർത്ത് വെച്ചോളണം. 1 പ്ലസ് എ എക്സ് ദ ഹോൾ റേസ് ടു 1 ബൈ എക്സ്, ദാറ്റ് ഈസ് കോൾഡ് ഇ റേസ് ടു എ. ഇതേ ലിമിറ്റ് തന്നെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എ ബൈ എക്സ് ദ ഹോൾ റേസ് ടു എക്സ്, രണ്ടും. റെഡി? അപ്പോൾ ഇത് 1 പ്ലസ് എ എക്സ് ആണെങ്കിൽ ഗാമ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഫൈനൈറ്റ്. അപ്പോൾ അത് ഫൈനൈറ്റ് ആവില്ല. അതുകൊണ്ട് ഗാമ മസ്റ്റ് ബി 0, അതായത് ഈ ടൈമില്ല, ഗാമ 0 ആയി. ഇനി 1 പ്ലസ് ഡെൽറ്റ എക്സ്, അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? ഇ ടു ദ പവർ ഡെൽറ്റ. ഇ ടു ദ പവർ എ ആണെന്ന് പറഞ്ഞു, ഇ ടു ദ പവർ ഡെൽറ്റ ആണ് ഈ ലിമിറ്റ് 3. Therefore 9 is equal to ഇ ടു ദ പവർ 2 ഡെൽറ്റ.
ഇനി കുഞ്ഞുങ്ങൾ നോക്കിക്കേ, പ്ലസ് 0 സ്ക്വയർ പ്ലസ് 9, ദാറ്റ് ഈസ് 17 പ്ലസ് 9 26, യുവർ ആൻസർ. അപ്പോൾ ഈ ആൻസർ എഴുതുമ്പോൾ അത് പ്രത്യേകം ക്വസ്റ്റ്യനുകൾ എഴുതുമ്പം പകുതി ചെയ്താൽ മതിയാവും, ഇല്ലെങ്കിൽ ഒരു 3/4 ചെയ്താൽ യു ഗെറ്റ് ദി ആൻസർ. വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 70. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എൻ ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ബട്ട് ഡൊമൈൻ ഈസ് എ നാച്ചുറൽ നമ്പർ. കോഡ് ഡൊമൈൻ ഈസ് ഓൾസോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, മറക്കല്ലേ. ആൻഡ് എഫ് ഓഫ് എൻ ഈസ് -1 to the power n minus 1 into n minus 1. Correct. ഈ -1 to the power എന്തിനാ തരുന്നതെന്ന് അറിയോ? In order to distinguish even or odd. മറക്കല്ലേ, -1 to the power n തന്നാൽ ഈവനും ഓഡ് ആയിട്ട് കുട്ടികൾ സ്പ്ലിറ്റ് ചെയ്യണം. യു നോ സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു സൈൻ ആൽഫ, n pi plus -1 raised to n into alpha. അത് സ്പ്ലിറ്റ് ചെയ്യണം. 2n pi plus alpha, 2n plus 1 pi minus alpha. ട്രിഗണോമെട്രിക് ഇക്വേഷനാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് ഈക്വൽ, ദിസ് fn ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം n ഈവൻ ആയിട്ട് എടുക്കാമോ? n ഈസ് ഈക്വൽ ഈവൻ നമ്പർ. ഈവൻ ആണ്. ഈവൻ -1 എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കും. അപ്പോൾ ഇത് മൈനസ് ഓഫ് n minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus n if n is even. കണ്ടോ? സോ ഇനി അടുത്തൊന്ന് പറഞ്ഞേ, ഓഡ് ആണ് എടുക്കാൻ പോകുന്നത്. n is odd. ഓഡ് ആണെങ്കിൽ n minus 1 will be what they are even. -1 raised to even plus of n minus 1. That is n minus 1 if n is odd. So your f of n is equal to 1 minus n if n is even number. N minus 1 if n is odd. So I have split your fn and it is a piecewise function now. ഇനി എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്? g of n. All right, we will write g of n. g of n is equal to n minus f of n. Correct. All right, that is n. Even എടുക്കാൻ പോവാ. n minus of 1 minus n if n is even. This will become n minus of n minus 1 if n is odd. That is equal to n minus 1 plus n. That will be 2n minus 1 if n is even. It will be n minus n. That is 0. It is 1 if n is odd. ഇത് എഴുതി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മനസ്സിൽ വേർക്കേണ്ട ഒരു കാര്യമുണ്ട്. g of even എന്ന് പറഞ്ഞാൽ 2n minus 1. 2 into even minus 1. എന്തോ 2 into even minus 1 അല്ലെങ്കിൽ 2n minus 1 ആരാ? ഓഡ് തന്നെയാണ്. ഇനി g of odd ഇത് മനസ്സിൽ വെക്കാൻ, അതെല്ലാം ഇപ്പോഴും 1. g1 1, g3 1, g5 1, g7 1. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി now look at the question. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. What's our question? Our question is equal to g of gn. That is g of n. Agreed? ഇപ്പോൾ g of n എന്ന് പറഞ്ഞാൽ 2n minus 1 ആണ് when n is even. നോക്കുക, that is g of, പറഞ്ഞേ, ഈ g of n എന്ന് പറഞ്ഞാൽ g of even ആണ്, അത് 2n minus 1 ആണ്. അപ്പം ഞാൻ പറയാം g of n എന്ന് പറഞ്ഞാൽ ഈവൻ ആകാൻ പോവാണ്. gn is equal to 2n minus 1 when n is even. അപ്പം ഞാൻ ഇവിടുന്ന് g of even എന്ന് എഴുതുക. n എൻ്റെ ഈവൻ ആണ്. g of even എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു, 2n minus 1. അപ്പോൾ ഇത് g of 2n minus 1. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2n minus 1 ഈസ് ഓൾവേസ് എന്ത് നമ്പറാ? ഓഡ്. അപ്പോൾ ഇത് g of odd ആയി. g of odd എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിക്കേ, ദാറ്റ് ഈസ് 1. ഇനി അടുത്ത് ഇത് തന്നെയാണ്, ദാറ്റ് ഈസ് അടുത്ത പാർട്ട്. g of gn പറഞ്ഞു. അടുത്ത പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഓഡ് എഴുതാൻ പോ. g of odd. നമ്മുടെ n എന്ന് പറയുന്നത് ഒന്നുകിൽ ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ ഓഡ് ആയിരിക്കും. ഈവൻ അല്ലെങ്കിൽ ഓഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് g of odd എത്രയാ? 1. അപ്പോൾ g of 1, g of odd എന്ന് പറഞ്ഞാൽ ഇത് 1. ഇത് g of even എന്ന് പറഞ്ഞാൽ 2n minus 1. വളരെ വേഗത്തിൽ 1 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാ? ഓഡ് നമ്പറാ. ദാറ്റ് ഈസ് g of odd തന്നെയാണ്. ദാറ്റ്സ് ഓൾസോ 1.
That means your GOG is always a constant function, that is 1. So 1 is your answer. That's the first option. This is your answer. Okay. Now let's move on to the next question. That is question number 71. Question Y say, M is a positive integer, fine. The equation have two distinct solutions. What's the equation? Left side equal to M. അപ്പോൾ ലെഫ്റ്റ് സൈഡിന് നമ്മൾ y എന്ന് പറയുന്നു. സാധാരണ ഗ്രാഫൊക്കെ വരയ്ക്കും, പക്ഷേ ഇവിടെ ഗ്രാഫൊക്കെ വരയ്ക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഐ അഡ്വൈസ് യു, ക്വസ്റ്റ്യൻ നോക്കിക്കേ, 3 into tan inverse ഒരു ബ്രാക്കറ്റ്, ഐ സേ k. വാട്ട്സ് k? 2x plus 3 by 7. അപ്പോൾ ഈ cot inverse ഓൾസോ k. All right. അപ്പോൾ ഇത് tan inverse k plus cot inverse k the whole square, where k is what there then? 2x plus 3 the whole square. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുന്നു. The question comes out to be equation 3 times tan inverse of k the whole square plus cot inverse of k the whole square, okay, equal to m, where my k is equal to 2x plus 3 divided by 7. Simple ആയല്ലേ? Equation ചെറുതായി. ഇനി what I do, what's the range of tan inverse x? Minus pi by 2 to plus pi by 2. Cot inverse 0 to pi. What do you prefer? To draw the graph, I prefer 0 to pi rather than minus pi by 2 to pi by 2. ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നതിന് 0 to pi പ്രിഫർ ചെയ്യുന്നത്. So we have formula. എന്താ നമ്മുടെ ഫോർമുല? ഫോർമുല ഈസ് tan inverse of x is equal to pi by 2 minus tan inverse x. Tan inverse x. Cot inverse x. Pi by 2 minus cot inverse x. ഫോർമുല എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. അപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. ദിസ് ഇസ് 3 into and this will be pi by 2 minus cot inverse of k the whole square plus cot inverse of k the whole square equal to m. ഇനി എൻ്റെ കൺവീനിയൻസിന് ലെറ്റ് മീ കോൾ cot inverse of this 2x plus 3 by 7 as a new variable t. k ആണ്. k കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് ചെറുതാക്കി. ഇനി ഞാൻ cot inverse of k t എന്ന് വിളിക്കാൻ പോവാം. Now you tell me 3 into ഇത് pi square by 4 a minus b the whole square minus pi into 2 into pi by 2 minus t plus t square equal to m. അപ്പോൾ നമുക്ക് വേണ്ട സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, റൈറ്റ് സൈഡിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾ ടി നോക്കുക. ആൻഡ് റിമെമ്പർ ഇതൊരു cot inverse ആണ്. അതുകൊണ്ട് ടി ബിലോങ്സ് ടു ആരായിരിക്കും? 0 to pi. അപ്പോൾ ശരിക്കൊന്ന് നോക്കിക്കേ. ദിസ് ഈസ് 3 into 2t square minus pi t plus pi square by 4 equal to m. The left side is a parabola. Right side is y is equal to m. ആ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. അപ്പോൾ ആ ലൈൻ വന്നിട്ട് പരാബോള യു ഷേപ്ഡ് പരാബോളയെ കട്ട് ചെയ്യണം. അപ്പോൾ യു ഗെറ്റ് 2 സൊല്യൂഷൻ. കണ്ടില്ലേ? ഷുഡ് ഹാവ് 2 ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻ. പരാബോളയുടെ ഗ്രാഫ് വരയ്ക്കാൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തോ എൻ്റെ വെർട്ടെക്സ്? ദിസ് ഇസ് എ പരാബോള. ലെഫ്റ്റ് സൈഡ് ഈസ് എ പരാബോള. ഓർത്ത് വെച്ചോളണം. ലെഫ്റ്റ് സൈഡ് ഇത്രയും ക്വസ്റ്റ്യനുകളൊക്കെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഈസ് എ പരാബോള. ഓപ്പണിംഗ് അപ്വേർഡ്സ്, ഓപ്പണിംഗ് അപ്പ്, യു ഷേപ്പ്. എന്താ എൻ്റെ വെർട്ടെക്സ്? വെർട്ടെക്സ് പറയുക മൈനസ് ബി ബൈ 2a മൈനസ് ഡി ബൈ 4a. അതാണ് വെർട്ടെക്സ്. ഇനി ഫോർമുല അറിയില്ല എന്ന് വെച്ചോ, ഡോണ്ട് വറി. ഇതിനെ അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 4t മൈനസ് പൈ എന്ന് വരും, ഈക്വൽ ടു 0. അപ്പോൾ t ഇസ് ഈക്വൽ ടു പൈ ബൈ 4. അതാണ് നിങ്ങളുടെ എക്സ് കോർഡിനേറ്റ് ഹിയർ. ടി എന്ന് പറയുന്നത് പൈ ബൈ 4. അപ്പോൾ ഞാൻ പൈ ബൈ 4, ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റോ ടിക്ക് പൈ ബൈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെൽ, ഞാൻ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ 0. ഇവിടെയാണ് നമ്മുടെ പൈ ബൈ 4. ഓക്കെ, പൈ ബൈ 4. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ ടി എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാ? 0 to പൈ വരെ. അപ്പോൾ എനിക്കിവിടെ പൈ വരെ വരയ്ക്കണം. 0 to പൈ. റീസൺ മനസ്സിലായല്ലോ? ടി ബിലോങ്സ് ടു 0 to പൈ. ഈ പോയിന്റ് കൃത്യമായിട്ട്
0 to π. ടി എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ആണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സിലാണ് ആ ഗ്രാഫ്. ശരിക്കും ഇതെന്താണെന്നറിയോ? നോട്ട് എക്സ് ആക്സിസ്, ഇതാണ് ടി ആക്സിസ്. ഇതാണ് y എന്ന് നിങ്ങൾ വിളിച്ചാൽ y ആക്സിസ് നിങ്ങൾക്ക് എഴുതാം. ഇതിൻ്റെ ഗ്രാഫ് π/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് π/4. അപ്പോൾ π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ എഫ് ഓഫ് π/4 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എഫ് ഓഫ് π/4. കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എഫ് ഓഫ് π/4 വിൽ ബി 3 ഇൻറ്റു, ഇവിടെ എല്ലാം 3 ഉണ്ട്, 3 ഇൻറ്റു 2 ഇൻറ്റു π² ഡിവൈഡ് ബൈ 16 മൈനസ് π ഇൻറ്റു π/4 പ്ലസ് π²/4. നിങ്ങൾ ഇത് തന്നെയാണ് -d/4 എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് മാത്രം എന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ദാറ്റ് വാല്യൂ വിൽ ബി എഫ് ഓഫ് π/4 വിൽ ബി 3π²/8 എന്ന് വരും. ഈ എഫ് ഓഫ് π/4 എന്ന് പറയുന്നത് എഫ് ഓഫ് π/4 3π²/8 ഇതാണ്. ഞാൻ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ ടൈം. അപ്പോൾ 0 ആരംഭം ഇവിടെയാണ് 3π, ഇതൊരു പോസിറ്റീവാണ്. അപ്പോൾ ഓപ്പൺ സപ്പാണ്. 0 ഇട്ടാലോ, 0 ടിക്ക് 0 ഇട്ടാൽ 3π²/4 ആണ്. 3π²/4. അപ്പോൾ അത് ഇവിടെ വരെ വന്നു. ഈ ഗ്രാഫാണ്, ഇത് ടി ആണ്, ഇതിലേക്ക് ഗ്രാഫ് പോയി π വരെ. എത്രയായാലും ഇതാണ് π വരെ. നമ്മുടെ ഗ്രാഫ് ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഈ വെർട്ടെക്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു എഫ് ഓഫ് π/4. ഇതാണ് 3π²/8. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു 3π²/f0 എന്ന് പറയുന്നതാണ് f0. f0 is 3π²/8. f of π/4 we will have to calculate. f of π/4 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. f of π/4 കാൽക്കുലേറ്റ് ചെയ്തല്ലോ, അത് 3π²/8. ഇത് കാൽക്കുലേറ്റ്. ഇതെന്താണ് എഫ് ഓഫ് പൈ? ഇത് എഫ് ഓഫ് ഇത് എത്രയാണ്? 3π²/4. 0 ഇട്ടു. ഓക്കെ, എഫ് ഓഫ് പൈ ഓൾ ദ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി ആണ് നമ്മുടെ കണ്ടീഷൻ വരുന്നത്. അതായത് നമ്മുടെ ലൈൻ y = m എന്ന് പറഞ്ഞ ലൈൻ, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്, റൈറ്റ്? ഇതിന് 2 റൂട്ട്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലുക്ക് അറ്റ് ദിസ്. എൻ്റെ ഈ ലൈൻ മൂവ് ചെയ്യുന്ന നോക്കിക്കേ, ഇവിടെയാണേ 1 റൂട്ടേ ഉള്ളൂ, ഒരു പ്രാവശ്യം കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് നേരെ താഴേക്ക് വന്നു, ഇനി വന്നു ഇവിടെ വരെ ആണെങ്കിൽ കണ്ടോ, ഇവിടെ ഈ 0യുടെ ഇവിടെ വരുമ്പം അവിടെ 2 ആവും. ഇതിന് താഴേക്ക് വന്നു, ഈ പോയിന്റ് വരെ പോകാൻ പറ്റുള്ളൂ. ഇതിനെ പോയി കഴിഞ്ഞാൽ നോ റൂട്ടാണ്. അപ്പോൾ യുവർ y = m എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ y = m, ആ റൈറ്റ് സൈഡ്. Therefore equation has 2 roots only if, ഒന്ന് പറഞ്ഞേ, only if എവിടെ വരെ പോയി ഇതിന് fx ലെഫ്റ്റ് സൈഡ്, it should lie between f0 less than or equal to m less than എവിടെ വരെ പോകാന്ന് പറഞ്ഞേ, f of π/4. f of π/4 മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് f0, f of π. ഒരു കാര്യം, ഈ t എന്ന് പറയുന്നത് ഓപ്പൺ ബ്രാക്കറ്റിലാണ്, 0 to π ആണ്. അപ്പോൾ നമുക്ക് f0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ഇല്ല, ലെസ് ദാൻ മാത്രം. f0 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് വിൽ ബി യുവർ 3π² ഇത് f0. ഇത് നേരെ തിരിച്ച് f0 ആണ് വലുത്. അതുകൊണ്ട് എഫ് ഓഫ് π/4 മുതൽ f0 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഓഫ് π/4 അത് വെർട്ടെക്സ് ആണ്, താഴെ ഇവിടെ വരെ, എന്നിട്ട് ടേൺ ചെയ്തു. ഇവിടെ f0. ഇപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അത് 3π² എഫ് ഓഫ് π/4 3π²/8 ലെസ് ദാൻ m. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു f0 ലെസ് ദാൻ ഓർ ഈക്വൽ വരെയില്ല. ദാറ്റ് ഈസ് ഇവിടെ എഫ് ഓഫ് π/4 ആണെങ്കിൽ ഈക്വൽ ആണ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ലെസ് ദാൻ 3π²/4. ഒന്നുകൂടെ, ഇതാണ് നമ്മുടെ ലൈൻ y = m എന്ന് പറഞ്ഞ ലൈൻ. ഇതിങ്ങനെ പോയി, ഇതിനേക്കാൾ മുകളിൽ പോയാൽ ഒരു റൂട്ടേ ഉള്ളത്, ഇതാണ് റൂട്ട്. ഇനി ഇതിലിവിടെ ഇടയ്ക്ക്, അപ്പോൾ ഇവിടെ എന്താ, ഇതാണ് f0 മുതൽ എഫ് ഓഫ് 3π/4 വരെ നമുക്ക് വരാം. അപ്പോൾ ഇവിടെ എഴുതി, അതാണ് എഫ് ഓഫ് π/4. എഫ് ഓഫ് π/4 ആണ് ചെറുത് ഇവിടെ, അപ്പോൾ f0 ആണ് മാക്സിമം. എഫ് ഓഫ് പൈ അതിലും വലുതാണ്, പക്ഷെ നമ്മൾ പോകുന്നില്ല,
പോയാൽ നമുക്ക് two roots കിട്ടില്ല. So this you calculate, it will become 3 point, ഇത് സിംപ്ലിഫൈ ചെയ്താൽ കുഞ്ഞുങ്ങൾക്കറിയാം പൈ സ്ക്വയർ എത്രയാ 9 point something, 3 into ആകുമ്പോൾ 30 point something divided by 8. Therefore it will lie between 3 point something to 7 point something. അതായത് 3 point something മാത്രമേ എഴുതുന്നു, less than or equal to m, less than 7 point something. 7 point something. അപ്പോൾ നമുക്ക് വേണ്ട ഇൻറ്റിജർ വാല്യൂസ് ആണ് ഡിസ്റ്റിങ്ക്ട് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എം. എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് പറഞ്ഞേ. എമ്മിൻ്റെ വാല്യൂ 4, 5, 6, 7. അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട് എമ്മിന്? 4, 5, 6, 7. Therefore you will have 4 values there then. So 4 values. Right? അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് അതിനെ മാറ്റി കോട്ട് ഇൻവേഴ്സിലായി. ഈ ലെഫ്റ്റ് സൈഡ് നോക്കുക, ഈ എക്സ് ആക്സിസിൻ്റെ പകരം അത് ടി ആക്സിസ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. അപ്പോൾ അതിലേക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 72. ദ ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ. ഒബ്സർവ് ദ ക്വസ്റ്റ്യൻ. വീണ്ടും ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ്. ഓക്കെ, എന്തോ ഫണ്ടമെൻ്റൽ പീരീഡ്? ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ്. എന്താ അതിൻ്റെ പീരീഡ്? ദാറ്റ് ഇസ് പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 1. അപ്പോൾ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ബൈ പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരീഡ് എത്രയാണ്? 1 divided by 1 by പൈ. ഫോമുല ഓർമ്മയുണ്ടല്ലോ, പൈ. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ പീരീഡ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. അതാണ് ഇവിടെ വന്നേക്കുന്നത് പൈ. ഓക്കെ, ദിസ് ഈസ് പീരിയോഡിക്. കൊസെക് സ്ക്വയർ പീരിയോഡിക്. 2 pi, fractional part of 2 pi by x. Oh, this is not periodic. Fractional part of x is periodic. Fractional part of 1 by x is not periodic. Not periodic. Therefore the answer അവിടെ വെച്ച് കഴിഞ്ഞു, വേറെ ഒന്നും നോക്കുന്നില്ല. It is not periodic. അപ്പോൾ 1, 2, 3, 4 ടേംസ് ഉണ്ട്. 3 എണ്ണം പീരിയോഡിക് ആണ്, പക്ഷേ ഈ ഒരു ടേം പീരിയോഡിക് അല്ല. So it's not periodic. We move on to the next. Question number 73. Well, ഈ കോട്ട് ഇൻവേഴ്സ് യൂഷ്വലി വി ഡോണ്ട് ലൈക്ക്. വി ട്രൈ ടു റൈറ്റ്. നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റാൻ പോകുന്നു? ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ പോകുന്നു. ഓർക്കുന്നുണ്ടോ? ടാൻ ഓഫ് പൈ ബൈ 12, അതായത് പൈ ബൈ 12 എന്ന് പറയുമ്പോഴത്തേന് 15 ഡിഗ്രി. ടാൻ 15 ഡിഗ്രി ആണ് 2 minus √3, അല്ലെങ്കിൽ √3 - 1 by √3 + 1. ഇത് കണ്ടിട്ടാ. അതാണ് ഒബ്സർവ് ദ ക്വസ്റ്റ്യൻ ദെയർ ഓൾസോ. ഇനി കുഞ്ഞുങ്ങൾ പറഞ്ഞു തന്നേ. ദിസ് ഇസ് 4 into ടാൻ ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സ് എക്സ് is tan inverse 1 by x. 2 minus √3 is equal to right side, you know, it is tan inverse of x plus y, 1 by 3x plus 1 by 5 divided by 1 minus 1 by 3x into 1 by 5. That you calculate. ഇത് ഞാൻ പറഞ്ഞു 4 into pi divided by ആരാന്ന് പറഞ്ഞു 12. ഇത് സിംപ്ലിഫൈ ചെയ്താൽ tan inverse of 5 into 3x 5 plus 3x വരും. LCM ഔട്ടായി. ഇപ്പോൾ ഇത് 15x minus 1 എന്ന് വന്നു. സോ 4ഉം 12ഉം കട്ട് ചെയ്തു. 3 tan of pi by 3, tan 60 √3 is equal to 5 plus 3x divided by 15x minus 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 15 √3x minus √3 is equal to 5 plus 3x. ഇതൊക്കെ ഇനി നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 15 √3 minus 3 into x is equal to 5 plus √3. Therefore your x is equal to 5 plus √3 divided by 15 √3 minus 3. So 5 plus √3. ഇവിടുത്തെ ഒരു 3 you can calculate. You can take out 5 plus √3 by 3 into 5 √3 minus 1. Look at this. 5 plus √3. The second option, your answer. Observe. Tan of pi by 12, that is 15 degree. Okay. The 75, tan 75, അത് 2 plus √3. അത് ഓർത്ത് വെച്ചോളണം ആ വാല്യൂസ്. So that is your answer. We move on to the next question, that is 74. Okay. Let a real valued function f be defined on the interval -5 to 5. ഇപ്പോൾ ഇൻ്റർവെൽ നമ്മൾ അത്രയേ ഉള്ളൂ. ഓപ്പൺ ഇൻ്റർവെൽ -5 to 5. fx is -x minus, you know, എന്തോ നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്, ദാറ്റ് ഈസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ്. അതാണ് ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ -x മൈനസ് of fractional part of x. So fractional part of -x is equal to -x minus this.
But number minus integral part of the number is fractional part of the number. That's all. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പർ മൈനസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ നമ്പർ ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ നമ്പർ. അതുപോലെ ഇവിടെ നമ്പർ മൈനസ് എക്സ് ആണ്. അപ്പം നമ്പർ മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്, സോ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് മൈനസ് എക്സ്. ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ, ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് മൈനസ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഗ്രാഫിക്കൽ ട്രാൻസ്ഫോർമേഷൻ. മൈനസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട് ദെയർ വൈ ആക്സിസ് ദെയർ ദെൻ. അപ്പോൾ ഇനി എഫ് എക്സ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ fractional part of minus x, alle, if condition integral part of x is even. Okay, it is fractional part of x if integral part of x is odd. X odd alla, integral part of x is odd, integral part of x is even. Appo integral part of x ennu parnal 0 ayal even, -2 ayal even. ഇപ്പോൾ ഞാനിവിടെ ആ വാല്യൂസ് കൂടെ ഒന്ന് എഴുതുക. അപ്പോൾ ഈവൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എവിടെ മുതൽ എവിടെ വരെയാ? -5 to +5, -5 to +5 ആണ് അവിടെ വരെ എഴുതണ്ടേ. അപ്പോൾ അവിടുത്തെ ഈവൻ നമ്പേഴ്സൊക്കെ കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞു തന്നേ. ദാറ്റ് ഈസ് -4, -2, 0, 2, 4. ഓക്കെ, ഓഡ് നമ്പേഴ്സ് പറഞ്ഞേ. ഓഡ് -5 പറ്റില്ല. -3, -1, പിന്നീട് 1, 3, 1, 3. ഓൾ റൈറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാം. വി ഡ്രോ ദ ഗ്രാഫ്. Right, then -4 draw up to 4. Right, we take this part. Well, ഇനി ഇൻ്റഗ്രൽ പാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ പാർട്ട് ആദ്യത്തെ ഞാൻ എഴുതുക 0. 0 എന്ന് പറഞ്ഞാൽ ദിസ് വാല്യൂ, ഇത് 0 മുതൽ 1 വരെയാണ് ഈ വാല്യൂ. ഞാനിവിടെ എത്ര എഴുതുന്നുള്ളൂ, ഇത്രേ വരയ്ക്കുന്നുള്ളൂ. 0 മുതൽ 1 വരെ, 0 മുതൽ 1 വരെ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്, ഈവൻ ആണ്. ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇത് ഈവൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് മൈനസാണ്. ഫ്രാക്ഷണൽ പാർട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇത് പോകുന്നത് ദിസ് വിൽ ബി ഇമ്മാതിരി പോകും. അവിടെ ഈ പോയിന്റ് ഇല്ല. അതാണ് ദിസ് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -x, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -x. ഓക്കെ, ഇനി 0 കഴിഞ്ഞാൽ പിന്നെ 1 ആണ്. 0 കഴിഞ്ഞാൽ 1 ആണെങ്കിൽ ഇവിടെ വരെ ഇത് 2 ആണ്. അപ്പോൾ ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 1. അപ്പോൾ അത് ഓഡാണ്. ഓഡാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? അത് വീണ്ടും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിലേക്ക് വരും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞേ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ഒരു 2 to 3 ആകുമ്പോൾ അത് 2 ആ, അത് വീണ്ടും മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ ആ ഗ്രാഫ് ഇതുപോലെ വരും. ഇനി അടുത്ത ഇത് 3, 4, ഇവിടെ 5 ഇല്ലെങ്കിലും ഇൻ്റഗ്രൽ പാർട്ട് 4 വരെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് വരച്ചു ഇവിടെ, അടുത്തത് വരച്ചു ഇവിടെ. റൈറ്റ്, ഒരു കാര്യമുണ്ട്, ഇവിടെ ഇത് ഓപ്പൺ ആണ്, ഇത് എത്തുന്നില്ല, ഈ പോയിന്റ് എത്തുന്നില്ല. പോയിന്റ് എത്തുമ്പോൾ ഇറ്റ് വിൽ കം ഡൗൺ. ഇതുപോലെ തന്നെ യു ഹാവ് ഇങ്ങോട്ട് ഇത് -1. -1 എന്ന് പറഞ്ഞാൽ ഓഡാണ്, അതുകൊണ്ട് ഫ്രാക്ഷണൽ പാർട്ടായി. ഇനി അടുത്തത് -2. ഇനി അടുത്തത് ഇതുപോലെ ഗ്രാഫ്, അടുത്തത് ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ദിസ് വിൽ ബി, ഇത് -1 to 0 ആണ്. എക്സ് അല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. -1, ഇത് -2, ഇത് -3, ഇവിടെയാണ് -4, ഇവിടെയാണ് -5. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഇവിടെ, ദാറ്റ് ഈസ് ഫൈൻ. ദിസ് വൺ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞു. -5 എവിടെ മുതലേ വരുന്നേക്കുന്നത്? നമുക്ക് -4. ഈ -4 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടില്ല, ഈ പാർട്ട് ഇല്ല. വി ഹാവ്, isn't it?
ആ പാർട്ടുണ്ട് നമുക്ക് -5 മുതൽ നമുക്ക് വരുന്നത് -5. ഇവിടെ -4 എക്സിൻ്റെ വാല്യൂ ആണ് -5 to, അപ്പോൾ ഞാൻ -5 to 5 വരെ എഴുതി. യു ഹാവ് എവറിഥിങ്. ഇവിടെ ഉണ്ടോ പോയിന്റ്? ഇല്ല. ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് നോട്ട് ഡിഫറൻഷ്യബിൾ. ഇതെന്താണ്? നോട്ട് ഡിഫറൻഷ്യബിൾ. ഇതെന്താണ്? നോട്ട് ഡിഫറൻഷ്യബിൾ. ഇതെന്താണ്? നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ P denotes the number of points of discontinuity and Q denotes the number of points of non-differentiability. ഇതെല്ലാം ആണ് ഡിസ്കണ്ടിന്യൂസ്. കാരണം ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്കണ്ടിന്യൂസ്. ഇപ്പോൾ ഞാൻ ഈ ബ്ലൂ ആരോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -x, കീപ്പ് ഇൻ മൈൻഡ്. ആൻഡ് ദിസ് യെല്ലോ ആരോ എന്ന് പറയുന്നത് അതാണ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. അപ്പോൾ ദിസ് വിൽ ബി, ഇവിടെ ഒരു ചെറിയ കളറിൻ്റെ വ്യത്യാസം മാറ്റുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -x, ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. അതാണ് അപ്പോൾ പറഞ്ഞേ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. കാരണം ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1 is 0. ഇതിവിടെ എത്തുമ്പോഴത്തേനും അത് ഇറ്റ് വിൽ കം ഡൗൺ, താഴേക്ക് എത്തും. ഓക്കെ, ഡിസ്കണ്ടിന്യൂറ്റി ദാറ്റ്സ് ഈക്വൽ ടു ടോപ്പ് 1 2 3 1 2 3 4 5, റൈറ്റ്? ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി 5, 1 2 3 4 5. ഇനി നമ്പർ ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂറ്റി പ്ലസ് നോൺ ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ അത് 5 + 1 2 3 4 4, ദാറ്റ് ഈസ് 9. Now what do you want? You want P plus Q. P plus Q will become what there then? 14. So modulus of P minus Q. This is called P. This is called Q. So modulus of P minus Q will be equal to എത്രയായിരിക്കും? 4 ആയിരിക്കും. So that's your answer. അപ്പോൾ ഗ്രാഫുകൾ, രണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫുകൾ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ സിംപ്ലിഫിക്കേഷനിൽ കടന്നു. ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൽ, let H be a twice continuously differentiable positive function in the open interval J whatsoever be, and Gx ആണ് തന്നിരിക്കുന്നത്. Gx തന്നിട്ടുണ്ട്. ആരാണ്? ലോഗരിതം ഓഫ് h of x. That's your g of x. Okay. Suppose there is a condition also which I don't write. Okay. ഈ കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതട്ടെ. h dash of x the whole square is greater than h double dash x into h of x. കുഞ്ഞുങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഓർത്തോണം, ഇത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോരാ, ഐ മസ്റ്റ് ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് മോർ ദാൻ 1. ദാറ്റ് മീൻസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ. കണ്ടോ, ആ ക്വസ്റ്റ്യൻ പറഞ്ഞു എന്ന് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓൾ റൈറ്റ്, എനിക്ക് h dash x കാണണം, h double dash x കാണണം. ഇതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് h dash x the whole square minus h double dash x into h of x is greater than 0. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഐ ക്യാൻ സേ ദിസ് ഈസ് പോസിറ്റീവ്. ഇത് നേരെ തിരിച്ചാണ്, ഐ വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് നെഗറ്റീവ്. അത് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയും. വെൽ, വി കാൽക്കുലേറ്റ് g dash x. തന്നെയല്ല, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് Gx മസ്റ്റ് ബി ഇൻക്രീസിങ്. അപ്പോൾ Gx ഇൻക്രീസിങ് ആണ്, എനിക്ക് g dash x കാണണം, അല്ലെ g ഡബിൾ കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ. എന്താ ഈ കോൺകേവ് അപ്പ് ഒക്കെ പറയാം. ഇപ്പോൾ g dash x എന്ന് പറഞ്ഞാൽ ലോഗ് 1/h of x into h dash of x. റെഡിയായോ? ഓക്കെ, ഫൈൻ. ഇനി അടുത്ത പോയിന്റ്, എനിക്ക് h double dash x കിട്ടിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നിൽക്കും. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആകാൻ പാടില്ല. h double dash x ക്വസ്റ്റ്യനിലുണ്ട്. സോ ഐ ഷുഡ് ഫർദർ ഡിഫറൻഷ്യേറ്റ് g double dash x. ഓക്കെ, ഏത് റൂൾ അപ്ലൈ ചെയ്യും? ക്വോഷ്യൻ റൂൾ. എന്താ ക്വോഷ്യൻ റൂള്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ h double dash x മൈനസ് h dash x ഇൻറ്റു h dash x, okay, by h of x the whole square. Look at this question, this result. G double dash x is equal to h of x into h of double dash x minus h dash x the whole square by h of x the whole square. That I know always positive because it's a perfect square, so always positive. The condition നോക്കിക്കേ, ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന condition, that's nothing but the condition given in the question. ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കണ്ടീഷൻ മാത്രമാണ് അത്.
അവിടെ എച്ച് ഡാഷ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ദിസ് ഈസ് പോസിറ്റീവ് എന്നാ. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഐ ഗോട്ട് ദിസ് വാല്യൂ. This is negative divided by positive. That means my g double dash x is less than 0. G double dash x is less than 0 എന്ന് പറഞ്ഞാൽ there can be a local maximum. Local maximum means your curve will be like this. Your g of x graph will be like this. അപ്പോൾ എന്താ ഇതിനെ വിളിക്കുന്നത്? ഇതിനെ രണ്ട് രീതിയിൽ വിളിക്കാം. കോൺകേവ് ഡൗൺ അല്ലെങ്കിൽ കോൺവെക്സ് അപ്പ്. രണ്ട് സെയിമാണ്. Convex up or concave down. So your answer, that is gx is concave down. Fourth one is your answer. So this is called concave. Concave അറിയാലോ, concave എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇത് concave up എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. concave down എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ല convex up എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. convex down എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓരോരുത്തരുടെ യൂസേജ് മാതിരി. This is called the concave down. So your 75th question, that is concave down. Okay. We move on to the next question. ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു തന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണോ, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണോ, എവിടെ വരെ ഡെറിവേറ്റീവ് കാണണം. സോ റീഡ് ദ ക്വസ്റ്റ്യൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെൽ, ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. എഫ് എക്സ് ഞാൻ വായിക്കില്ല. എഫ് എക്സ് എങ്ങും ഓടിപ്പോയില്ല, ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും. എഫ് എക്സ് തന്നിട്ടുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു. Attain its maximum and minimum value. ഓ, അപ്പോൾ എനിക്ക് മാക്സിമം മിനിമം കാണണം. Attains its maximum value at P. ഏത് പോയിന്റ് ആണോ മാക്സിമം അത് P ആ. മിനിമം അറ്റ് Q, then so and so. All right. So നേരെ ക്വസ്റ്റ്യനിലേക്ക്. f of x is equal to 2x cube minus 9ax square plus 12a square x plus 1. A positive. മാക്സിമം മിനിമം കണ്ടീഷൻ പറഞ്ഞ് എഫ് ഡാഷ് എക്സ് കാണുന്നു, എഫ് ഡബിൾ ഡാഷ് എഫ് ഡാഷ് തരുന്നു, എഫ് ഡാഷ് എക്സ് കാണുന്നു, എഫ് ഡബിൾ ഡാഷ് എക്സ് കാണുന്നു, എഫ് ഡാഷ് എക്സ് ഇക്വൽ 0, എഫ് ഡബിൾ ഡാഷ് എക്സ് നോക്കുന്നു. വെൽ ഫൈൻ, സ്ട്രെയിറ്റ് ക്വിക്ക്. എഫ് ഡാഷ് എക്സ് ഈസ് 6x സ്ക്വയർ മൈനസ് 18ax പ്ലസ് 12a സ്ക്വയർ പ്ലസ് 12a സ്ക്വയർ. Isn't it? 12a square. F double dash x, there itself I calculate 12x minus 18a. Now we say here for both maxima and minima f dash x is 0. Maxima ആയാലും മിനിമ ആയാലും f dash x ആരായിരിക്കും? 0 ആയിരിക്കും. ഇപ്പം നേരെ നമുക്കൊരു 6 അങ്ങ് കട്ട് ചെയ്ത് കളയാം. So you get x square minus 3ax plus 2a square equal to 0. This is nothing but x minus a into x minus 2a. അല്ലടോ? x minus a into x minus 2a equal to 0. That is x is equal to a, x is equal to 2a. So your local maxima and minima will occur either at a or 2a. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? f double dash of a. That is 12a minus 18a. a is positive given in the question. ഇവിടെയൊക്കെ വരുമ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് a തന്നിട്ടുണ്ടോ, പറയാൻ പറ്റുമോ എന്ന് നോക്കേണ്ടത് അവിടെയാണ്. റൈറ്റ്? അപ്പോൾ this is equal to what they are? Negative. I don't want the value. Negative means maximum. Maximum means x is equal to a is the point of maximum. ആരാണ് പോയിന്റ് ഓഫ് മാക്സിമം അണ്ടർലൈൻ ചെയ്തു? മാക്സിമം മീൻസ് പി. therefore this is equal to p. ഇനി അടുത്ത ഞാൻ ചെയ്യുന്നില്ല. x is equal to 2a, that's minimum, that is q. So p is equal to a, q is equal to 2a. Now any question വായിച്ചേ. such that p square is equal to q. All right. p square is equal to 2q given in the question. കണ്ടോ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Now put the value. p square, a square is equal to 2q. 2q means what there? p square is equal to q, maximum and minimum. p square is equal to 2q. p square is equal, p is equal to, right? Your p is equal to 2a. Clear right? p is equal to, that is a square. p square is equal to q. 2q എനിക്ക് എവിടുന്നാ വന്നത്? p square is equal to q. Question നോക്കാം. p square is equal to q. Therefore a square is equal to 2a. You have the answer 2a. That means your a is equal to 2. Your answer. ക്വസ്റ്റ്യനിലെ പി സ്ക്വയർ ഇസിക്കൽ ടു ക്യൂ ആ തന്നിരിക്കുന്നത്. അപ്പോൾ പി സ്ക്വയർ ഇസിക്കൽ ടു ക്യൂ. ഓക്കെ, ഫൈൻ. സോ പി ഈസ് എ, ക്യൂ ഈസ് 2a. Fine. On to the next question. That is question number 77. Well,
ഈ ക്വസ്റ്റ്യൻ നോക്കുക, എഫ് എക്സ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് there the maximum and minimum value of fx are respectively. അപ്പോൾ ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. ബെറ്റർ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊന്ന് ഗ്രാഫ് വരയ്ക്കാൻ നോക്കുക. ദിസ് ഇസ് -1 to പൈ വരെ വേണം. ഓക്കെ, വെൽ ഫസ്റ്റിൽ നിങ്ങൾ നോക്കുക, ലെറ്റ് മീ കാൽക്കുലേറ്റ് ദാറ്റ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഒന്ന് നോക്കിക്കേ, 3x² + 1 -1 less than or equal to x less than 0. 3x² plus മൈനസ് ഇടാൻ പോവാ. അപ്പോൾ മൈനസ് ഇട്ടാലും പ്ലസ് ഇട്ടാലും ഇത് എപ്പോഴും ആരാന്ന് പറഞ്ഞേ പോസിറ്റീവ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഈ ഫംഗ്ഷൻ ഈസ് വാട്ട് ദെയർ ദെൻ ഇൻക്രീസിങ്. എവിടുന്ന്? -1 to 0 വരെ. ഇതാണ് -1, ഇതാണ് 0 വരെ. അപ്പോൾ അത് ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ 0യിലായിരിക്കും മാക്സിമം വാല്യൂ. 0യിൽ എന്ന് പറയുമ്പോൾ 0 -1 അതിൻ്റെ വാല്യൂ -2 ആ. അപ്പോൾ ഈ ഗ്രാഫ് ഇതുപോലെ വരും. ഇതാണ് x³ + x ഫ്രം ദിസ്. കണ്ടോ, ഇത് -2 ആണ്. ദിസ് ഇസ് -2. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ -sin x. ഇതിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ -cos x. 0 to π/2. 0 to π/2 cos x എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞേ നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിക്രീസിങ്. 0 to π/2 അത് ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആകുമ്പോൾ മാക്സിമം വാല്യൂ വരുന്നത് 0യിൽ. അപ്പോൾ sin 0 0. π/2 വരുമ്പോൾ അത് -1. ഇതാണ് -1. ഇതാണ് π/2. ഓക്കെ, ഇനി അടുത്ത ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് sin x. sin x π/2 to π ആണ്. π/2 to π. അപ്പോൾ അവിടെ sin x എന്ന് പറഞ്ഞാൽ ആരാ? π/2 to πയിൽ sin x വിൽ ബി വാട്ട് ദെയർ ദെൻ ഇൻക്രീസിങ്, പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, sin x ആണ് പോസിറ്റീവ്, റൈറ്റ്. അപ്പോൾ ഇവിടെ അത് ഇൻക്രീസിങ് ആയിട്ട് വരും. ദാറ്റ് ഈസ് അത് സിംപ്ലിഫൈ ചെയ്താൽ പൈ വരെ, ഇവിടെ പൈ. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു തന്നേ, ഇറ്റ് ഹാസ് ഗോട്ട് ദ മാക്സിമം ആൻഡ് മിനിമം ഇൻ ദിസ് ഇൻ്റർവെൽ. ഇപ്പോൾ ഇൻ്റർവെല്ലിലെ മാക്സിമം ഇതൊരു ലോക്കൽ മിനിമം ആണ്. 0 ഒരു ലോക്കൽ മിനിമം ആണ്. π/2 എന്ന് മാക്സിമം, ലോക്കൽ മാക്സിമം ആണ്. π/2 ഒരു ലോക്കൽ മിനിമം ആണ്. ലോക്കൽ മിനിമം ഇത് മാക്സിമം, ലോക്കൽ മാക്സിമം. ഓക്കെ, പക്ഷേ ഒരു ഇൻ്റർവെലാണ് തന്നേക്കുന്നത്. ഇൻ്റർവെൽ -1 to π വരെയാണ്. അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ, അത് ഗ്ലോബൽ വരുമ്പോൾ ലീസ്റ്റ് വാല്യൂ ഇവിടെ വരുമ്പോൾ അത് -2 ആണ്. അപ്പോൾ ലീസ്റ്റ് വാല്യൂ ഈസ് -2 ആൻഡ് മാക്സിമം വാല്യൂ ഈസ് 0. അപ്പോൾ ആൻസർ നോക്കിക്കേ, ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇൻ ദിസ് ഇൻ്റർവെൽ ഫ്രം -1 to π, ദാറ്റ് ഈസ് ഫ്രം 0 and -2. 0 and -2. Okay, right. Okay, now that was the second one. Now next, on to the next. That is 78. While measuring the length and breadth of a rectangle, the errors are, means percentage errors are 2% and 1%. Then the percentage error area. What is area? Area is equal to L into B. Immediate ആയിട്ട് പറഞ്ഞു, the error will be 2 + 1, that's equal to 3%. ഒറ്റ സ്റ്റെപ്പ്. So 3% is your answer. അറിയോ? അതാണ് പെർസെൻറ്റേജ്. നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് L into B ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ L പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ B. ഇത് തിയറിറ്റിക്കലി ചെയ്യുന്ന ലോഗ് എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കുക. 79. f dash x is f dash of sin x. f dash of sin x is less than 0. നോക്കൂ, ഇൻ ദിസ് ഇൻ്റർവെൽ 0 to π/2. അപ്പോൾ f dash of cos x ഉം ലെസ് ദാൻ 0 യാ. കാരണം ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഇൻ 0 to π/2 വിൽ ബി സെയിം. അതാണ് 0 to π. ഫസ്റ്റ് ക്വാർട്ടറിൽ സൈൻ എക്സും കോസ് എക്സും 0 to 1 വരെ ഉള്ളൂ. അതെ, ഒരാൾ 1 to 0 പോകും, ഒരാൾ 0 to 1 വരും. അപ്പോൾ ദിസ് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് കോസ് എക്സ് ഈസ് ഓൾസോ ലെസ് ദാൻ 0. സിമിലർലി, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം, എഫ് ഡബിൾ ഡാഷ് ഓഫ് സൈൻ എക്സ് ദേ ഹാവ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ അർത്ഥം എഫ് ഡബിൾ ഡാഷ് ഓഫ് കോസ് എക്സ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, and g of x is so and so, then g dash x is, ഇതാണ് g dash x. gx-നെ പറ്റി പറയണേ g dash x കണ്ടുപിടിക്കണം. g dash x-നെ പറ്റി അറിയണമെങ്കിൽ g ഡബിൾ ഡാഷ് x കണ്ടുപിടിക്കണം. ഫൈൻ. ഇത് ഞാൻ g dash x ആദ്യം കാണാൻ പോവാം. gx തന്നിട്ടുണ്ട്, എഴുതുന്നില്ല ഇവിടെ.
So it will become f dash of sin x into cos x. അറിയാലോ ഡെറിവേറ്റീവ്? Derivative of f of sin x is f dash of sin x into derivative of sin x. Fine. Then plus f dash of cos x into minus sin x. Okay. Once again, g double dash x. എന്തിനാ ഞാൻ g double dash x കാണാൻ പോയത്? g dash x is എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് g double dash x എന്താണെന്ന് അറിയണം. അതാണ്. ഇപ്പോൾ g double dash x ഇവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യും? പ്രോഡക്റ്റ് റൂൾ. f dash of sin x into derivative of the second minus sin x plus cos x into derivative of f dash, that is f double dash of sin x into cos x. Okay, അത്രയും കഴിഞ്ഞു. അടുത്ത പ്ലസ്, ഞാനിവിടെ എല്ലാം ഈ മൈനസ് അവിടെ തന്നെ ഇടുക. ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് സൈൻ എക്സ്, ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ്, പ്ലസ് സെക്കൻഡ് ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ, അത് എഫ് ഡാഷ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇത് മൈനസ് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ. ഇനി കുഞ്ഞുങ്ങൾ നോക്കിക്കേ, എഫ് ഡബിൾ ഡാഷ് ഓഫ് സൈൻ എക്സ് ആരാന്ന് പറഞ്ഞേ? ദിസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വാട്ട് ദർ ദെൻ നെഗറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അപ്പോൾ ഫസ്റ്റ് ടൈം പോസിറ്റീവ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് സൈൻ എക്സ് അത് പോസിറ്റീവ്. കോസ് പോസിറ്റീവ്, ദിസ് ഓൾസോ പോസിറ്റീവ്. Therefore this is also positive. This is also positive. All the terms are positive. Therefore g double dash x is greater than 0. G double dash x is greater than 0 means g dash x is increasing monotonically. Increasing. Answer. Then g dash x is, എന്താണ് പറഞ്ഞേക്കുന്നത്? g dash x is increasing monotonically increasing in 0 to pi by 2. So your answer, the first option, it is increasing. So that is this. Clear ആയോ? എല്ലാ ടേമും ഇത് തന്നിട്ട് നെഗറ്റീവ്, മൈനസ് സൈൻ എക്സ് നെഗറ്റീവ്, നെഗറ്റീവ്, all the terms are positive. Therefore g double dash x is greater than 0. Hence its integral, അതായത് g dash x is what they are increasing. On to the next question number 80. Well, here ഇത് തന്നിരിക്കുന്നത് f dash x ആണ്. f dash x is equal to x minus m the whole raised to 2k into x minus n the whole raised to 2k plus 1. എന്തുകൊണ്ട് k തന്നില്ല? അപ്പോഴാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് 2k ഈവൻ, 2k plus 1 ഓഡ്. f dash x ആണ്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് then which of the following is then x equal to m is a point of maxima minima. Fine. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്പർ ലൈൻ ക്വസ്റ്റ്യനിൽ എം ഈസ് ലെസ് ദാൻ എൻ. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എം ചെറുതാണ്, അപ്പോൾ ഐ സേ എം ഈസ് ദിസ്. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ, ഇവിടെയാണ് എഫ് ഡാഷ് എക്സ് തന്നിരിക്കുന്നത്. ഇപ്പോൾ എഫ് ഡാഷ് എക്സ് കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. എം ലെസ് ദാൻ എം, ഇപ്പോൾ എമ്മിനേക്കാൾ ചെറുത്, that is that will become what they are, the negative. So negative number raised to even number, 2k even ആ. ഇതാണെങ്കിലോ നെഗറ്റീവ് നമ്പർ the raised to odd number. അപ്പോൾ this is what they are, the negative. ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. അപ്പോൾ your f dash x is less than 0, that is f dash x is less than 0 if x is less than m. ഇനി between m and n എന്ന് പറഞ്ഞു തന്നേ. m and n എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് റേസ് ടു 2k എന്ന് വെച്ചാൽ ഈവൻ നമ്പർ. എമ്മിനേക്കാൾ വലുതാണ്, അത് എമ്മിനേക്കാൾ വലുത് മൈനസ് എം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായി. ഇനി എം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എം ഈസ് സ്മോളർ ദാൻ എൻ, അപ്പോൾ ചെറുത് മൈനസ് വലുത് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് റേസ് ടു വാട്ട് ദേ ആർ ദെൻ ഓഡ് നമ്പർ. സോ ദിസ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 അതിൻ്റെ അർത്ഥം എഫ് ഡാഷ് എക്സ് ഡസൻ ചേഞ്ച് സൈൻ അറ്റ് എം എന്ന. എമ്മിൽ എഫ് ഡാഷ് എക്സ് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതാണ് എഫ് ഡാഷ് എക്സ് ഡസൻ ചേഞ്ച് ദ സൈൻ. ഫൈൻ. അപ്പോൾ എം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഇനി അടുത്ത എന്നിലേക്ക് എൻ, ആഫ്റ്റർ എൻ, ഇത് ബിറ്റ്വീൻ എം ആൻഡ് എൻ. എൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്പറാണ്, വലുത് മൈനസ് ചെറുത്, അപ്പോൾ അത് പോസിറ്റീവ്. raised to even number into വലുത് മൈനസ് ചെറുത്, അതും പോസിറ്റീവ്, raised to odd number. So your f dash x is what they are greater than 0. Oh, f dash x changes sign
at n. Left side it is what they are then negative. Left side negative എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? അത് ഡിക്രീസിങ് ആണ്. f dash x is less than 0. അപ്പോൾ അത് ഡിക്രീസിങ് കമ്മിങ് ഡൗൺ and then increasing. So the graph will be like. അപ്പോൾ n എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ലോക്കൽ മിനിമം ആയിരിക്കും. n എന്ന് പറഞ്ഞ പോയിന്റ്. സോ അറ്റ് x is equal to n, fx has, fx അല്ല, this is fx has local minimum. അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. m എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആകാം. നോക്കൂ, x equal to m is a point of maximum. Wrong. That's wrong. Right? X equal to n is a point of maxima. Wrong. It's a minima, point of this. X equal to m is a point of neither maxima nor minima. That's correct. 3. X equal to n is a point neither. No. X is equal to n is a point of local minimum. So the answer is 3. Well, now we will move on to the next question. That's the next part also. Right. We will move on to the next. That is 81. Fine. Y is equal to so and so. Then dy by dx at x equal to -1. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇത് നമുക്ക് ലോഗ് എടുക്കുക, അതല്ലെങ്കിൽ 1 - x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. വിതിൻ നോ ടൈം യു ക്യാൻ സോൾവ്. പക്ഷേ യു ഹാവ് ടു ഒബ്സർവ് ഇറ്റ്. അറ്റ് എക്സ് ഇക്വൽ ടു -1 ആണ്. എക്സ് ഇക്വൽ ടു -1 ആകുമ്പോൾ 1 + x വിൽ ബി 0. ഞാൻ തിരക്കി പിടിക്കും ഇതിനകത്ത്. എവിടെയാണ് എനിക്ക് 1 + x ഉള്ളത്? ഇതാണ് എൻ്റെ 1 + x. ഫൈൻ. ഇനി വാട്ട് ഐ റൈറ്റ് ഈസ് ദിസ്, y ഈസ് ഈക്വൽ ടു 1 + x. റെഡി. ഇനി അടുത്ത എല്ലാം ഞാൻ സെപ്പറേറ്റ് 1 + x² ഇൻറ്റു 1 + x റൈസ് ടു 4 ഇൻറ്റു 1 + x റൈസ് ടു 8. ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത്തരം ക്വസ്റ്റ്യനുകളെല്ലാം ഇറ്റ്സ് എ വെരി പ്രോബബിൾ ക്വസ്റ്റ്യൻ. സിമിലർ ടൈപ്പാണ് ഞാൻ പറയുന്നത്. വെരി പ്രോബബിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇത് ഇത്തരത്തിലൊന്നും ചെയ്യുക. ഇനി dy by dx ഈക്വൽ ടു, ഇത് ഫസ്റ്റ് ഇൻറ്റു 1 + x ഇൻറ്റു d by dx ഓഫ് വൈറ്റ്. ഞാൻ വൈറ്റ് എഴുതുന്നില്ല കേട്ടോ, വൈറ്റ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. പ്ലസ് ഈ വൈറ്റ് 1 + x² ഇൻറ്റു 1 + x റൈസ് ടു 4 ഇൻറ്റു 1 + x റൈസ് ടു 8 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് 1. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? dy by dx at x is equal to -1 പറഞ്ഞാൽ ഇത് എൻറ്റയർ പാർട്ട് വിൽ ബിക്കം 0. പ്ലസ് ഒന്ന് -1 ഇട്ടേ, ദിസ് വിൽ ബി 2 ഇൻറ്റു 2 ഇൻറ്റു 2, ദാറ്റ്സ് ഈക്വൽ ടു 8. യുവർ ആൻസർ 8 ഈസ് യുവർ ആൻസർ. That's the point. Right? We move on to the next question. That is 82. Ready? The value of limit x tends to 0 is L, then 3L is equal to. Similar type questions I discussed today. ഞാൻ ഇന്നും പറഞ്ഞു തന്നു. x tends to 0, 99.99% series. അത് കഴിഞ്ഞാലോ, look at the denominator. ഡിനോമിനേറ്ററിലാണ് നോക്കണ്ടേ. x² over tan square x, approximately x². So x² into x², x raised to 4. So we need to write up to x raised to 4 only. Decided. Now the problem is solved. Well, limit x tends to 0, tan square x. സാധാരണ ഞാൻ പറയാം tan x ഒരു അനുസരണം ഇല്ലാത്ത ഫംഗ്ഷനാണ്, ചില പിള്ളേരെ പോലെ അല്ലേ. അപ്പോൾ tan x എന്ന് പറഞ്ഞാൽ x plus x³ by 3 plus 2 by 15 x raised to 5. x raised to 5 എഴുതണോ? വേണ്ട. അത് tan സ്ക്വയറും കൂടാ. x plus x³ by 3 enough, the whole square. കാരണം ഞാൻ ഡിസൈഡ് ചെയ്തു ഡിനോമിനേറ്ററിൽ എൻ്റെ പവർ ദിസ് വിൽ ബിക്കം x² ഇൻറ്റു x plus x³ by 3 etc. the whole square. അപ്പോൾ ഐ ടേക്ക് ആൻ x² വരുമ്പോൾ ഇത് x raised to 4 ഇൻറ്റു 1 plus സംതിങ്. അപ്പോൾ എനിക്ക് x raised to 4 മാത്രം നോക്കിയാൽ മതി. വെൽ, minus x², agreed, divide by x raised to 4. This is your L. Fine. Now a plus b the whole square. That is limit x tends to 0. This implies x² plus 2ab, 2 by 3 x raised to 4 minus x² divided by x raised to 4. This x² and x² cancel, x raised to 4 cancel. You got your answer 2 by 3. That's your L. Now you want 3L. You got your answer. 3L is equal to 2.
3 അല്ലോ ഏത് ക്വസ്റ്റ്യൻ ആയാലും. See the way we solved it. Tan square x ആവശ്യത്തിനനുസരിച്ച്. So x tends to 0, 99% series. Then look at the denominator. Decide. That's it. Well, അടുത്തതിലേക്ക് കടക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. That is question number 23. As inverse trigonometric function. Type fine. Well, this question, we write this is equal to, look at this. ഇവിടെയൊക്കെ ഒബ്സർവ് ചെയ്യണം. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ്സ് അപ് ടു ഇൻഫിനിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിഗ്മ ദിസ് ഇറ്റ്സ് എ സം സിഗ്മ എൻ ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, എൻ ഇസ് ഈക്വൽ ടു 1 to, അപ്പോൾ 1 to ഇൻഫിനിറ്റി എഗ്രീഡ്. കോട്ട് ഇൻവേഴ്സ് ഫൈൻ, കോട്ട് ഇൻവേഴ്സ്. ഇനി നമുക്ക് നോക്കാം. 2 സ്ക്വയർ ഫസ്റ്റ് ടേമിൽ 2ൻ്റെ പവർ 2 ആ, സെക്കൻഡ് ടേമിൽ 3 ആ, തേർഡ് ടേമിൽ 4 ആ, തേർഡ് ടേമിൽ 4, സെക്കൻഡ് ടേമിൽ 3, ഫസ്റ്റ് ടേമിൽ 2, nth ടേമിൽ n+1. ഓക്കെ, സോ 2 raised to n+1, സോ സിമ്പിൾ, പ്ലസ് 1/2, ഫസ്റ്റ് ടേമിൽ 2 raised to 1, 1/2 raised to 2, സെക്കൻഡ് ടേമിൽ 2 raised to 2, തേർഡ് ടേമിൽ 1/2 raised to 3, സോ nth ടേമിൽ 1/2 raised to n. ഫൈൻ, nth ടേം കണ്ടുപിടിച്ചു കഴിഞ്ഞു. Now this is equal to sigma n is equal to 1 to infinity cot inverse. We simplify ചെയ്യുമ്പോൾ പെട്ടെന്ന് 2 raised to n into 2 raised to n, ഔട്ട് ഓഫ് enthusiasm അങ്ങോട്ട് കയറി 2 raised to 2n+1. വെയിറ്റ് അതൊന്നും വേണ്ട. We simplify 2 raised to n into 2 raised to n+1 as it is. എങ്ങനെയാണോ അങ്ങനെ, +1 divide by 2 raised to n. ഞാൻ ഇന്നും പറഞ്ഞു, personally speaking, I don't like cot inverse, but I like tan inverse. അപ്പോൾ I change it. ഈ ക്വസ്റ്റ്യൻ മാറ്റി. Sigma n equal to 1 to infinity tan inverse, how do you write? 2 raised to n divided by 1 plus 2 raised to n into 2 raised to n+1. ഇപ്പം മെടുക്കർക്ക് മനസ്സിലായി കാണാൻ എന്താ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. tan inverse അങ്ങനെ സീരീസ് വന്നാൽ always look at the denominator. But tan inverse of 1 plus xy. xy. ഇപ്പം ഞാനത് 2 raised to 2n+1 നിങ്ങളാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എക്സാമിനേഷൻ ഹാളിൽ കടന്ന് അത് നോക്കി ഇത് നോക്കി ആകെ ടെൻഷൻ. x into y നമുക്ക് സമയമുണ്ട്. a raised to m into a raised to n, a raised to m+n എഴുതാം. പക്ഷെ അത് എഴുതാതിരിക്കുന്ന ഭംഗി. 1 plus xy. അപ്പം ന്യൂമറേറ്റർ ആര് വേണം? x minus y. അങ്ങോട്ട് മാറ്റി 2 raised to n+1 minus 2 raised to n. What can you take common? That is 2 raised to n into 2 minus 2 raised to n. That is 2 raised to n into 2 minus 1. This is nothing but 2 raised to n, which is there already. 2 raised to n, we write this sigma n is equal to 1 to infinity tan inverse. This 2 raised to n is totally fabricated into 2 raised to n+1 minus 2 raised to n by 1 plus 2 raised to n into 2 raised to n+1. Look at the way we have designed this nth term. But tan inverse x minus y by 1 plus xy. Tell me now. Sigma n is equal to 1 to infinity tan inverse of 2 raised to n+1 minus tan inverse of 2 raised to n. Well, ഇനി നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടിങ്. വി ഗെറ്റ് ഫസ്റ്റ് ടൈം. ടെൽ മീ, ദിസ് ഇസ് ടാൻ ഇൻവേഴ്സ് 2 raised to 2 minus tan inverse 2. First term, putting n is equal to 1. Now we put n is equal to 2 plus അടുത്ത ബ്രാക്കറ്റ് tan inverse of 2 square minus n is equal to 2 ആണ്, അപ്പോൾ 3 minus tan inverse of 2 square. കണ്ട, അത്രയും മതി. അപ് ടു ഇൻഫിനിറ്റി ആ പോകുന്നത്, ഇൻഫിനിറ്റി. അപ്പോൾ 2 raised to ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ എഴുതുന്ന നോക്കണം, ഇൻഫിനിറ്റി ഒന്നും ഇല്ല, എന്നാലും ഞാനിവിടെ പറയുക tan inverse of infinity minus tan inverse of വേറൊരു ഇൻഫിനിറ്റി. Say infinity minus I write. Okay. Well, you understood? Okay, without the loss of generality. Well, fine. നോക്കൂ, previous first terms, succeeding negative out.
preceding positive, succeeding negative in turn. So you have tan inverse infinity, I say, for your reference, minus tan inverse of 2. എന്തുവാണോ tan inverse of infinity? That is pi by 2. It's pi by 2 minus tan inverse of 2. All right? Pi by 2 minus tan inverse 2 is cot inverse of 2. Cot inverse of 2 is equal to tan inverse of, 1 by 2 is equal to tan inverse lambda given as tan inverse lambda. Right? Therefore, your lambda will be equal to 1 by 2, which implies 10 lambda is equal to 5. Your answer 5. 10 lambda is equal to 5. Well, we move on to the next question. Question number 84. Well, ഞാൻ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുക, കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ്. Inverse trigonometry, inside a trigonometry, put inverse trigonometry is equal to theta. You remember? Inverse trigonometry, inside a trigonometry, put always inverse trigonometry is equal to theta. The question is solved now. Well, first of all, formula അറിയാവുന്നവർക്ക് apply ചെയ്യാം. I say tan inverse of root of 15 is equal to theta, or tan theta is equal to root 15. That is opposite side divided by adjacent side. Immediately theta, opposite side is root 15. This is 1, Pythagoras theorem, root of 15 plus 1, that is 4. Well, now what is your question? Your question will be equal to cos theta plus. Now, what next? Next is this. I say tan inverse of 1 by 3 is equal to alpha. Second time. So, tan alpha is equal to 1 by 3. Another triangle. Alpha is there. Opposite side 1. Adjacent side 3. Root over Pythagoras theorem 9 plus 1, 10. Agreed. So, this will become what there then? Your question. It will become sine of what there then? 2 alpha. Correct. Now, cos theta you can calculate adjacent side by hypotenuse, cos theta, isn't it? That is 1 by 4, fine, plus sine 2 alpha, that is 2 tan alpha divided by 1 plus tan square alpha. Agreed. Tan alpha is 1 by 3. So, we have 1 by 4 plus 2 into 1 by 3 by 1 plus 1 by 9. That is, this is 1 by 4 plus, rest you calculate please. That will be 2 into 1 by 3 divided by 10 by 9. This will become 10 and here there should be 9. This will be 3 cancelled and this will become a 5. Calculation part you please do. 1 plus what they are then? 3 by 5. Okay. That will become 5 plus 12 divided by 20, that is 17 by 20. This is given as lambda by 20, implies your lambda is equal to 17. Please check the calculation part, please. So, your lambda is 17, correct. That's right. So, we move on to the next question. That is the 85th one. The number of values of x at which this function is not differentiable immediately. X square minus 1 is equal to 0. And x is equal to 0, x is equal to plus or minus 1 and x is equal to 0. Therefore, the number of values is equal to what they are then? 3. Got it? Modulus of x square minus 1. Graph ഒക്കെ നോക്കുക. അല്ലെങ്കിൽ modulus, what's the derivative? Otherwise also, അല്ലാതെ എന്നെ ആദ്യം കേൾക്കുന്നവരാണെങ്കിലോ d by dx of modulus of x square minus 1, that will become modulus of x square minus 1 by x square minus 1 into 2x. Right? And this denominator is not valid when x square minus 1 is 0. That's what I wrote the answer quickly there then. So, your answer is 3. The sine of modulus x derivative, cos of modulus x into modulus x by x. There also x is. അതുകൊണ്ട് secret ഇത്രയേ ഉള്ളൂ. മോഡുലസിൻ്റെ അകത്തിരിക്കുന്ന ഈക്വൽ ടു 0 എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളണം. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. സോ ദാറ്റ് ഈസ് യുവർ 85. ദ ആൻസർ ഈസ് 3. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 86. ഫൈൻ. കൺസിഡർ എ സെറ്റ്. ഓക്കെ.
let a function f from a to b, fx is so and so. Then the minimum number of elements in the set b in the codomain. But f is a function from a to b. Minimum number of elements in this. A തന്നിട്ടുണ്ട്. A is equal to -3, -2, -1, 0, 1, 2. Well, the most important thing, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് f of x is equal to x into logarithm of x plus root of x square plus 1. I think 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഫംഗ്ഷൻ ഈസ് എ വെരി വെരി ടിപ്പിക്കൽ ഫംഗ്ഷൻ. പലയിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾവേസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ദിസ് ആൻ ഓഡ് ഫംഗ്ഷൻ. റിമെമ്പർ, അത് ഓഡ് ആണെങ്കിൽ ഇത് മസ്റ്റ് ബി 1 അല്ലാതെ ഏത് നമ്പർ തന്നാലും ഇറ്റ് വിൽ നോട്ട് ബി ഓഡ്. അതും അതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് സിമ്പിൾ, 1/√(x²+1). റെഫർ യുവർ ഇൻ്റഗ്രേഷൻ ഫോർമുല. So this is an odd function. X is also an odd function. Oh, wonderful. Therefore, your f of x is odd function into odd function. That is an even function. Even function means f of -1 is equal to f of 1. F of -2 is equal to f of 2. Seeing the set A. A kandita parayunne verde alla. And f of what else is there then? So I have. So you have B യിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞേ, f of -3. ഇനി f3 എഴുതരുത്, because it is a set. ഇനി f of -2, ഇനി f2 എഴുതാൻ പാടില്ല, f2 എഴുതത്തില്ല. ഇനി അടുത്ത f of -1, അതുകൊണ്ട് f of 1 എഴുതാൻ പാടില്ല. Next is f of what they are 0, right? The minimum number of elements is 1, 2, 3, 4. So minimum number of elements n of b is equal to 4. That's your answer. So 4 is your answer, right? ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓർത്ത് വെച്ചോളണം. ദാറ്റ് ഈസ് ഫംഗ്ഷൻ. ഈ log of x plus root of x²+1 എന്നുള്ള ഫംഗ്ഷൻ മനസ്സിലാക്കി വെച്ചോളണം. അതിൻ്റെ ഡിഫറൻഷിയേഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത്രയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കിക്കൊള്ളണം. ഇറ്റ്സ് an odd function. Well, 87. f is a function from this to this. Okay. What's your fx? fx is -x²/2 plus x plus 2024. Even if I change this question into 2024, makes no change at all. അത് ഞാൻ 2024 ആക്കിയാൽ ഒരു മാറ്റമില്ല. What is that fx? Oh, it's a second degree polynomial. What is it called? അതെന്താ എന്നെ വിളിക്കുന്ന പേര്? Quadratic polynomial. Quadratic polynomial means, what's a graph? It's a parabola. What's the coefficient of x square? Negative. It's a downward parabola. It's a downward parabola. That is, this is the parabola. Kikkayit athre vaayichollu. This is a graph of your f of x is equal to -x²/2 plus x plus 2017, as you see. Now you know, the most important condition in this question is this part. f of k minus x is equal to f of k plus x. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ f of k plus x is equal to f of k minus s, x is equal to k is the axis of symmetry. That means your axis of symmetry of this, ഇതാണ് axis of symmetry. അത് ഞാൻ ഇന്നും പറഞ്ഞു തന്നു, x is equal to -b/2a. അപ്പം നിങ്ങളുടെ ഗ്രാഫ് ഇതുപോലെ വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു വാല്യൂ, അതേ ഡിസ്റ്റൻസിൽ ഇപ്പുറത്തേക്കുള്ള വാല്യൂ, ഇതിപ്പോൾ 0, 0 ആണെങ്കിൽ ഇത് k ആണ് അല്ലേ? അപ്പോൾ ഇത് x ആണ്, ഇത് -x ആയിരിക്കും. അപ്പോൾ ഇതൊരു k plus x ആണ്, ഇത് k minus x ആണ്, അപ്പോൾ ഇത് k ആയിരിക്കും എന്നാ. അതാണ്, ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ f of k minus x is equal to f of k plus x എന്ന് തന്നാൽ ഓർത്ത് വെച്ചോളണം, x is equal to k is the axis of symmetry, or simply axis of symmetry. And what is axis of symmetry? That is nothing but x is equal to -b/2a. That's a formula. X is equal to -b/2a. -b/2a. ഞാൻ ഇന്നും പറഞ്ഞു, that's why the vertex -b/2a, -d/4a. So x is equal to -b/2a because it's opening downwards and the axis will always be parallel to the y-axis. Okay, fine. X is equal to k. ഇനി കുഞ്ഞുങ്ങൾ പറഞ്ഞു തന്നെ, what is k? Therefore k will be equal to -b/2a. Tell me,
മൈനസ് ഓഫ് ബി. ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ഡിവൈഡഡ് ബൈ 2a പറഞ്ഞേ 2 ഇൻറ്റു -1. Your a is equal to -1 by 2. Your b is equal to 1. I want that much only. 2 into -1 by 2. So 2 cancel. That's equal to 1. So your k will be equal to 1. That's your answer. Your k is equal to 1. Now we move on to the next question. 88. Well, this is a variable triangle. Find xy plane has its orthocenter at the vertex. Kando, variable triangle has its orthocenter at the vertex എന്ന് പറഞ്ഞാൽ triangle ABC is a right angled triangle, right angled at B. Orthocenter, point of intersection of the altitudes. അപ്പോൾ ABC is a triangle whose orthocenter is at B എന്ന് വായിച്ചാൽ മനസ്സിലാക്കണം B is the right angle. റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും ABC കേട്ടോ. അത് വായിച്ച് മനസ്സിലാക്കണം. ഓർത്തോ സെൻറ്റർ, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് ആണ് ഓർത്തോ സെൻറ്റർ എങ്കിൽ ആ ട്രയാങ്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ദാറ്റ് പോയിന്റ്. അപ്പോൾ ട്രയാങ്കിൾ മനസ്സിലായി. ബി എന്ന് പറഞ്ഞാൽ എ ഫിക്സ്ഡ് വെർട്ടെക്സ് എ. ഓ വണ്ടർഫുൾ, ഫിക്സ്ഡ് വെർട്ടെക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഗ്രാഫ് വരയ്ക്കി നോക്കാം. ഫൈൻ. ദിസ് ഈസ് യുവർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, വെൽ ഇനിയാണ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഫിക്സ്ഡ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിൻ ആണ്, മറക്കണ്ട. ദിസ് ഈസ് ആർ എ. എ ഈസ് 0 0. ഫൈൻ. ബി എന്ന് പറയാം സി ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദി പരാബോള വൈ ഈസ് ഈക്വൽ ടു. ഈ പരാബോള ആരാ നോക്കിക്കേ. y is equal to 1 plus 7x square by 36. അപ്പോൾ y minus 1 is equal to, or y minus 1 into 36 by 7 equal to x square. X square equal to 4ay. It's a parabola opening upwards. And what's the vertex? Vertex is at 0, 1. Fine. So I have my parabola 0, 1. This is the parabola 0, 1. ഉണ്ടോ? ഇതാണ് പോയിന്റ്, ദാറ്റ് ഈസ് 0, 1. ഫൈൻ. And C is always on this one. C can be here, C can be here, C can be here. This is C, C, C. Okay, fine. ഇനി നമുക്ക് വായിക്കാം. The point B starts at the point 0, 1. All right, B starts, B moves here. ഒരു കേസിൽ ഇതാണ് B. So you have your right triangle now. You have your right triangle. This one 1. So this is once again ഇവിടുന്ന് ബി ഇങ്ങനെ മൂവ് ചെയ്യുക. ഇതാണ് സി. സി ഈസ് ഓൾവേസ്. ഈ സിയുടെ പോയിന്റുകളൊക്കെ എന്ന് പറഞ്ഞേ, സിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് വൈ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ആരാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സ് കോർഡിനേറ്റ് വരുമ്പോൾ 6 ഡിവൈഡ് ബൈ √7 ഇൻറ്റു √y minus 1, y. കണ്ടോ? y എഴുതി കഴിഞ്ഞ് ഞാൻ y minus 1 36/7 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഫൈൻ. എക്സ് സ്ക്വയർ, അതാണ് ഈ പോയിന്റ്. ഇനി ലുക്ക് അറ്റ് ദിസ്. ദ പോയിന്റ് സ്റ്റാർട്ട്സ്, ഓക്കെ, ടൈം t0 moves upward along the y-axis at a constant velocity. Fine. Constant velocity 2 centimeter. A rate at which the area of the triangle is increasing when t is equal to 7/2. Look at this. t is equal to 7/2 എന്ന് പറഞ്ഞാൽ ഈ b എന്ന് പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് അറിയോ? ഈ b ഇത് 7 എത്തും. പക്ഷേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 1 നിന്നായതുകൊണ്ട് ഇത് 0,8 ആയിരിക്കും. ഈ ബിയിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 7/2 into 2 എന്ന് പറയുന്നത്. പക്ഷെ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അത് 8 ആയിരിക്കും. അപ്പോൾ അവിടെ y കോർഡിനേറ്റ് ആരായിരിക്കും? വെൻ t is equal to 7/2, y കോർഡിനേറ്റ് വിൽ ബി 7 plus 1, ദാറ്റ് ഈസ് 8. അതാണ് നിങ്ങളുടെ y കോർഡിനേറ്റ്. അപ്പോൾ നമുക്കതാ വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് നോക്കാം. ഈ ഹൈറ്റ് ആരാ? ദിസ് ഹൈറ്റ് ഈസ് കോൾഡ് y. അപ്പോൾ ഏരിയ മീൻസ് ഐ സേ എ. എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ബി സി. ഹാഫ് ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ വൈ, ബി സി എന്ന് പറഞ്ഞാൽ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ 6/√7 ഇൻറ്റു √y minus 1. ഇനി ഇതാണ് ഒന്നും പറയാനില്ല. സോ ദാറ്റ് വിൽ ബിക്കം 3 divided by √7 into y into √y minus 1. That's your A.
Now you want the rate of change of area when t is equal to 7 by 2 means when y is equal to 8. Fine. That's it. ഇനി നമുക്കൊന്ന് കണ്ടുപിടിച്ച് തന്നേ. Now we differentiate, and dy by dt is given. Dy by dt is given as 2 centimeter per second. Fine. dA by dt is equal to, you have 3 by root 7 into, apply product rule, y into 1 by 2 root of y minus 1 into dy by dt. I'll write at the end. Plus root of y minus 1 into 1 into dy by dt everywhere. That's fine. So you have your dA by dt at y is equal to 8. Remember, y 8 മനസ്സിലായല്ലോ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു 7/2 ആകുമ്പോൾ ഇങ്ങ് മുകളിലോട്ട് 7 യൂണിറ്റ് വരും. പക്ഷേ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എയിൽ നിന്നാണ് എടുക്കുന്നത്. അതാണ് 8 എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3 by root 7 into, fine, 8 into 1 by 2 into root 7 plus root 7 into dy by dt, that is 2. Right? So this 2 and here it is 4. So that will be equal to 3 by root 7 into, ഇതിന് കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ഇത് 4 plus 7, 11 by root 7 into 2. Okay. So that will be equal to, ഇത് കണ്ടോ, 4 plus 7 by root 7, അപ്പോൾ 11 by root 7, ഇവിടെ ഒരു 3 by root 7 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 33, 66. So 66 divided by 7. 66 divided by 7. That is lambda. This is given as lambda. That implies your lambda, 7 lambda will be equal to 66. So your 88 answer, it is 66. Good? Right. We move on to question number 29 quickly. AB is given, right? Then the minimum value of AB. Okay. Minimum value of AB ആണ് നമുക്ക് വേണ്ടത്. Right. Well, you can apply this way. I say that is AB minus B equal to 2A. So your B will be equal to 2A divided by A minus 1. Arithmetic mean greater than geometric mean ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. So that is, അപ്പോൾ B into A minus 1, this is 2A. Therefore, we want minimum value. Our function is what there then? F of A. That's equal to AB. AB means what? 2A square divided by A minus 1. So we calculate F dash A. That is A minus 1 into 4A minus 2A square into what there then? 2A square into denominator into derivative of the numerator minus numerator into derivative of the denominator. That is 1 only. That is 1 divided by A minus 1 the whole square equal to 0 for both maxima and minima. So you have 4A square minus 4A minus 2A square equal to 0. That means 2A square minus 4A equal to 0. That implies your 2 is gone, A is gone. That means A minus 2 equal to 0. Therefore, your A equal to 2. Right. So the minimum value of this one, minimum value കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ച് തരണം. A is equal to 2 ഞാൻ പറഞ്ഞു. So F of A minimum will be, എന്താണ് F of A? 2A square divided by A minus 1. That is 2 into 2 square divided by 2 minus 1. That is 8. ഞാനിവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഒന്നും കണ്ടുപിടിക്കുന്നില്ല, എൻ്റെ ആവശ്യമില്ല. ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് മിനിമം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ. So that is 89. Now we move on to the next question. That is number of points of extremum of the function. Look, read the question. Fx is equal to so and so, right? Okay, 1, 2, 3. But quick ആയിട്ട് ഒരു സീക്രട്ട് പറഞ്ഞു തരിക. The number of points or the points are number of points or the points of extrema. Points of extrema will be ആദ്യം 1. അടുത്ത 1 minus 2, 1 plus 2. അടുത്ത 1 minus of 2 plus 3. 1 plus 2 plus 3. These are the points. Look at this. 1. Then 1 minus 2, 1 plus 2. Then 1 minus of 2 plus 3, 1 minus of this. Okay. That's equal to 1, comma, minus 1, 3, minus 4, അടുത്ത് വരുമ്പോഴോ 5, 6.
റെഡി? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്, എക്സ് ഈസ് ഇൻ ദ ഇൻ്റർവൽ 0 to infinity. അപ്പോൾ ഇത് വരാൻ പാടില്ല, ഇതും വരാൻ പാടില്ല. Therefore the number of points will be equal to 3 only. Number of points is 3. Okay. ആരൊക്കെയാ പോയിന്റ്? 1, 3, 6. ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സോ? ടോട്ടൽ വിൽ ബി ഈക്വൽ ടു 5. ടോട്ടൽ എക്സ്ട്രീമ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം, ഗ്രാഫിക്കൽ ട്രാൻസ്ഫോർമേഷൻ എടുക്കാൻ അറിയാം. ഈ സീക്രട്ട് ഓർത്ത് വെക്കുക. 1, 2, 3 ഇതെപ്പോഴും അസെൻഡിങ് ഓർഡറിലായിരിക്കണം. ഡിസെൻഡിങ് ഓർഡറിൽ ഒരു ഹോംവർക്ക് തരുന്നു, then you ask me. Suppose ഹോംവർക്ക് തരിക, ലാസ്റ്റ് wind it up. This will be equal to, first of all, modulus of x minus 5, പിന്നെ ഒരു minus say 3, then a modulus, then a 1 modulus. ഇതിൻ്റെ നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് എക്സ്ട്രീമ പറയുക കേട്ടോ. ആൻസർ സാർ പറയുക, ഇനി കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആൻസർ പറയുക 7. റൈറ്റ്? ഓക്കെ. With this, we come to the conclusion of this discussion. So, I wish you all the best. God bless you until we meet. Bye. Good night.